ഒരു മിനിറ്റ്. നമ്മൾ പറഞ്ഞ ഓർഡറിൽ റെഡിയാണോ സാധനം? ഇത് എത്ര ഉണ്ട്? ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ? ഹലോ, വെൽക്കം. യെസ്, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു സമ്മറി നമ്മൾ പറഞ്ഞു പോകും. അതുപോലെ തന്നെ ഗ്രാമർ, പിന്നെ നിങ്ങളുടെ ഡിസ്കോഴ്സസ് എങ്ങനെയൊക്കെയാണ് ഇമെയിൽ, ലെറ്റർ, പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എഴുതുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ് അല്ലേ? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. യമോം ഫ്ലാറ്ററി ആണ് ഇതിൻ്റെ ഓതർ. ദിസ് ഇമേജിനറി, ഇപ്പം നമ്മളിത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇതിൻ്റെ തീം, ഐഡിയാസ് കൃത്യമായിട്ടും വരണം. ഏതുപോലെയെന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ചോദ്യം ചോദിച്ചാലും, ലെറ്റർ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു എസ്സേ ആണെങ്കിലും ഒക്കെ അത് പാകപ്പെടുത്തി എഴുതാൻ പറ്റുന്ന ഒരു സമ്മറി നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. ചില ഏരിയാസൊക്കെ സ്റ്റോറീസിൻ്റെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഏരിയാസും കൂടെ നമ്മൾ ക്യാച്ച് ചെയ്യണം ഇത് വായിക്കുന്ന സമയത്ത്. സോ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. ആ ഏരിയാസ് ടച്ച് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്കിത് 8 മാർക്കിനൊക്കെ എഴുതാൻ വരുമ്പോൾ ഒരുപാട് എഴുതാനുണ്ടാവും. ആ ഒരു തീം മാത്രമേ നമ്മൾ സ്റ്റോറി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ദിസ് imaginary story conveys the message that one learns by taking courage and not by sitting idle. ഈ ഒരു ഇമാജിനറി സ്റ്റോറിയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ വൺ ലേൺസ് ബൈ ടേക്കിംഗ് കറേജ് ആൻഡ് നോട്ട് ബൈ സിറ്റിംഗ് ഐഡിൽ. വെറുതെ ഇരുന്നിട്ടല്ല ആരും ഒന്നും നേടുന്നത്. ഓക്കെ, ധൈര്യത്തോട് കൂടിയിട്ട് നമ്മൾ മുൻപോട്ടേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടുന്നത്. എ യങ് സീഗൾ ഇസ് ഫെഡ് ലവിംഗ്ലി ബൈ ഹിസ് പാരൻസ്. ഇവിടെ ആദ്യം നമ്മൾ ഒരു യങ് സീഗളിനെയാണ് കാണുന്നത്. ഷീ ഈസ് ഫെഡ് ഓർ ഹീ ഈസ് ഫെഡ് ലവിംഗ്ലി ബൈ ഹിസ് പാരൻസ്. അച്ഛനമ്മമാർ ഊട്ടി വളർത്തുന്ന ഒരു മകൻ. ബട്ട് വെൻ ദ ടൈം കംസ് ടു ഫ്ലൈ ഹി ഫീൽസ് ഹിംസെൽഫ് എഫ്രെയ്ഡ്. പക്ഷെ സ്വന്തമായി പറക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവന് നല്ല ഭയമുണ്ടാവുന്നു. അറ്റ് ലാസ്റ്റ് ഹിസ് മദർ ഹിറ്റ്സ് അപ്പോൺ എ പ്ലാൻ ബൈ പെർസ്വേഡിങ് ഹിം വിത്ത് ഫുഡ് ഇൻ ഹെർ ബീക്ക്. അങ്ങനെ അവസാനം അവൻ്റെ അമ്മ ഒരു പദ്ധതിയുമായിട്ട് വരികയാണ്. എന്താ? പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിത്ത് ഹിം ഫുഡ് ഇൻ ഹെർ ബീക്ക്. നേരെ ഭക്ഷണമൊന്നും കൊണ്ട് കിട്ടാനില്ല. അവളുടെ ബീക്കിനകത്ത്, ചുണ്ടിനകത്ത് ഒരു ഫുഡ് വെച്ചിട്ട് അല്ലേ, ഒരു ഫിഷിനെ വെച്ചിട്ട് അവനെ പെർസ്വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ദ സീഗൾ ഫൈനലി ലേൺസ് ഹൗ ടു ഫ്ലൈ. അങ്ങനെ അവസാനം സീഗൾ പഠിച്ചു എന്ത് പറക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻ പഠിച്ചു. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ആ ലെഡ്ജിൽ അല്ലേ, ആ ലെഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെ അറ്റം കൂർത്ത് നിൽക്കുന്ന പാറയുടെ തുമ്പത്ത് അവനങ്ങനെ ഉയരത്തിൽ നിൽക്കുകയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു ലെഡ്ജിൽ. ഹിസ് 2 brothers and sisters had already flown away. എൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഓൾറെഡി പറന്ന് കഴിഞ്ഞിട്ടുണ്ട്. വെൻ ഹി വാണ്ടഡ് ടു ഫ്ലൈ ഹി കുഡ് നോട്ട് ഡു സോ. അവന് പറക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറക്കാൻ സാധിക്കുന്നില്ല. ഹി വാസ് എഫ്രൈഡ് ഓഫ് ഫ്ലൈയിങ്. കാരണം എന്താ? ഹി വാസ് എഫ്രൈഡ് ഓഫ് ഫ്ലൈയിങ്. അവന് പേടിയായിരുന്നു പറക്കാൻ. വെൻ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൂ ഹി ഫെയിൽഡ് ടു ഗ്യാദർ ദ കറേജ് ടു ഫ്ലൈ. ബ്രദേഴ്സും സിസ്റ്റേഴ്സ് ഒക്കെ പറന്നപ്പോഴും അവന് failed to gather the courage to fly. അവന് ധൈര്യം സംഭരിക്കാൻ പറ്റിയില്ല പറക്കാനുള്ള. ഹി വാസ് റിയലി വെരി സാഡ്. സത്യം പറഞ്ഞാൽ അവന് വല്ല ദുഃഖമുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ വലിച്ചു നീട്ടി എഴുതണം. ഹിസ് ഫാദർ ആൻഡ് മദർ കെയിം ടു ഹിം. ദേ ആസ്ക്ഡ് ഹിം ടു ഫ്ലൈ. അച്ഛനും അമ്മയും വന്നിട്ട് അവരോട് പറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ദേ ഈവൻ റെബ്യൂക്ക്ഡ് ഹിം. അവനെ ചീത്ത പറയുക പോലും ചെയ്തു. ദേ ത്രെറ്റൻഡ് ഇഫ് ഹി ഡിഡ് നോട്ട് ഫ്ലൈ ഹി വുഡ് ഡൈ ഓഫ് ഹങ്കർ ദെയർ. ദേ ത്രെറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി അവനെ. ഇഫ് ഹി ഡിഡ് നോട്ട് ഫ്ലൈ, അവൻ പറന്നിട്ടില്ലെങ്കിൽ ഹി വുഡ് ഡൈ ഓഫ് ഹങ്കർ ദെയർ. വിശന്ന് കിടന്ന് മരിക്കും നീ ഇവിടെ കിടന്നിട്ട്, ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്ന് പോലും അവർ പറഞ്ഞു. ത്രെട്ടൺ ചെയ്തു. ബട്ട് ഹി കുഡ് നോട്ട് മൂവ്. പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് വാസ് 20 hours ago.
24 hours ago. എന്നാൽ അതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ട് 24 മണിക്കൂറായി എന്ന് വെച്ചാൽ 24 മണിക്കൂറായി മൂപ്പർ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നു. സിൻസ് ദെൻ നോ വൺ ഹാസ് കം നിയർ ഹിം. 24 മണിക്കൂറിനിടയ്ക്ക് അവൻ്റെ അടുത്തേക്ക് ആരും തന്നെ വന്നിട്ടില്ല. ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ആൻഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫ്ലൈയിങ്. മൂപ്പർ കണ്ടു അവൻ്റെ ബ്രദേഴ്സും പാരൻസും സിസ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറക്കുന്നത് അവൻ കണ്ടു. His parents had been perfecting his brothers and sisters how to dive for a fish. His parents, അവൻ്റെ പാരൻസ് ഹാഡ് ബീൻ പെർഫെക്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പെർഫെക്റ്റിംഗ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹൗ ടു ഡൈവ് ഫോർ എ ഫിഷ്. ഒരു ഫിഷിന് വേണ്ടിയിട്ട് എങ്ങനെ ഡൈവ് ചെയ്യണമെന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ കോൾഡ് ഹിം ടു ഫ്ലൈ. അവനെ വിളിച്ചു. ദേ കോൾഡ് ഹിം ടു ഫ്ലൈ, പറക്കാൻ വേണ്ടി വിളിച്ചു. ബട്ട് ഹീ കുഡ് നോട്ട്. പക്ഷെ അവന് പോകാൻ പറ്റുന്നില്ല. ദ സൺ വാസ് റൈസിങ്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ഗെറ്റിംഗ് വെരി ഹോട്ട്. നല്ല ചൂട്. ഹി ഫെൽറ്റ് ദ ഹീറ്റ്. അവന് ചൂട് അനുഭവപ്പെട്ടു. ഹി ഹാഡ് നോട്ട് ഈറ്റൺ ഫോർ എ ലോങ്. ഒരുപാട് നേരമായി അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകളായി അവനൊന്നും കഴിച്ചിട്ടില്ല. ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് ഫിഷ് ടെയിൽ. ഒരു ഡ്രൈഡ് പീസ് ഓഫ് ഫിഷ് ടെയിൽ അവിടെ കണ്ടു. ഓക്കെ, ഉണങ്ങിയ മത്സ്യത്തിൻ്റെ വാലറ്റം അവനവിടെ കണ്ടു. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഇനഫ്. പക്ഷെ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആവില്ല. There was not even a single piece of food anywhere for him. അവിടെ മുഴുവനും പരതി നോക്കി ഒരു കഷ്ണം ഫുഡ് പോലും അവിടെ കാണാനില്ലായിരുന്നു. He had gone forward and backward on the ledge. ആ ലെഡ്ജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മാത്രമാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. But he couldn't fly. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് നടക്കും, പിന്നെയും തിരിച്ച് നടക്കും പറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ ആ അറ്റത്തെത്തുന്ന സമയത്ത് അവന് പറക്കാൻ സാധിക്കുന്നില്ല. He wanted to reach his parents. സത്യം പറഞ്ഞാൽ he wanted to reach his parents. പാരൻസിൻ്റെ അടുത്തേക്ക് എത്തണമായിരുന്നു. There was a deep sea below. എന്നാൽ താഴെ വലിയ ഗർത്തമാണ്. താഴെ വലിയ ഡീപ്പ് സീ ഉണ്ട്. The ridge was high. ആ റിഡ്ജ് നിൽക്കുന്നത് നല്ല ഉയരത്തിലുമാണ്. അപ്പോൾ താഴേക്ക് ചാടാൻ നല്ല പേടിയുണ്ട്. The seagull closed his eyes standing on one leg. The seagull closed his eyes standing on one leg. സീകൾ അങ്ങനെ ഒറ്റ കണ്ണടച്ചിട്ട് ഒരു കണ്ണടച്ചിട്ട് ഒറ്റ കാലിൽ അങ്ങനെ നിന്നു. എന്തിനാത്? He had the other leg hidden under his wing. മറ്റേ കാല് അവൻ ചിറകിനക അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്തിനാണെന്നറിയോ? He pretended to sleep. ഞാൻ ഉറങ്ങുകയാണ് എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. എന്ന് വെച്ചാൽ അച്ഛനമ്മമാരെ കാണുമ്പോൾ അയ്യോ എൻ്റെ മകൻ അവിടെ അറ്റത്ത് നിന്നിട്ട് ഉറങ്ങുകയാണല്ലോ അല്ലേ, അവനെ പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ വീണു പോവല്ലോ എന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് he pretended to sleep. ഉറങ്ങുന്നത് പോലെ നടിച്ചു. He thought that his parents didn't take notice of him. എന്നാൽ അവൻ ശ്രദ്ധിച്ചു അച്ഛനമ്മമാർ തന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല, അവനെ ചെയ്ത കാര്യങ്ങളൊന്നും അവർ നോക്കുന്നേ ഇല്ല, നോട്ടീസ് ചെയ്യുന്നേ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ however the mother was looking at him. ഭാഗ്യം അമ്മ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. He saw her tearing a piece of fish. He saw, അവൻ കണ്ടു എന്ത്? She tearing at a piece of fish. ഒരു പീസ് ഓഫ് ഫിഷ് ഇങ്ങനെ ടിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. at her feet, കാലിൽ വെച്ചിട്ട് മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. He was mad to see the food. അവനാണെങ്കിലോ ഭ്രാന്ത് പിടിക്കുന്നു. എന്ത് കണ്ടിട്ട്? ഫുഡ് കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. He gave out a sound to get it. അവനൊരു ശബ്ദം പുറപ്പെടുവിച്ചു അത് കിട്ടാൻ വേണ്ടിയിട്ട്. His mother replied in a sound and looked at him. അമ്മ അവനെ നോക്കി ഒരു ശബ്ദം ഉണ്ടാക്കി, അവനെ നോക്കിയിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി മറുപടി ആയിട്ട്. She picked a piece of fish. അവൾ ഒരു കഷ്ണം മത്സ്യം എടുത്തു. She flew across to him with it. അതുമായിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. He leaned out, tapping the rock with his feet. അവൻ ആ റോക്കിൽ നിന്നും അവൻ്റെ ഫീറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട്, ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അടിക്കുക, നിലത്ത് കാലുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? ആ ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ കാലുകൊണ്ട് നിലത്തടിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ അമ്മയുടെ അടുത്തേക്ക് ലീൻ ചെയ്തു നിന്നു. His mother flew across trying to get nearer him. അവൻ്റെ അടുത്തേക്ക് എത്തുന്നത് പോലെ അമ്മ കാണിച്ചു. The seagull had the food within the reach of his beak. ഇപ്പോൾ സീകളുടെ തൊട്ടടുത്തുണ്ട് അമ്മ. ആ സീകൾ ഒന്നുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് അവന് കിട്ടും. ബട്ട് ഹീ കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ് അറ്റ്. പക്ഷേ അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല, അവനത് കിട്ടുന്നുമില്ല. അമ്മ തൊട്ടടുത്തായി നിൽക്കുന്നുണ്ട്. ദ സീകൾ വെയിറ്റഡ്
എ മൊമെന്റ് ഇൻ സർപ്രൈസ്. എന്താണ് അമ്മ അടുത്തേക്ക് വരാത്തതെന്ന് ആലോചിച്ചിട്ട് അവൻ അത്ഭുതത്തോടു കൂടി കുറച്ചു നേരം അവിടെ നിന്നു. ഹി വണ്ടേർഡ് വൈ ഹിസ് മദർ ഡിഡ് നോട്ട് കം നിയർ. എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നവൻ ആലോചിച്ച് അങ്ങനെ നിന്നു. ഹി വാസ് സോ മാഡ് വിത്ത് ഹങ്കർ. ഹി വാസ് സോ മാഡ് വിത്ത് ഹങ്കർ. അവന് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു വിശപ്പ് കൊണ്ട്. ദാറ്റ് ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ആ മത്സ്യത്തിൻ്റെ മേലേക്ക് ഒരു ഒറ്റ ചാട്ടം കൊടുത്തു, ഡൈവ് ചെയ്തു. ഓക്കെ, ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. ഹി ഫെൽ ഔട്ട്വേർഡ്സ് വിത്ത് എ സ്ക്രീം. അവൻ അങ്ങനെ താഴേക്ക് വീണു ഒരു അലർച്ചയോട് കൂടിയിട്ട്. ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു ദ സ്പേസ്. താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. താഴെ കടലാണ്. ഹിസ് മദർ ഹാഡ് സ്വൂപ്പ്ഡ് അപ്വേർഡ്സ്. അമ്മയാണെങ്കിൽ ഉയർന്നു പറന്നു, അവൻ്റെ മുകളിലേക്ക് ഉയർന്നു പറക്കുകയും ചെയ്തു. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ. അമ്മയുടെ താഴേക്ക് വീഴുന്ന സമയത്ത്, അമ്മ മുകളിലേക്ക് പറക്കുന്ന സമയത്ത്, ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. ചിറകടി ശബ്ദം അവൻ കേട്ടു. അമ്മയുടെ ചിറകടി ശബ്ദം അവൻ കേട്ടു. ദെൻ എ ഗ്രേറ്റ് ഫിയർ കോട്ട് ഹിം. പെട്ടെന്നൊരു വലിയ ഭീതി അവനെ പിടികൂടി, വലിയൊരു പേടി അവനുണ്ടായി. ദെൻ എ ഗ്രേറ്റ് ഫിയർ കോട്ട് ഹിം. ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അവൻ്റെ ഹൃദയം നിശ്ചലമായി നിന്നു. ഹി കുഡ് ഹിയർ നത്തിങ്. ഇപ്പോൾ അവന് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹി കുഡ് ഹിയർ നത്തിങ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് ഫോർ എ മൊമെൻറ്റ്. പക്ഷെ അതെല്ലാം കുറച്ച് നേരത്തേക്ക് മാത്രമേ ബാക്കിയായുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ ഈ ഭയവും ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം. ദ നെക്സ്റ്റ് മൊമെന്റ്, തൊട്ടടുത്ത നിമിഷം, ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്. അവന് മനസ്സിലായി എൻ്റെ ചിറകുകൾ അതിലേക്ക് വായു നിറഞ്ഞപ്പോൾ അല്ലേ, ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഹി ഫെൽറ്റ് ദ വിൻഡ് റഷിങ് എഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്. അവൻ്റെ മാറിടത്തിലുള്ള ഫെദേഴ്സിലേക്ക് കാറ്റടിച്ചു വീശുന്നതായിട്ട് അവന് മനസ്സിലായി. ഇറ്റ് റഷ്ഡ് അണ്ടർ ഹിസ് സ്റ്റൊമക്ക്. തൻ്റെ ഉദരത്തിൻ്റെ ഭാഗത്തേക്കും ആ കാറ്റടിച്ചു വീശുന്നുണ്ട്. ആൻഡ് എഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. തൻ്റെ ചിറകുകൾക്ക് എതിരെയായിട്ടും ഈ കാറ്റ് അടിച്ചു വീശുന്നുണ്ട്. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നൗ. ഇപ്പോൾ അവൻ എന്ത് ചെയ്യല്ല, താഴേക്ക് കൂപ്പുകുത്തുകയല്ല, താഴേക്ക് വീഴുകയല്ല അവൻ ചെയ്യുന്നത്. ഹി വാസ് സോറിങ്. സോറിങ് എന്ന് പറഞ്ഞാൽ ടു ഫ്ലൈ ഹൈ ആണ്. ചോദിക്കാറുണ്ട് പാരഗ്രാഫ് വന്നിട്ട് താഴെ മീനിങ് ഫ്ലൈ ഹൈ എന്ന വേർഡിൻ്റെ ഒരു സിനോണിയം അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതാൻ സോറിങ് ആണ്. സോറിങ് എന്ന് പറഞ്ഞാൽ ടു ഫ്ലൈ ഹൈ എന്നാണ് അർത്ഥം. ഹി വാസ് സോറിങ് സ്ലോലി ഡൗൺവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്. താഴേക്ക് മുകളിലേക്കുമായിട്ട് അവൻ ഇപ്പോൾ പതുക്കെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹി വാസ് നോ ലോങ്ങർ എഫ്രെയ്ഡ് ആൻഡ് നൗ ഹി ഈസ് നോ ലോങ്ങർ എഫ്രെയ്ഡ്. ഇപ്പോൾ അവന് ഭയമില്ല. ദ സീഗൾ ഗേവ് ഔട്ട് എ ജോയസ് സ്ക്രീം. സീകൾ ഒരു സന്തോഷത്തിൻ്റെ നിലവിളി അങ്ങോട്ട് ഉണ്ടാക്കി. ഹി സോർഡ് ഹൈ കോളിംഗ് ഗ ഗ ഗ ഗ ഗ ഗ എന്ന് പറഞ്ഞിട്ട് ഹി സോർഡ് ഉയർന്നു പറന്നു. ഹി ഫ്ലൈ ഹയർ കോളിംഗ് ഗ ഗ ഗ. ഹിസ് മദർ ഗേവ് ഔട്ട് ഗൗ ക്ലോ ഹർ. അതിന് റിപ്ലൈ ആയിട്ട് അമ്മയും ഒരു ഗ ഗ ഗ ശബ്ദം പുറപ്പെടുവിച്ചു. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. ശേഷം അച്ഛനും അവരുടെ മുകളിലൂടെ പറന്നുപോയി. ദെൻ ഹി സോ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫ്ലൈയിങ് അറൗണ്ട് ഹിം. പിന്നെ അവൻ കണ്ടത് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവൻ്റെ ചുറ്റുമായിട്ട് പറക്കുന്നതാണ്. ദേ വർ റോറിങ് ആൻഡ് ഡൈവിങ്. അവരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റോറിങ് അലറുകയുണ്ടായിരുന്നു, ഡൈവിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പല രീതിയിലും പറക്കുകയാണ്. ഇനിയോ ദെൻ ഹി കംപ്ലീറ്റ്ലി ഫൊഗോട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ. പിന്നെ സത്യം പറഞ്ഞാൽ അവൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി, തനിക്ക് പറക്കാൻ സാധിക്കില്ലായിരുന്നു അല്ലേ. ഒരു 24 മണിക്കൂർ താൻ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു പറക്കാതെ എന്ന ആ ഒരു തൻ്റെ പോരായ്മയെക്കുറിച്ചൊന്നും പിന്നെ അവന് ഓർമ്മയില്ല. ഹി കംപ്ലീറ്റ്ലി ഫൊഗോട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ. ഹി കമൻഡഡ് ഹിംസെൽഫ് ടു ഡൈ. ഹി കമൻഡഡ് ഹിംസെൽഫ് ടു ഡൈവ് ആൻഡ് സോർ. അവനെ തന്നെ പറക്കാനും അതുപോലെ തന്നെ ഉയർന്നു പറക്കാനും താഴേക്ക് ഡൈവ് ചെയ്യാനൊക്കെ പ്രാപ്തനാക്കി. ഹി വാസ് നിയർ ദ സീ നൗ. ഇപ്പോൾ അവന് കടലിൻ്റെ തൊട്ടടുത്താണ്. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. അതിന് നേരെ പറക്കുകയാണ്, കടലിനോട് സമാന്തരമായിട്ട് പാരലായിട്ട് അവൻ പറക്കുകയാണ്. അങ്ങനെ പറക്കുമ്പോഴാണ് അവർ മത്സ്യങ്ങളെ പിടിക്കുന്നത്. ഓക്കെ, അവരുടെ ഇരകളെ പിടിക്കുന്നത് അങ്ങനെയാണ്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. ഒരു വലിയ വാസ്റ്റ് വിശാലമായ ഒരു വലിയ കടല്, പച്ച നിറത്തിലുള്ള കടല് അവന് താഴെയായിട്ട് അവൻ കണ്ടു. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹാഡ് ലാൻഡഡ് ഓൺ ദ ഗ്രീൻ സർഫേസ് ഓഫ് വാട്ടർ എഹെഡ് ഓഫ് ഹിം. അവൻ കണ്ടു അവന് തൊട്ടപ്പുറത്തായിട്ട്, എഹെഡ് ഓഫ് ഹിം അവൻ്റെ തൊട്ടപ്പുറത്തായിട്ട്
അവൻ്റെ പാരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെള്ളത്തിൽ നിലയുറപ്പിച്ചതായിട്ട് അവൻ കണ്ടു. വെള്ളത്തിൽ ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നതായിട്ട് അവൻ കണ്ടു. They were calling him to do the same thing. അവനെയും വിളിക്കുന്നുണ്ട്. എന്തിന്? ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. താറാവുകളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിൽ നിൽക്കുന്നുണ്ടല്ലേ, പക്ഷികളൊക്കെ അങ്ങനെ വെള്ളത്തിൽ നിൽക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അവനെ അവർ ക്ഷണിച്ചു. He dropped his leg to stand on the green sea. അവൻ്റെ കാല് ഒന്ന് എന്ത് ചെയ്തു, ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ നോക്കി. He dropped his feet. നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഒന്ന് കാലിട്ട് വെക്കുക ചെയ്യാം അല്ലേ. അപ്പോൾ അതുപോലെ he dropped his leg to stand on the green sea. ഗ്രീൻ സീയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാലുകളൊന്ന് താഴ്ത്തി നോക്കി. ബട്ട് ഹിസ് ലെഗ്സ് സാങ് ഇൻ ടു ഇറ്റ്. പക്ഷെ അവൻ്റെ കാലുകൾ അതിലേക്ക് എന്തു ചെയ്തു പോയി, മുങ്ങിപ്പോയി. He cried with fear. He cried with fear ആണ്. He tried to raise again, flapping his wings. അവൻ വീണ്ടും ഉയർന്നു പറക്കാൻ ശ്രമിച്ചു. കാല് മുങ്ങിപ്പോയപ്പോൾ പേടിച്ചു. He cried with fear. He tried to rise up again, flapping his wings. പിന്നെയും ഉയർന്നു പറക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു ചിറകുകൾ അടിച്ചിട്ട്. But he was tired and weak with hunger. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു, അവന് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വീക്കാണ്, ടയേർഡാണ്, വിത്ത് ഹങ്കർ, വിശപ്പ് കൊണ്ട്. ഹി കുഡ് നോട്ട് റൈസ്. അവന് ഉയർന്നു പറക്കാൻ പറ്റില്ല. അപ്പോൾ കാല് മുങ്ങിയപ്പോൾ അവനൊന്ന് ഉയർന്നു പറക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അവന് പറക്കാൻ കഴിയില്ല, ആകെ ക്ഷീണിതനായതിട്ടുണ്ട്. ഹിസ് ഫീറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻ സീ. അവൻ്റെ കാലുകൾ അങ്ങനെ താന്നുപോയി. എവിടേക്ക്? ഗ്രീൻ സീയിലേക്ക്. ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. അവൻ്റെ ബെല്ലി, വയറിൻ്റെ ഭാഗം എവിടെ തട്ടി? ഈ പറയുന്ന സീയിൽ തട്ടി. ഹി സാങ് നോ ഫർദർ. അവിടെ വരെ അവൻ മുങ്ങിയിട്ടുള്ളൂ, പിന്നീട് അവൻ മുങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ അങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. ആ ബെല്ലിയോളം വെള്ളത്തിൽ അവൻ അങ്ങനെ അവിടെ മുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഹിസ് ഫീറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻ സീ. ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ബട്ട് ഹി സാങ് നോട്ട് ഫർദർ. പിന്നീട് അവൻ മുങ്ങിയില്ല. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്. അവൻ സത്യം പറഞ്ഞാൽ അതിലങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ഹിം വാസ് ഹിസ് ഫാമിലി. അവന് ചുറ്റും അവൻ്റെ ഫാമിലി ഉണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. ക്രൈങ് ആൻഡ് പ്രൈസിങ് ഹിം. അവനെ എന്താ പറയുക, പ്രൈസ് ചെയ്തിട്ട്, അനുമോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഫാമിലി മെമ്പേഴ്സും പ്രോത്സാഹിപ്പിക്കുകയാണ് അവനെ ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് വാസ് ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവരെല്ലാവരും അവന് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഡോഗ് ഫിഷ്. അവന് പിടിച്ച ഒരു മത്സ്യമാണ് ഡോഗ് ഫിഷ് എന്ന് പറയുന്നത്. ആ ഫിഷിനെയൊക്കെ അവന് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു കഴിക്കാൻ പറഞ്ഞിട്ട്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവിടെയാണ് സ്റ്റോറി അവസാനിക്കുന്നത്. ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ ആദ്യത്തെ പറക്കൽ സംഭവിച്ചു. അങ്ങനെ അവിടുത്തെ ആദ്യത്തെ പറക്കൽ സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് അയച്ചു തരുമ്പോൾ അത് വാങ്ങിച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കണം. നന്നായിട്ടൊന്ന് മനസ്സിരുത്തി വായിക്കണം. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ. പിന്നെ ഇതിനെ നമ്മളൊരു കണക്ഷൻ കൊടുക്കണം. ഇതുമായിട്ട് എങ്ങനെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിലെ ലൈഫ്. അപ്പോൾ ഓതർ ഇതൊരു ഡിഡാറ്റിക് സ്റ്റോറിയാണ് അല്ലേ. ഡിഡാറ്റിക് പോയെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു മോറൽ ഇതിനകത്തുണ്ട്. എന്താണ് ഇതിനകത്തുള്ള മോറൽ എന്ന് പറയുന്നത്? ഹ്യൂമൻ ബീയിങ്സിലും ഇതുപോലെയുള്ള ഫിയേഴ്സും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഒരു ഷെല്ലായിട്ട് നമുക്ക് ചുറ്റിലും ഉണ്ടാവും. വി മസ്റ്റ് ബ്രേക്ക് ദാറ്റ് കൊക്കൂൺ ആൻഡ് കം ഔട്ട് ഓഫ് ഇറ്റ്. നമ്മൾ ആ കൊക്കൂൺസൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് പുറത്തേക്ക് വരികണം. ഇങ്ങനെയുള്ള പോയിന്റുകൾ കൂടെ നമ്മൾ താഴെ ലാസ്റ്റിൽ ഇതിനൂടെ ചേർക്കണം. ഓക്കെ. ലൈക്ക് ദ സീഗൾ വി ഷുഡ് ഓൾസോ ഫ്ലൈ ഹൈ. ഓക്കെ. റിമെമ്പറിങ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് അവർ ടാലൻസ് ആൻഡ് സ്കിൽസ് ആൻഡ് വാട്ട് എവർ വി ഹാവ്, ഓൾ ദ പവേഴ്സ് വി ഹാവ്. ഈ എല്ലാ ടാലൻസും പവേഴ്സും ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഉയർന്ന് പറക്കാൻ പറ്റണം. ദെൻ ഓൺലി വി ക്യാൻ റീച്ച് ദ സ്കൈ. അങ്ങനെയെങ്കിലേ നമുക്ക് ഹൈസിലേക്ക് എത്താൻ പറ്റുള്ളൂ. കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ഡ്രീമും ഡെസ്റ്റിനേഷൻ ഗോളും ഒക്കെ നേടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു എസ്സേ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. അപ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. കൃത്യമായിട്ടും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സമ്മറി കൊടുത്തത്. പല ആളുകളും ചെറിയ സമ്മറീസ് വായിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. അപ്പോൾ അവർക്ക് അത്ര എഴുതാനേ ഉണ്ടാവുള്ളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഏരിയാസിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങി ചെല്ലണം. ഓക്കെ. അപ്പോൾ അവിടെ നിർത്തുകയാണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്, സെക്കൻഡ് ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ.
ആരാണ് അതിൻ്റെ ഓതർ, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്? APJ അബ്ദുൽ കലാം ആണ് അല്ലേ. ഐ വിൽ ഫ്ലൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരെ ഓർമ്മ വരണം? APJ അബ്ദുൽ കലാമിനെ ഓർമ്മ വരണം. ഓക്കെ, ഐ വിൽ ഫ്ലൈ ഇസ് എ അഡാപ്റ്റഡ് വേർഷൻ ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്പീച്ച്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചിൻ്റെ, അദ്ദേഹം നടത്തിയ സ്പീച്ചിൻ്റെ ഒരു അഡാപ്റ്റഡ് വേർഷനാണ് ഏത്? നമ്മുടെ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഡോക്ടർ ബിലീവ്സ് ദാറ്റ് എന്ന് വെച്ചാൽ ഡോക്ടർ കലാം ബിലീവ്സ് ദാറ്റ്, അദ്ദേഹം വിശ്വസിക്കുന്നു. ദ ഇഗ്നൈറ്റഡ് മൈൻഡ്, ആദ്യത്തെ പോയിന്റ് ആട്ടത്, ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പോയിന്റ് ആണത്. എന്താണ്? ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, യൂത്തിൻ്റെ തെളിഞ്ഞ മനസ്സ് ആണ് എന്ത്? ഇന്ന് തെളിഞ്ഞ മനസ്സെന്ന് പറയുമ്പോൾ തീ കൊളുത്തിയ മനസ്സ്, അല്ലെങ്കിൽ തെളിഞ്ഞ മനസ്സെന്ന് ആലോചിച്ചാൽ മതി. ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സസ് ഓൺ ദ എർത്ത്. ഈ ഭൂമുഖത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, വിഭവം എന്താണെന്ന് വെച്ചാൽ അത് യൂത്തിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ് ആണെന്നാണ് മൂപ്പരുടെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അണ്ടർ ദ എർത്ത് ആൻഡ് എബവ് ദ എർത്ത്, അത് ഭൂമിയുടെ മുകളിലായിക്കോട്ടെ ഉള്ളിലായിക്കോട്ടെ എവിടെയാണെങ്കിലും ശരി, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ആണ് എന്നാണ് കലാം ആദ്യം തന്നെ പറയുന്നത്. ഡോക്ടർ കലാം ബിലീവ്സ് ദാറ്റ് the ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. He inaugurated a program called Shastrayan at Paravur in Kerala, which means the propagation of science. അദ്ദേഹം ഒരു പ്രോഗ്രാം, ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തു. എവിടെയാണ്? പറവൂർ എന്ന് പറയുന്ന സ്ഥലം, കേരളത്തിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇനോഗ്രേഷൻ നടന്നത്. വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ആ ശാസ്ത്രയാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് എന്ന് വെച്ചാൽ സയൻസിൻ്റെ പ്രചരണം, സയൻസിനെ കുറിച്ച് ആളുകളിലേക്ക്, കോമൺ പീപ്പിളിലേക്ക് എത്തിക്കുക, എല്ലാ ആളുകളിലേക്കും എത്തിക്കുക. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ the preparation of about 2,000 students from different schools to make them eligible for engineers, scientists, doctors and civil servants. The mission of Shastrayan was, ശാസ്ത്രയാൻ്റെ മിഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, was to ensure, ഉറപ്പുവരുത്തുക, the preparation of about 2,000 students, 2,000 കുട്ടികളെ തയ്യാറെടുപ്പിക്കുക, from different schools to make them eligible, പല പല സ്കൂളുകളിൽ നിന്നും അവരെ തിരഞ്ഞെടുക്കുക, എലിജിബിൾ ആക്കാൻ. എന്തിന്? ഫോർ എൻജിനീയേഴ്സ്, ഭാവിയിൽ എൻജിനീയേഴ്സ് ആക്കാൻ. 2,000 കുട്ടികളെ പല സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് ഭാവിയിലെ എൻജിനീയേഴ്സ് ആക്കാൻ, സയൻറ്റിസ്റ്റുകളാക്കാൻ, ഡോക്ടേഴ്സ് ആക്കാൻ, സിവിൽ സർവൻസ് ആക്കാൻ, IAS, IPS, IFS ഓഫീസേഴ്സിനെ പോലെയുള്ള സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആക്കാൻ. ഓക്കെ, കലാംസ് ഇനോഗ്രൽ അഡ്രസ്, കലാമിൻ്റെ ഉദ്ഘാടന പ്രസംഗം was on the topic science empowers the nation. ആ ടോപ്പിക് എന്തായിരുന്നു? കലാം ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ച എന്തിനെ കുറിച്ചായിരുന്നു? സയൻസ് എംപവേഴ്സ് ദ നേഷൻ, ശാസ്ത്രം മനുഷ്യനെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന്, ഉയർച്ചയ്ക്ക് കാരണമാകുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഓക്കെ, സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ആഫ്റ്റർ ദ അഡ്രസ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം, മെനി റേസ്ഡ് ദെയർ ഹാൻഡ്സ്, ഒരുപാട് കുട്ടികൾ കൈകൾ ഉയർത്തി. എന്തിന്? സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആഫ്റ്റർ ഹിസ് അഡ്രസ് മെനി റേസ്ഡ് ദെയർ ഹാൻഡ്സ്. Abdul Kalam shares in this unit the relevance of a question asked by a teenager. അബ്ദുൽ കലാം ആ ഒരു സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തിൻ്റെ സമയത്ത്, ശാസ്ത്രയാനിലെ ഈ പ്രസംഗത്തിൻ്റെ സമയത്ത് ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അബ്ദുൽ കലാം ഷെയർസ് ഇൻ ദിസ് യൂണിറ്റ് the relevance of a question asked by a teenager. ഒരു കൗമാരക്കാരൻ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തിയാണ് അദ്ദേഹം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. The boy expressed his fear to talk to his teachers and friends. ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ആ കുട്ടി പറഞ്ഞത് ഇതാണ്: I am afraid to speak to my teachers and friends. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാൻ പേടിയാണ്. He admitted that he had not yet asked any questions in this class. എൻ്റെ ക്ലാസ്സിൽ ഇത്രയും കാലം ഞാൻ പഠിച്ചിട്ട് ഒരു ചോദ്യം പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്ന് അവൻ അഡ്മിറ്റ് ചെയ്തു. The boy really wanted to become a marine engineer. കുട്ടിക്ക് ശരിക്കും ആരാവാനായിരുന്നു ആഗ്രഹം? ഒരു മെറൈൻ എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം. ലോകം മുറ്റും
മുഴുകെ എന്താ പറയുക ചുറ്റി സഞ്ചരിക്കുന്ന ഒരു മെറൈൻ എഞ്ചിനീയർ ആവാനായിരുന്നു അവന് ആഗ്രഹം, കപ്പൽ നാവികനാവാൻ. ഡോക്ടർ കലാം വാസ് കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ്. ഡോക്ടർ കലാം ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഹി അപ്രീഷിയേറ്റഡ് ദ ബോയ്. എന്ന് വെച്ചാൽ ഇതിന് ഉത്തരം മൂപ്പരല്ല പറയേണ്ടത് അല്ലേ, ഇതെങ്ങനെ മാറ്റാൻ പറ്റും, എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റുമോ, എങ്ങനെ ഞാൻ ഇതിനെ ഓവർകം ചെയ്യുന്നൊക്കെയുള്ളതാണ് ആ കുട്ടിയുടെ ചോദ്യം. അപ്പോൾ ആ ചോദ്യം കേട്ട സമയത്ത് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് കലാം ആലോചിക്കുന്നത്. The boy really wanted to become a marine engineer. Dr. Kalam was completely surprised. He appreciated the boy for asking that question. So, കലാം ആദ്യം തന്നെ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്തു. നല്ലൊരു ചോദ്യമാണ് നീ ചോദിച്ചതെന്ന് പറഞ്ഞു. ആൻഡ് റിസൈറ്റഡ് എ ബ്യൂട്ടിഫുൾ പോയം നെയിംഡ് ഐ വിൽ ഫ്ലൈ. ഇതാണ് നമ്മുടെ ടൈറ്റിൽ അല്ലേ. എന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ പോയം ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന വളരെ ഏൻഷ്യൻ സോങ് ആയിട്ടുള്ള ഒരു പോയം അദ്ദേഹം എന്ത് ചെയ്തു, റിസൈറ്റ് ചെയ്തു. ഹി ഇൻസ്റ്റിൽഡ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ ബോയ്. ആ കുട്ടിയുടെ ഉള്ളിൽ മൂപ്പർ എന്ത് ചെയ്തു, ഹി ഇൻസ്റ്റിൽഡ് സ്ഥാപിച്ചു, കറേജ് ധൈര്യവും കോൺഫിഡൻസും അദ്ദേഹം സ്ഥാപിച്ചു ഇൻ ദ ബോയ് ബൈ റിസൈറ്റിംഗ് ദ പോയം. ആ പോയം പറഞ്ഞതിലൂടെ. ഹി ആസ്ക്ഡ് ഹിം ടു ഫ്ലൈ യൂസിങ് ഹിസ് വിങ്സ് ഓഫ് ഗുഡ്നെസ്. അദ്ദേഹം പറഞ്ഞു നീ പറക്കണം, നിന്റെ ചിറകുകളാണ്. ഏത് ചിറകുകൾ കൊണ്ട്? നിന്റെ വിങ്സ് ഓഫ് ഗുഡ്നെസ്, നന്മയുടെ ചിറകുകൾ കൊണ്ട് നീ പറക്കണം. ട്രസ്റ്റ്, വിശ്വാസത്തിൻ്റെ, അതുപോലെ തന്നെ ഏത് പൊട്ടൻഷ്യലിറ്റീസ്, നിന്റെ കഴിവുകളുടെ ചിറകുകൾ കൊണ്ട് നീ എന്ത് ചെയ്യണം, പറക്കണം. ഗ്രേറ്റ്നെസ് ആൻഡ് കോൺഫിഡൻസ്, മഹത്വത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ചിറകുകൾ കൊണ്ട് നീ ഉയർന്നുയർന്ന് പറക്കണം. ഹി ഓൾസോ എൻകറേജ്ഡ് ഓൾ ഓഫ് ദം ടു ബി യുണീക്ക് ബൈ ഫൈറ്റിംഗ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ ഇൻ ലൈഫ്. എല്ലാവരോടും ഇങ്ങനെയും കൂടെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഫൈറ്റ് ചെയ്യണം. എവിടെ ഫൈറ്റ് ചെയ്യണം? ഇൻ ദ ബാറ്റിൽ ഓഫ് ലൈഫ്, ജീവിതമാകുന്ന ബാറ്റിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഓക്കെ, എന്താവാൻ വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്? ടു ബി യുണീക്ക്. എന്താ യുണീക്ക് ആവാന്ന് പറഞ്ഞാൽ വ്യത്യസ്തനാവുക. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകം നമ്മളോട് പറയുന്നത് ബാക്കി എല്ലാവരെയും പോലെ ആവാനാണ്. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം യുണീക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവാനാണ് നമ്മൾ. അതാണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ. യുണീക്ക് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളൊരു എല്ലാ മീഡിയാസും അതുപോലെ ആഡുകളും അതുപോലെ എല്ലാ കോർപ്പറേറ്റ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ ആവണം, ഓർഡിനറി പീപ്പിൾ ആവണം എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ ഇൻ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാവ് കോൺഫിഡൻസ് ബൈ സ്ട്രെസ്സിങ് ദാറ്റ്. അദ്ദേഹം he gave confidence by stressing that these things would help us to attain our goal. അദ്ദേഹം കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ യുണീക്ക് ആവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഗ്രേറ്റ്നെസ്സും കോൺഫിഡൻസും പൊട്ടൻഷ്യാലിറ്റീസും ഒക്കെ നിങ്ങൾ കൈമുതലായി, ഗുഡ്നെസ്സും ട്രസ്റ്റും ഒക്കെ നിങ്ങൾ കൈമുതലായി വെക്കുകയാണെങ്കിൽ യു വിൽ അറ്റൈൻ വാട്ട് യുവർ ഗോൾ. നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞവിടെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ. ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം നടത്തുന്ന ഈ സ്പീച്ച്, ഈ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മുടെ ഹൈദരാബാദിലുള്ള ആന്ധ്രാപ്രദേശിലെ കുറച്ച് സ്കൂൾ ചിൽഡ്രൻ്റെ മുമ്പിലാണ് അദ്ദേഹം ഈ സ്പീച്ച് നടത്തുന്നത്. അപ്പോൾ ഈ സ്പീച്ചിലാണ് അദ്ദേഹം ഓർക്കുന്നത് പറവൂർ കേരളത്തിലെ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു മിഷൻ്റെ ഉദ്ഘാടനവും അന്ന് ഒരു കുട്ടി ചോദിച്ച ചോദ്യമൊക്കെ ഈ സ്പീച്ചിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു സ്പീച്ചാണ്. മനസ്സിലായില്ലേ? ആ സ്പീച്ചാണ് പിന്നീട് അന്ന് അവിടെ കുട്ടികളുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം കൂടെ, അതിൻ്റെ മുമ്പിലൊരു ഫ്രെയിം വർക്കും കൂടെ ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തു വെക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. അപ്പോൾ ഞാൻ നേരത്തെ ചില ചാപ്റ്റേഴ്സ് പറയാറുണ്ട് അല്ലേ, ചില പോയിന്റുകൾ മാത്രമേ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില ചാപ്റ്റേഴ്സ്. അതിൽ ഒന്നാണിത്. മുഴുവനും നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തുനിന്നും അധികം വരിക പാരഗ്രാഫ് വന്നിട്ട് അതിനകത്തുനിന്ന് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വേർഡ് മീനിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പാരഗ്രാഫ് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അല്ലെങ്കിൽ ചോദിക്കാറ് സാധാരണ ഇതിനകത്തുനിന്ന് ഒരു പ്രൊഫൈൽ ചോദിക്കാറുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഒരു പ്രൊഫൈൽ ചോദിച്ചു കാണാറുണ്ട്. നമുക്ക് നോക്കാം. സ്റ്റീഫൻ ഹോക്കിങ്സ്, ഇത് ശരിക്കും ഒരു ബയോഗ്രഫിയാണ്. കിറ്റി ഫെർഗൂസൺ എന്ന് പറയുന്ന ആൾ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ബയോഗ്രഫി തയ്യാറാക്കിയതാണ്, ഓട്ടോബയോഗ്രഫി അല്ല. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്
is a work written by Kitty Gale Ferguson. Stephen William Hawking was a Lucasian professor of mathematics. Lucasian എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയൊരു പദവിയാണ്. Lucasian professor ആയിരുന്നു അദ്ദേഹം മാത്തമാറ്റിക്സിൽ. ഓക്കെ, he was born on 8th January 1942 in Oxford. അദ്ദേഹം ജനിച്ചത് നമുക്ക് ഓണെന്നാണ് നമ്മൾ ഡേറ്റിന് മുമ്പിൽ പറയേണ്ടത് കേട്ടോ. He was born on 8th January 1942 in ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ ആണ് അദ്ദേഹം ജനിച്ചത്. നമ്മൾ ഇൻ ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പോൾ അറ്റ് ഓക്സ്ഫോർഡ് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. ഇൻ ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പോൾ അവിടെ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അറ്റ് ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പോൾ അത് ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിനാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് ആ യൂണിവേഴ്സിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അറ്റ് ഉപയോഗിച്ചിട്ട് പറയാം. അതുപോലെ തന്നെ കൃത്യമായ സ്ഥലം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, അറ്റ് ഉപയോഗിച്ച് പറയും. മനസ്സിലായോ? ആ കൃത്യമായ സ്ഥലം പറയുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റീനെ, അതുകൊണ്ടാണ് അറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. അല്ല നമ്മളൊരു വലിയ സ്ഥലം പറയുകയാണെങ്കിൽ ഇൻ ലണ്ടൻ, ഇൻ ചെന്നൈ, ഇൻ ബാംഗ്ലൂർ എന്നൊക്കെയാണ് പറയാം വലിയ സ്ഥലമാകുമ്പോൾ, ഇൻ കേരള. അതുപോലെയാണ് ഇവിടെ ഇൻ ഓക്സ്ഫോർഡ് എന്ന് യൂസ് ചെയ്തത്. ഓക്കെ, ഹിസ് പാരൻസ് were ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിങ്സ്. പാരൻസിൻ്റെ പേരാണ്. ഹി വാസ് നോട്ട് എ പേഴ്സൺ വിത്ത് എക്സെപ്ഷണൽ ക്വാളിറ്റീസ് ഓർ എബിലിറ്റീസ്. അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു ആര്, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ്. ബട്ട് എ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. പക്ഷെ നന്നായി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഹി ഗോട്ട് ഹിസ് എലിമെൻ്ററി സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രം ദ ലോക്കൽ സെൻറ്റ് ആൽബൻസ് സ്കൂൾ. അദ്ദേഹത്തിൻ്റെ എലിമെൻ്ററി സ്കൂളിംഗ് കഴിഞ്ഞത് ലോക്കൽ സെൻറ്റ് ആൽബൻസ് സ്കൂളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ചെറിയ വിദ്യാഭ്യാസം, ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അദ്ദേഹം പഠിച്ച ക്ലാസ് സെൻറ്റ് ആൽബൻസ് സ്കൂളിലാണ്. ഇവിടെ എപ്പോഴും ഒരു, അപ്പോൾ നമ്മളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ബൈ ദ ടൈം he was 8 years old, he wanted to become a scientist. By the time he was 8 years old, 8 വയസ്സായ സമയത്ത് മൂപ്പരുടെ ആഗ്രഹമായിരുന്നു ഒരു ശാസ്ത്രജ്ഞനാവണമെന്ന്. ബട്ട് ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു പെർസ്യൂ ഹിസ് കരിയർ ഇൻ മെഡിസിൻ. പക്ഷെ അച്ഛന്, ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു, അദ്ദേഹത്തിൻ്റെ അച്ഛന് അദ്ദേഹത്തെ പോലെ തന്നെ, അച്ഛനെ പോലെ തന്നെ മകനും മെഡിസിൻ ഫീൽഡിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. Later, Stephen Hawking went to University College in Oxford to study natural science. പിന്നീട് അദ്ദേഹം നാച്ചുറൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോയി? ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ട്, അറ്റ് ഓക്സ്ഫോർഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയാമോന്ന്. യെസ്, പറയാം. രണ്ട് സ്ഥലങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചെറുതിന് മുമ്പിൽ നമ്മൾ അറ്റ് ഉപയോഗിച്ചു, വലുതിന് മുമ്പിൽ എന്ത് ഉപയോഗിച്ചു, ഇന്നെന്ന് ഉപയോഗിച്ചു. അത് ശരിയാണ് കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ നോക്കാം, സ്റ്റഡിങ് നാച്ചുറൽ സയൻസ്. അപ്പോൾ സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് വെന്റ് ടു യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ ഓക്സ്ഫോർഡ് ഫോർ സ്റ്റഡിങ് നാച്ചുറൽ സയൻസ്. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ, ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ കോളേജ് ലൈഫ്. മൂപ്പർക്ക് കോളേജ് ലൈഫ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ബട്ട് ഫ്രം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ്, അത് ശ്രദ്ധിക്കണം, ആ ഭാഗം ശ്രദ്ധിക്കണം. ഏതാണ്? ഫസ്റ്റ് വർഷം എവിടെയായിരുന്നു? ഓക്സ്ഫോർഡിലായിരുന്നു മൂപ്പർ ആദ്യത്തെ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തുന്നത്, ഓക്സ്ഫോർഡിലാണ്. ഓക്സ്ഫോർഡിലെ ഫസ്റ്റ് വർഷം മൂപ്പർക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. രണ്ടാമത്തെ വർഷമാണ് മൂപ്പർ കോളേജ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഇൻ ദ ബിഗിനിങ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ കോളേജ്, ബട്ട് ഫ്രം ദ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഹി ബിഗാൻ ടു എൻജോയ് ഇറ്റ്. ഹി വാസ് വെരി ഫ്രണ്ട്ലി, ലൈവ്ലി, ബോയൻഡ് ആൻഡ് അഡാപ്റ്റബിൾ പേഴ്സൺ. നല്ല ഫ്രണ്ട്ലി ആണ് ആള്, ലൈവ്ലി ആയിരുന്നു, ബോയൻഡ് ആയിരുന്നു, അഡാപ്റ്റബിൾ ആയിരുന്നു. എല്ലാവരോടുമായി നല്ല രീതിയിൽ സൗഹാർദ്ദം സ്ഥാപിച്ച് നടക്കുന്ന നല്ല ഉഷാറുള്ള ഒരു കുട്ടിയായിരുന്നു ആര്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഫ്രണ്ട്ലി ലൈക്ക് പേഴ്സൺ ആയിരുന്നു. ദെൻ ആമിയബിൾ പേഴ്സൺ, ഓൾ ലൈക്ക് ദിസ് നേച്ചർ. എല്ലാവർക്കും അയാളുടെ ഒരു സ്വഭാവം ഇഷ്ടമായിരുന്നു. ഹി വാസ് നോൺ ഫോർ ഹിസ് വിറ്റ്. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു കോളേജിൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മേലെ. എന്ന് വെച്ചാൽ നല്ല അറിവുള്ള കുട്ടി എന്ന നിലയ്ക്ക് മൂപ്പര് വളരെയധികം ഫേമസ് ആയിരുന്നു കോളേജിൽ. ഇനിയോ, ഹി ലവ്ഡ് ടു ലിസൺ ടു ക്ലാസിക്കൽ മ്യൂസിക്. ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന. ഹി എൻജോയ്ഡ് റീഡിങ് സയൻസ് ഫിക്ഷൻസ്. സയൻസ് ഫിക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്ഷൻസ് എന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസിനാണ് നമ്മൾ ഫിക്ഷൻസ് എന്ന് പറയാം. ഇമാജിനേഷൻ, പ്യുവർ ഇമാജിനേഷൻ ആയിരിക്കും. സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരും കൂടെ വരുന്നുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഈ എൻജോയ്ഡ് റീഡിങ് സയൻസ് ഫിക്ഷൻ. സയൻസ് ഫിക്ഷൻസ് വായിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഹി
പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്പോർട്സ് ടു. മൂപ്പർ സ്പോർട്സിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ തേർഡ് ഇയർ ഹി ടുക്ക് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ്. മൂന്നാമത്തെ വർഷം മൂപ്പർ തിയററ്റിക്കൽ സബ്ജക്ട് ഫിസിക്സ് എടുത്തു. എന്തായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കാൻ എന്ന് വെച്ചാൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് പഠിക്കാൻ തിയററ്റിക്കൽ ഫിസിക്സ് എടുത്തു. ലേറ്റർ ഹി സ്റ്റാർട്ടഡ് ടു ഫേസ് പ്രോബ്ലംസ് ഇൻ ഹിസ് ഹെൽത്ത്. പിന്നീടാണ് മൂപ്പർ പതുക്കെ ഹെൽത്ത് പ്രോബ്ലംസ് മൂപ്പർ ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഹി ബിഗാൻ ടു ഫോൾ. അപ്പോൾ ഏത് വർഷം എന്നൊക്കെ ആലോചിക്കുന്നത്, മൂന്നാമത്തെ ഇയർ അല്ലേ, തേർഡ് ഇയറിൽ ഹി ലേറ്റർ സ്റ്റാർട്ടഡ് ടു ഫേസ് വാട്ട് പ്രോബ്ലംസ് ഇൻ ഹിസ് ഹെൽത്ത് ആൻഡ് ഹി ബിഗാൻ ടു ഫോൾ ഡൗൺ ഫോർ നോ റീസൺ. കാരണം അറിയാതെ താഴേക്ക് വീഴാനൊക്കെ തുടങ്ങി. ഫിസിക്കൽ ഡിഫോർമിറ്റീസ് സ്റ്റാർട്ടഡ് ടു അപ്പിയർ ഇൻ ഹിസ് ബോഡി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടു തുടങ്ങി. ഡിഫോർമിറ്റീസ് കണ്ടു തുടങ്ങി. ആസ് ഹി വാസ് സ്ട്രോങ് ഹി ഡിഡ് നോട്ട് പേ ടു മച്ച് ഇമ്പോർട്ടൻസ് ടു ദിസ്. അദ്ദേഹം നല്ല കരുത്തനായതുകൊണ്ട് ഇതിനെയൊന്നും വക വെച്ചില്ല, വലിയ ശ്രദ്ധ കൊടുത്തില്ല. ഹി ഡിസൈഡഡ് ടു ഡു എ PhD അറ്റ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ദ അതോറിറ്റീസ് ടോൾഡ് ഹിം ദാറ്റ് ഇഫ് ഹി ഗോട്ട് എ റാങ്ക് ഫ്രം ഓക്സ്ഫോർഡ് ഹി കുഡ് ജോയിൻ കാംബ്രിഡ്ജ് ആൻഡ് ഹി ട്രൈഡ് ഇറ്റ് ഫോർ ദ സെയിം. അതോറിറ്റീസ് പറഞ്ഞു, നിനക്ക് കാംബ്രിഡ്ജിൽ അഡ്മിഷനൊക്കെ തരാം, പക്ഷേ PhDക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്നും ഒരു റാങ്കുമായിട്ട് വേണം വരാമെന്ന് പറഞ്ഞു. ബട്ട് ഹി റിസീവ്ഡ് എ ബോർഡർ ലൈൻ റിസൾട്ട് ഫ്രം ഓക്സ്ഫോർഡ്. പക്ഷേ മൂപ്പരുടെ റിസൾട്ട് വന്നപ്പോൾ അത് ആദ്യം നല്ല കോൺഫിഡൻസ് ആയിരുന്നു, പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ മാർക്ക് ബോർഡർ ലൈനിലായിരുന്നു. ഓവിങ് ടു ഹിസ് വിറ്റ് ആൻഡ് കാലിബർ ദ ഇൻ്റർവ്യൂവർ സെലക്ടഡ് ഹിം ഫോർ കാംബ്രിഡ്ജ്. അദ്ദേഹത്തിൻ്റെ വിറ്റും കാലിബറും അറിവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാപ്തിയൊക്കെ കണ്ടിട്ട് ഇൻ്റർവ്യൂവേഴ്സ് അയാളെ ഇൻ്റർവ്യൂ നടത്തി അയാളെ എവിടേക്ക് കൊണ്ടുപോയി, കാംബ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി. ബട്ട് ഹിസ് ഫസ്റ്റ് ഇയർ വാസ് വെരി ബാഡ്. അവിടെയും ഫസ്റ്റ് ഇയർ വളരെ ബാഡായിരുന്നു. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ജനറൽ റിലേറ്റിവിറ്റി. അതിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ജനറൽ റിലേറ്റിവിറ്റി, നമ്മൾ ഐൻസ്റ്റീൻ്റെ അല്ലേ ജനറൽ റിലേറ്റിവിറ്റി ഭയങ്കര ടഫായിരുന്നു അദ്ദേഹത്തിന്. ഹി ബിഗാൻ ടു ഹാവ് ഫിസിക്കൽ വീക്ക്നെസ് ആൻഡ് കുഡ് നോട്ട് ഈവൻ ടൈ ഹിസ് ഷൂസ് പ്രോപ്പർലി. പതുക്കെ അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രോബ്ലംസും വന്നു തുടങ്ങി. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന് ഷൂസിൻ്റെ ലേസ് കെട്ടാൻ പോലും പറ്റാതെയായി. അതൊരു വലിയ സിംറ്റമാണ് അല്ലേ. അതൊരു ഷൂസ് ലേസ് കെട്ടുക എന്നുള്ളത് നിങ്ങൾ നമ്മളെ കോൺസെപ്ഷൻ ഫ്രൂട്ടിലും വായിച്ചിട്ടുണ്ടാവും. ഇൻ 1963 സ്റ്റീഫൻ ഹോക്കിങ്സ് വാസ് ഡയഗ്നൈസ്ഡ് വിത്ത് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. ഇൻ 1963 മൂപ്പരുടെ ആ വർഷം ഓർത്ത് നോക്കുക, ടൈം ലൈൻ ചോദിക്കും ചിലപ്പോൾ. 1963 സ്റ്റീഫൻ ഹോക്കിങ്സ് വാസ് ഡയഗ്നൈസ്ഡ്. അദ്ദേഹത്തിന് ആ രോഗം സ്ഥിരീകരിച്ചു. അസുഖത്തിൻ്റെ പേര് ALS എന്ന് പറയുന്ന അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന അസുഖമാണ്. നിങ്ങൾക്ക് അത് പേര് ഓർമ്മയില്ലെങ്കിൽ ALS എന്നും പഠിച്ചാലും മതി. ALS, ക്യാപിറ്റൽ ALS. ഓക്കെ, 3 ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ഫ്രം ദ ഡോക്ടർ, ഈ വാർത്ത ഡോക്ടറിൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ he went into ഡിപ്രഷൻ. അദ്ദേഹത്തിന് വല്ലാത്ത ഡിപ്രഷനായി, കാരണം വല്ലാത്ത നിരാശയായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഇൻക്യൂറബിൾ ആയിട്ടുള്ള രോഗമാണ് അല്ലേ. ലോകത്തിൽ തന്നെ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമുള്ള രോഗമാണ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോയി. വെൻ ഹി കെയിം ഔട്ട് ഓഫ് ഇറ്റ് ഹി ബിഗാൻ ടു വാല്യൂ ലൈഫ്. ദ ഡോക്ടർ എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഒന്നും മോചിതനായി അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ജീവിതത്തിൻ്റെ മൂല്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദ ഡോക്ടേഴ്സ് പ്രെഡിക്റ്റഡ് ദാറ്റ് ഹി വുഡ് ലിവ് ഫോർ ഓൺലി 2 years. ഡോക്ടേഴ്സ് പ്രവചിച്ചു, പ്രവചിച്ചു എന്ത്, നിങ്ങൾ 2 വർഷത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞു. ബട്ട് ഹിസ് വിൽ പവർ ആൻഡ് പോസിറ്റീവ് സ്പിരിറ്റ് ഡിഡ് മിറാക്കിൾ ഇൻ ഹിസ് ലൈഫ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, വിൽ പവറും അതുപോലെ തന്നെ സ്പിരിറ്റും ഡിഡ് മിറാക്കിൾ ഇൻ ഹിസ് ലൈഫ്, അത്ഭുതങ്ങൾ തീർത്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഹിസ് കണ്ടീഷൻ ഗോട്ട് ഇംപ്രൂവ്ഡ് ഗ്രാജുവലി. പതുക്കെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, നില മെച്ചപ്പെട്ടു തുടങ്ങി. ഓക്കെ, ഓൺ ന്യൂ ഇയർ ഡേ സ്റ്റീഫൻ ഹോക്കിങ്സ് മെറ്റ് ജെയിൻ വൈൽഡ് ഹു ലേറ്റർ ബിക്കം ഹിസ് വൈഫ്. അങ്ങനെ ഒരു ന്യൂ ഇയർ ദിവസം ഡയഗ്നോസിന് മുമ്പേ എന്ന് വെച്ചാൽ ALS വരുന്നതിന് മുമ്പേ അദ്ദേഹം ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഹു ലേറ്റർ ബിക്കെയിം ഹിസ് വൈഫ്. അവരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ
എന്താ പറയുക പാർട്ട്ണറായിട്ട് വരുന്നത്. ഷീ വാസ് അട്രാക്റ്റഡ് ബൈ ഹിസ് വിറ്റ്, ഇൻ്റലിജൻസ്, എക്സെൻട്രിക് നേച്ചർ ആൻഡ് അരഗൻസ്. അവൾക്ക് അദ്ദേഹത്തോടൊരു അട്രാക്ഷൻ തോന്നാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വിറ്റും ഇൻ്റലിജൻസും എക്സെൻട്രിക് നേച്ചർ, കിറുക്കന്മാരുടെ പോലെയുള്ള ഈ ബുദ്ധി കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള പെരുമാറ്റവും അരഗൻസും കുറച്ച് കർക്കശവും എല്ലാം അത് അവൾക്ക് ഇഷ്ടമായിരുന്നു. ഷീ വാസ് അട്രാക്റ്റഡ് ടു ദാറ്റ്. ഷീ ഡിഡ് നോട്ട് കെയർ അബൌട്ട് ഹിസ് ഡിസീസ്. അവൾ അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചിട്ടൊന്നും അങ്ങനെ എന്താ പറയുക വലിയ പ്രശ്നമായിട്ടൊന്നും കണ്ടില്ല. ആസ് ഷീ ഹാഡ് എ സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്, അവൾക്ക് നല്ലൊരു വിശ്വാസമുണ്ടായിരുന്നു ദൈവത്തിൽ. ഷീ തോട്ട് ദാറ്റ് ഗുഡ് കംസ് ടു ദോസ് ഹൂ വുഡ് ഓവർകം ചലഞ്ചസ് ഇൻ ദെയർ ലൈഫ്. ജീവിതത്തിൽ ചലഞ്ചസിനെ നേരിടുന്ന ആളുകളുടെ ജീവിതത്തിലേക്കാണ് നന്മകൾ വരിക എന്നവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഷീ വാസ് എ സ്ട്രോങ് ബിലീവർ ഓഫ് ഗോഡ്. ആ പോയിന്റ് ഓർത്ത് നോക്കുക. ഹെർ ഒപ്റ്റിമിസം ആൻഡ് പോസിറ്റിവിറ്റി മോട്ടിവേറ്റഡ് സ്റ്റീഫൻ. അവളുടെ ശുഭാപ്തി വിശ്വാസവും അതുപോലെ തന്നെ പോസിറ്റിവിറ്റിയും ഹോക്കിങ്സിന് വലിയൊരു ആശ്വാസമായിരുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിന് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു റിസർച്ച് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം അപ്ലൈ ചെയ്തു. ഇൻ 1965 he got married, or they got married, and Stephen got his research fellowship. 65 അതിൽ കല്യാണം കഴിക്കുന്നതും അദ്ദേഹത്തിന് റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുന്നതും അതേ വർഷം തന്നെയാണ്. ഈവൻ തോ both his personal life and career, Stephen was doing so many things successfully, his disease slowly started to upset him. Even though both his personal life and career, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ കരിയറിലും സ്റ്റീഫൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്ന് വെച്ചാൽ വിവാഹമൊക്കെ കഴിച്ചു, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം റിസർച്ചിൽ മുന്നോട്ടേക്ക് സക്സസ്ഫുള്ളി മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തും ഹിസ് ഡിസീസ്, ആ സമയത്തും അദ്ദേഹത്തിൻ്റെ രോഗം സ്ലോലി സ്റ്റാർട്ടഡ് ടു അപ്സെറ്റ് ഹിം. പതുക്കെയാണെങ്കിലും അദ്ദേഹത്തെ നിരാശപ്പെടുത്താൻ തുടങ്ങി. ഹി ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ എ കെയിൻ ഫോർ വാക്കിംഗ്. അദ്ദേഹത്തിന് നടക്കാനിപ്പോൾ ഒരു വടിയുടെ ആവശ്യമുണ്ട്. ഹി സ്റ്റാർട്ടഡ് ടു സ്റ്റാമർ എ ലിറ്റിൽ ബിറ്റ്. ഒരു ചെറുതായിട്ട് അദ്ദേഹം സ്റ്റാമർ ചെയ്യാൻ തുടങ്ങി. സ്റ്റാമർ ചെയ്യാന്ന് പറഞ്ഞാൽ വിക്ക് ഉണ്ടായി തുടങ്ങി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. ബട്ട് ഹി ഡിഡ് നോട്ട് കെയർ അബൌട്ട് ദിസ്. പക്ഷെ അതൊന്നും അദ്ദേഹം വകവെച്ചില്ല. ഹി അറ്റൻഡഡ് സോ മെനി സെഷൻസ് ആൻഡ് മെനി ഫേമസ് സയൻറ്റിസ്റ്റ് കെയിം ടു ഹൂം ഹി ഹാഡ് ആസ്ക്ഡ് സോ മെനി ക്വസ്റ്റ്യൻസ്. അദ്ദേഹം ഒരുപാട് സെഷനുകൾ അറ്റൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെയും ഒരുപാട് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസിൻ്റെയും ഒക്കെ സെഷനുകൾ അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം റിസർച്ച് ഫെല്ലോ ആണല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഒരുപാട് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. മറ്റുള്ള കുട്ടികൾ ചോദിക്കാൻ ധൈര്യപ്പെടാത്ത, കാരണം ഒരു വലിയ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ഭയപ്പെട്ടു നിന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്സ് ധൈര്യപൂർവ്വം എന്ത് ചെയ്തു, ചോദ്യങ്ങൾ ചോദിച്ചു വിട്ടു. Many sessions and many famous scientists came to whom he had asked many questions. Owing to his active participation in these sessions, ഈ സെഷൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് കണ്ടിട്ട് he came to be known as a genius. അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ടായി. എന്താണത്? എ ജീനിയസ്. മൂപ്പരൊരു ജീനിയസ് ആണെന്ന്. ആൻഡ് അനദർ ഐൻസ്റ്റീൻ, മറ്റൊരു പേര് അനദർ ഐൻസ്റ്റീൻ എന്നും കുട്ടികളും ഈ യൂണിവേഴ്സിറ്റിക്കാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. ഇനി ഇൻ 1980, അങ്ങനെ 1980 സ്റ്റീഫൻ ഹോക്കിങ്സ് started to write a book which he published with the aid of his disciple ബ്രെയിൻ വിറ്റ്. അങ്ങനെ 1980 അദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പുസ്തകം എഴുതാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഓക്കെ, ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ എന്താ പറയുക, പബ്ലിഷിങ് കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് പൈസ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് എ ബുക്ക് വിച്ച് ഹി പബ്ലിഷ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ്, അത് പബ്ലിഷ് ചെയ്യുന്നത് തൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ വിറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾ എന്നാണ് പറഞ്ഞത്. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അനുയായി, അതുപോലെ തന്നെ ജീവിക്കുന്ന ആൾ, തന്നെ നോക്കി അതുപോലെ മാതൃകയാക്കി ജീവിക്കുന്ന ആളെ ഡിസൈപ്പിൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ബ്രെയിൻ വിറ്റ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ദ ബുക്ക് വാസ് ടൈറ്റിൽഡ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. പുസ്തകത്തിൻ്റെ പേര് ഇതാണ്. ഇന്നും അല്ലേ കുട്ടികളുടെ കയ്യിലൊക്കെ ഉള്ള എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. സയൻസ് ആസ്പിറൻസിന് ഒരു വലിയ എന്താ പറയുക പുസ്തകമാണ് ഈ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ്
ടൈം എന്ന് പറയുന്ന ബുക്ക്. ദ ബുക്ക് deconstructed the great theories which were propounded by great scientists like Newton and Einstein. In 2005, he revised the book and published an abridged one which inculcated the latest scientific developments. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ബുക്ക് വാസ് ടൈറ്റിൽഡ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ദ ബുക്ക് ഡീകൺസ്ട്രക്റ്റഡ് ദ ഗ്രേറ്റ് തിയറീസ് വിച്ച് were propounded by great scientists like Newton and Einstein. ശരിക്കും ന്യൂട്ടൺ ആൻഡ് ഐൻസ്റ്റീൻ എന്നല്ല പറയേണ്ടത്, ന്യൂട്ടൻ്റെ കാലം മുതലുള്ള അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തങ്ങൾ തിയറീസ് മുതൽ ഐൻസ്റ്റീൻ്റെ തിയറീസ് വരെ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അതാണ് പറയുന്നത്. ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ എന്താ പറയുന്നതെന്ന് അറിയോ? ഈ ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്നുവെച്ചാൽ പണ്ട് മുതലുള്ള നമ്മുടെ ഒരു എന്താ പറയുക ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് ഒരു ചെറിയൊരു രേഖ നമുക്ക് കാണിച്ചു തരികയാണ്. ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള ആളുകളുടെ തിയറീസ് അതിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ തിയറീസ് അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിലാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻ ഹൈജീൻസ് ആണെങ്കിലും ഓക്കെ, അങ്ങനെ ഒരുപാട് തിയറീസ്, ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ തിയറീസ് അതിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ 2005 അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ ഒന്ന് റിവൈസ് ചെയ്തു. ഓക്കെ, അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു അബ്രിജ്ഡ് ഫോം പിന്നെയും ക്രിയേറ്റ് ചെയ്തു. കുറച്ചുകൂടെ എന്താ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് ഒരു പ്രോ വേർഷൻ ഈ പുസ്തകത്തിൻ്റെ അദ്ദേഹം 2005 എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്യുക ചെയ്യുന്നത്. ഏത് പുസ്തകത്തിൻ്റെ? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. പേര് മറക്കരുത്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഓക്കെ, ഇനി in 1984, അങ്ങനെ 1984 സ്റ്റീഫൻ ഹോക്കിങ്സ് വെൻറ്റ് ഫോർ എ ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡ്. സ്റ്റീഫൻ ഹോക്കിങ്സ് സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയി. ഹി കോട്ട് നിമോണിയ ഫ്രം സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് നിമോണിയ പിടിപെട്ടു. ദ ഡോക്ടർ സേവ്ഡ് ഹിസ് ലൈഫ് ബൈ ഡൂയിങ് ട്രാക്കിയോട്ടോമി ഓപ്പറേഷൻ വിച്ച് ദേ റിമൂവ്ഡ് ഹിസ് വിൻ പൈപ്പ് പെർമനൻ്റ്ലി. അപ്പോൾ ഡോക്ടേഴ്സിന് മുമ്പിൽ ഒരു ഓപ്ഷൻ എന്തായിരുന്നു? ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രാക്കിയോട്ടോമി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നടത്തണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും ഈ വിൻഡ് പൈപ്പ് കൂടെ അല്ലെങ്കിൽ വായിലൂടെ മൂക്കിലൂടെ ശ്വസിക്കാൻ കഴിയില്ല. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ഹോൾസ് ഇവിടെ ട്രക്കിയിൽ ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ സംസാരം പിന്നീട് ഒരിക്കലും എന്തില്ല, സാധ്യമാവില്ല എന്നത് ഒരു വലിയൊരു ഓപ്ഷനായി നിന്നു. അപ്പോൾ അത് ഇവർ നമ്മുടെ ജെയിനോട് കൺസൾട്ട് ചെയ്തു. ഒരുപാട് ആശയങ്ങൾക്ക് എന്താ പറയുക, ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ അവരവസാനം എന്ത് ചെയ്തു, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ സമ്മതിച്ചു കൊടുത്തു, സൈൻ ചെയ്ത് കൊടുത്തു. ഡോക്ടേഴ്സ് ആ ഒരു ഓപ്പറേഷൻ നടത്തി. അതോടുകൂടിയിട്ട് മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെയായി, എന്നേക്കുമായിട്ട് സംസാരിക്കാൻ പറ്റാതെയായി. ദ ഡോക്ടേഴ്സ് സേവ്ഡ് ഹിസ് ലൈഫ് ബൈ ഡൂയിങ് ട്രാക്കിയോട്ടോമി ഓപ്പറേഷൻ ഇൻ വിച്ച് ദേ റിമൂവ്ഡ് ഹിസ് വിൻ പൈപ്പ് പെർമനൻ്റ്ലി. വിൻ പൈപ്പ് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. ഇൻഫെക്ഷൻ വന്നതാണ് പ്രശ്നം, ന്യൂമോണിയ ആയപ്പോൾ. സിൻസ് ഹി വാസ് അൺഏബിൾ ടു ടോക്ക്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് നെയിംഡ് വാൾട്ട് വോൾട്ടോസ്, അമേരിക്കക്കാരനാണ്. വാൾട്ട് വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ ഡെവലപ്ഡ് എ അയാൾ പ്രോഗ്രാമറാണ്. ഹി ഡെവലപ്ഡ് എ പ്രോഗ്രാം ആൻഡ് നെയിംഡ് ഇക്വലൈസർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അദ്ദേഹം ഉണ്ടാക്കി. എന്ത് ചെയ്തു? വിച്ച് ഹെൽപ്ഡ് ഹിം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് ആളുകളോട് സംവദിക്കുന്നത് കണ്ടിട്ടില്ലേ? അദ്ദേഹം സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ കമ്പ്യൂട്ടർ നോക്കിയിട്ട് അല്ലേ? അത് വേർഡ് സെലക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു പ്രോഗ്രാമാണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? വാൾട്ട് വോൾട്ടോസ് ആണ്. അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇനിയോ, സ്റ്റീഫൻ കുഡ് ഓവർകം ഓൾ ദ ഹഡിൽസ് ബൈ ഹിസ് ഹാർഡ് വർക്ക്, വിൽ പവർ ആൻഡ് ഇമ്മൻസ് ഫെയ്ത്ത്. സ്റ്റീഫന് ഓവർകം ചെയ്യാൻ സാധിച്ചു. ഓൾ ദ ഹഡിൽസ്, എല്ലാ തടസ്സങ്ങളും, ബൈ ഹിസ് ഹാർഡ് വർക്ക്, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഹാർഡ് വർക്കിലൂടെ, വിൽ പവർ, ഇച്ഛാശക്തിയിലൂടെ, ആൻഡ് ഇമ്മൻസ് ഫെയ്ത്ത്, അധികമായ വിശ്വാസത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും അദ്ദേഹത്തിന് തരണം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു നല്ല ഐഡിയ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ മനസ്സിൽ അതെല്ലാം വെക്കുക, മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, പേപ്പറിൻ്റെ അകത്തേക്ക് ആക്കുക. ഇനി നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇഫ് എന്ന് പറയുന്ന പോയമാണ്. അപ്പോൾ ഇഫ് എന്ന് പറയുന്ന പോയം, ഞാൻ പോയം ആവുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയത്തിലൂടെ ഒന്ന് കടന്നു പോകണം, എന്നിട്ട് അതിൻ്റെ സമ്മറി പറഞ്ഞാൽ മതി. കാരണം പോയംസിൽ നിന്ന് നമുക്ക് ഈ ലൈൻസ് എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ലൈൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം നോക്കുക.
ഇഫ് യു ക്യാൻ, ഇഫ് എന്ന് പറയുന്നത് റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള പോയമാണ്. അതാണ് റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള ഒരു ഡിഡാറ്റിക് പോയമാണ്. ഡിഡാറ്റിക് പോയം എന്ന് പറഞ്ഞാൽ പോയം ടീച്ച് സംതിങ്, ഓക്കെ, ഇൻറ്റൻ ടു ടീച്ച് സംതിങ്, ഒരു ഗുണപാഠമുള്ള, നമ്മളെന്തെങ്കിലും പഠിപ്പിക്കുന്ന പോയമാണ്. ഇനി റുഡ്യാർഡ് കിപ്ലിംഗ് എന്താ പറയുന്നത് നോക്കാം ഇഫിലൂടെ. ശരിക്കും ഇതൊരു where the poet describes the traits of a perfect man. ഒരു പെർഫെക്റ്റ് മാൻ്റെ ട്രേറ്റ്സ്, ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഓതർ പറഞ്ഞു തരുന്നതാണ് ഈ ഇഫ് എന്ന് പറയുന്ന പോയം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പോയമാണ്, ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പോയമാണ്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ്, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് when all about you are losing theirs and blaming it on you. നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എല്ലാ ആളുകളും നിങ്ങളെ കളിയാക്കുന്ന സമയത്ത്, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, ബ്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു, എല്ലാ മനുഷ്യന്മാരും നിങ്ങളെ കുറ്റം പറയുന്ന സമയത്ത്, ഡൗട്ട് ചെയ്യുന്ന സമയത്ത്, സംശയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു, എന്നാൽ അവരുടെ ഡൗട്ടിങ്ങിനെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യണം. മനസ്സിലായില്ലേ? അവരുടെ ഡൗട്ടിങ്ങിനെ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. എന്ന് വെച്ചാൽ എന്നെ ആരും സംശയിക്കാൻ പാടില്ല എന്ന് ബ്ലൈൻഡ് ആയിട്ട് പറയാതെ, എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ സംശയമുണ്ടായി എന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കുകയും വേണം. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്, നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റണം, ക്ഷമയുണ്ടാവണം എന്നർത്ഥം. ഓക്കെ, ആ ക്ഷമ കെട്ടുപോകരുത്. അതാണ് നോട്ട് ടയേർഡ് ബൈ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കാത്തിരുന്നിട്ട് എന്ത് ചെയ്തു പോകരുത്? ക്ഷമ കെട്ടുപോയവരാവരുത്. ഓർ ബീങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, നിങ്ങളെപ്പറ്റി ആളുകൾ കളവ് പറഞ്ഞെന്നിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്തിലേക്ക് പോകരുത്? കളവിലേക്ക് പോകരുത്. ഓർ ബീങ് ഹേറ്റഡ്, നിങ്ങളെ ആളുകൾ വെറുത്തെന്ന് വരാം. ഡോണ്ട് ഗിവ് എവേ ടു ഹേറ്റിംഗ്, എന്നാൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യണ്ട? വെറുക്കണ്ട. വെറുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും വേണ്ട. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്, നിങ്ങൾ ഒരുപാട് നല്ലവരായിട്ട് തോന്നിക്കുകയും ഒരുപാട് നല്ലവരായി സംസാരിക്കുകയും ചെയ്യുകയും അരുത്. മനസ്സിലായില്ലേ? ഒരുപാട് നല്ലവരായി തോന്നിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നല്ലവരായി സംസാരിക്കുകയോ ചെയ്യുകയും പാടില്ല. അത് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, പിന്നീട് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് സ്റ്റാൻസ കഴിഞ്ഞു, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, ഇഫ് യു ക്യാൻ ഡ്രീം, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമെങ്കിൽ, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ആ ഡ്രീംസ് യുവർ മാസ്റ്റർ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഡ്രീംസ് യുവർ മാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇഫ് യു ക്യാൻ ഡ്രീം, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമെങ്കിൽ ഡ്രീം, സ്വപ്നം കണ്ടോ. പക്ഷേ ഡു നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, സ്വപ്നങ്ങളെ നിങ്ങളുടെ അധികാരികളാക്കരുത്, യജമാനന്മാരാക്കരുത്. എന്ന് വെച്ചാൽ സ്വപ്നം കാണാൻ വേണ്ടി മാത്രം ഇരിക്കരുത്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇഫ് യു ക്യാൻ തിങ്ക്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ തിങ്ക്, ചിന്തിച്ചോ. ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം, ചിന്തകളെ നിങ്ങളുടെ ഉദ്ദേശം ലക്ഷ്യമാക്കുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ ചിന്തിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. ഓക്കെ, ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ ചിന്തിക്കുക, യു ക്യാൻ, ബട്ട് ഡോണ്ട് മേക്ക് തിങ്കിങ് യുവർ എയിം. ഇനിയോ, ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ, ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. ട്രിംഫ് എന്ന് പറഞ്ഞാൽ വിക്ടറിയാണ്. ഓക്കെ, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ലൈൻസ് ഇതാണ്. എന്താണ് ഇതിന്റെ മീനിങ്? ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ, നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. വിജയിക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള ആഹ്ലാദമോ പരാജയപ്പെടുന്ന സമയത്ത് അമിതമായിട്ടുള്ള ദുഃഖമോ ഉണ്ടാവരുത്. ഒരു ബാലൻസ്ഡ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം, ആ രണ്ട് ഇമ്പോസ്റ്റേഴ്സിനെയും, എന്താ ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? പ്രിറ്റൻഡേഴ്സിനെയും. ആരാണ് പ്രിറ്റൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ? നാട്യക്കാര്, കപട നാട്യക്കാര്, അതാണ് കറക്റ്റ് വേർഡ് ഇമ്പോസ്റ്റേഴ്സിന്റെ. ഇമ്പോസ്റ്റേഴ്സ് കപട നാട്യക്കാര്, നമ്മളെ പറ്റിക്കുന്നവര്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഇന്ന് വിജയിച്ച ആൾ നാളെ പരാജയപ്പെടാം, ഇന്ന് പരാജയപ്പെട്ട ആൾ നാളെ വിജയിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഒരിക്കലും സ്റ്റേബിൾ അല്ല. ഇന്നലെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ സ്ഥിരത ഇല്ലാത്ത അല്ലെങ്കിൽ കപടനാട്യക്കാരായിട്ടുള്ള വിക്ടറിനെയും അതോ ട്രിംഫിനെയും ഡിസാസ്റ്ററിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ അതിൻ്റെ ചതിപ്പെട്ടു പോകരുത്.
ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ്, ആ രണ്ട് വ്യക്തികളെയും അല്ലെങ്കിൽ ആ രണ്ട് ആളുകളെയും, ട്രിംഫിനെയും ഡിസാസ്റ്ററിനെയും നിങ്ങൾ ജസ്റ്റ് ദ സെയിം, ഒരേപോലെ കാണണം. വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിനെ രണ്ടിനെയും ഒരുപോലെ കാണണം. ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത്, യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയിൽസ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. ശ്രദ്ധിക്കുക, നിങ്ങൾ പറഞ്ഞ ഒരു സത്യം, നിങ്ങൾ പറഞ്ഞ ഒരു ട്രൂത്ത്, ഓക്കെ, ട്വിസ്റ്റഡ് ബൈ നെയിൽസ്, ഡിസോണസ്റ്റ് പേഴ്സൺ, കള്ളന്മാര് എന്ത് ചെയ്യുക, ട്വിസ്റ്റഡ് ചെയ്യുക, വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്, വിഡ്ഢികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു നല്ല സത്യസന്ധമായ കാര്യത്തെ വളച്ചൊടിച്ച് കളവാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടാവണം. അത് കേൾക്കാനുള്ള യു ഷുഡ് ബിയർ ദാറ്റ്, അത് സഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം. ഓക്കെ, ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ, അത് കേൾക്കാനുള്ള ത്രാണി നിങ്ങൾക്ക് ഉണ്ടാവണം. ഏത്? ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, നിങ്ങൾ പറഞ്ഞ സത്യങ്ങളുണ്ടല്ലോ, ട്വിസ്റ്റഡ് ബൈ ദ നെയിൽസ്, ഡിസോണസ്റ്റ് പേഴ്സൺസ്, അത് വളച്ചൊടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്, അത് കേൾക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവണം. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ, നിങ്ങൾ ജീവൻ കൊടുത്ത് നിർമ്മിച്ച, നിങ്ങളുടെ ജീവൻ കൊടുത്ത് നിർമ്മിച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയുസ് മുഴുവനും പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം, ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം എന്ത് ചെയ്യുക, ബ്രോക്കൺ, തകർന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആൻഡ് സ്റ്റൂപ്പ്, കുനിഞ്ഞു നിൽക്കണം. ആൻഡ് ബിൽഡ് ദം വിത്ത് വേൺ ഔട്ട് ടൂൾസ്, നിങ്ങളുടെ കയ്യിലുള്ള ആ പഴയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്, നിങ്ങളുടെ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആ തകർന്നു പോയതിൻ്റെ മേലെ നമ്മൾ കരഞ്ഞ് ഇരിക്കുകയല്ല വേണ്ടത്, അല്ല ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? അതിൻ്റെ മേലെ നമ്മൾ പിന്നെയും പണിയെടുക്കണം. ഓക്കെ, ആ പഴയ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യണം എന്നതാണ് ആ രണ്ട് ലൈനിൻ്റെ പിന്നെ ലൈൻസ് ഒന്നുകൂടെ വായിക്കാം. ഓർ വാച്ച് ദ തിങ്സ് you gave your life to, broken and stoop and build them up with worn out tools. worn out tools കൊണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് വീണ്ടും ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. if you can make one heap of all your winnings and risk it on one turn of pitch and toss. pitch and toss എന്ന് പറഞ്ഞൊരു ഗെയിമാണ് അല്ലേ, ഈ ലോസ് ഓർ വിൻ എന്ന് പറയുന്നത്. ഇനി ഇഫ് യു ക്യാൻ മേക്ക് ദ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്, നിങ്ങളുടെ എല്ലാ വിജയിച്ച സമ്പാദ്യങ്ങളും എടുത്ത് കൂട്ടി വെക്കാനും, ആൻഡ് റിസ്ക് ഇറ്റ്, അത് റിസ്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റണം? ഓൺ വൺ ടോസ് ഓഫ് പിച്ച് ആൻഡ് ടോസ് എന്ന് വെച്ചാൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്ന് വെച്ചാൽ നമ്മുടെ സമ്പാദ്യം അത് അടക്കി വെച്ച് പൂട്ടി വെച്ച് ഇരിക്കുകയല്ല വേണ്ടത്, അതെടുത്ത് വിനിയോഗിക്കാൻ നിങ്ങൾ പഠിക്കണമെന്നർത്ഥം. അതെടുത്ത് ബിസിനസ്സിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കണം നിങ്ങളെന്നർത്ഥം. ആൻഡ് ലൂസ്, ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിലോ, ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്, വീണ്ടും തുടങ്ങുക, തുടക്കത്ത് മുതൽ, ആദ്യം എ മുതൽ വീണ്ടും തുടങ്ങുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്, നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്ത് ചെയ്യരുത്, പറയുകയും ചെയ്യരുത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിനിയു, നിങ്ങൾക്ക് സംതിങ് ഗീവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് എന്നാണ് ഈ സിനിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇവിടെ ശരിക്കും അത് നമ്മുടെ ബോഡിയെയാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് ബോഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെയും ഞരമ്പുകളെയും നിങ്ങളുടെ സിനിയുവിനെയും ഒക്കെ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെയും ഒക്കെ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത്, ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ, എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇച്ഛാശക്തി മാത്രമാണുള്ളത്, ആ സമയത്ത് നിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കുമെങ്കിൽ. And so hold on when there is nothing in you except the will which say to them hold on. നിങ്ങളുടെ ഉള്ളിൽ ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കാൻ പറയുന്ന നിങ്ങളുടെ വിൽ പവർ മാത്രമുള്ള സമയത്തും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും പോയി, എല്ലാ സമ്പാദ്യവും പോയി, ആ സമയത്തും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. ലാസ്റ്റ് സ്റ്റാൻസ, if you can talk with crowds and keep your virtue. If you can talk with crowds, നിങ്ങൾക്ക് ക്രൗഡ്സിനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് കീപ് യുവർ വെർച്യു, നിങ്ങളുടെ നന്മ സൂക്ഷിച്ചു വെച്ച്, നിങ്ങളുടെ നന്മ കൈവിടാതെ നിങ്ങൾക്ക് ക്രൗഡിനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓർ വാക്ക് വിത്ത് കിങ്സ്, നിങ്ങൾക്ക്
രാജാക്കന്മാരുടെ കൂടെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സിംബോളിസം ആണത്. ഓർ നോർ ലൂസ് ദ കോമൺ ടച്ച്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ക്രൗഡിൻ്റെ കൂടെ നിങ്ങൾ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ പീപ്പിളിൻ്റെ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നന്മ കൈവിടാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ കൂടെ, അതാണ് കിങ്സ് എന്ന് പറയുന്നത്, അതോറിറ്റീസിൻ്റെ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ആരെ വിസ്മരിച്ചു പോകരുത്? കോമൺ ടച്ചിനെ വിസ്മരിച്ചു പോകരുത്. പാവപ്പെട്ട ആളുകളെ നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. നിങ്ങൾ വലിയ പദവികളിലെത്തുന്ന സമയത്ത് പാവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇനി പാവങ്ങളുടെ കൂടെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ നന്മ കൈവിടാതിരിക്കാനും ശ്രമിക്കണം. ഇഫ് നൈദർ ഫോഴ്സ് നോർ യുവർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിമീസ് ആണ്. നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങളുടെ മിത്രങ്ങൾക്കോ നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കരുത്. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്, മെറ്റഫറും ഉണ്ട് ഉപയോഗിച്ചിരിക്കുന്നു. അൺഫോർഗിവിംഗ് മിനിറ്റ് 60 seconds എന്നൊക്കെ പറയുന്ന പേഴ്സോണിഫിക്കേഷൻ ആണ്, മെറ്റഫറാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സമയത്തിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ യുവേഴ്സ് ഇസ് ദ എർത്ത്, നിൻ്റെതാണ് മോനെ ഈ ഭൂമി. ആൻഡ് എവ്രിതിങ് ഇൻ ദാറ്റ് ഇറ്റ് ഇസ്, അതിൻ്റെ അകത്തുള്ള എല്ലാം നിൻ്റെതാണ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? യെസ്, ഓവർ എക്സാജറേഷൻ, ഹൈപ്പർബെല്ലയാണ്. ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ, അതിനപ്പുറത്തേക്ക് നീ ഒരു മനുഷ്യനായി മാറും. മൈ സൺ, എൻ്റെ മോനെ നീ ഒരു വലിയ മനുഷ്യനായിട്ട് മാറുമെന്ന് പറയുന്നു. ഇനി ഇത്രയാണ് നമ്മുടെ ഇഫ് എന്ന് പറയുന്ന പോയം. ഇനി ഞാൻ അതിൻ്റെ ഇതിലേക്ക് വരാം, അതിൻ്റെ ഒരു സമ്മറിയിലേക്ക് വരാം. അപ്പോൾ ഈ സമ്മറി ഒന്ന് കേൾക്കുക. പോയം ലൈൻസ് ഒക്കെ ലൈൻ ബൈ ലൈൻ ഒക്കെ മനസ്സിലായി. ഇഫ് ഈസ് എ ഡിഡാറ്റിക് പോയം ഓൺ ദ സ്പെസിഫിക് ട്രെയ്റ്റ്സ് ഓഫ് ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡറിൻ്റെ സ്പെസിഫിക് ട്രെയ്റ്റ്സ് കാണിക്കുന്ന ഒരു പോയമാണ് ഇത്. ഒരു നല്ല ലീഡർ ആവാൻ, നല്ല സിറ്റിസൺ ആവാൻ വേണ്ടുന്ന സ്പെസിഫിക് ട്രെയ്റ്റ്സ്, ക്വാളിറ്റീസ് കാണിക്കുന്ന ഒരു ഡിഡാറ്റിക് പോയമാണ്, ഒരു മെസ്സേജ് നൽകുന്ന പോയമാണ് ഇത്. ഇഫ് through a series of paradoxes, Kipling tells his son how the middle path, a golden mean in everything, will serve as the secret key to this world and everything in it. The poem exhorts the reader to be patient, honest, and straight, especially when faced with opposition and temptation, to act in less virtuous manner. പോയം റീഡറിനോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ക്ഷമയുള്ളവരാവണം, സത്യസന്ധരാവണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആവണം. പ്രത്യേകിച്ചും എപ്പോൾ നിങ്ങളുടെ എതിർകക്ഷികൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സമയങ്ങളിൽ, തിന്മയിലേക്ക് അല്ലെങ്കിൽ തിന്മയിൽ അധിഷ്ഠിതമായിട്ട് അവർ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സമയത്ത്, നിങ്ങളെ എന്താ പറയുക ടെംപ്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും ആ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പേഷ്യൻ്റ് ഉള്ളവരാവണം, ഹോണസ്റ്റ് ആവണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആവണം. ഓക്കെ, ഇനി ഹി മേ ഹാവ് ടു ഫേസ് ക്രിറ്റിസിസം. അവന് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാവാം. ക്രിറ്റിസിസം, ഒപ്പോസിഷൻ, ലൈസ്, ഒപ്പോസിഷൻസ് ഉണ്ടാവും, ലൈസ് ഉണ്ടാവും, കളവ് പറയുന്നുണ്ടാവും, ആൻഡ് ഹേറ്റ്രഡ്, വെറുപ്പും ഉണ്ടാവും. വെൻ അതേഴ്സ് ബ്ലെയിം ഹിം, മറ്റുള്ളവർ അവരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, ഹി മസ്റ്റ് നൈദർ ലൂസ് ഹാർട്ട്, അവൻ്റെ ഹൃദയം അവന് നഷ്ടപ്പെട്ടു പോകരുത്, ആൻഡ് റിറ്റാലിക് ദ സെയിം വേ, അവൻ അതുപോലെ തിരിച്ചവരോട് പറയുകയും ചെയ്യരുത്. ഹി മസ്റ്റ് റിമെയിൻ കോൺഫിഡൻറ്റ് ആൻഡ് ബിലീവ് ഇൻ ഹിംസെൽഫ്, അവൻ അവൻ്റെ കോൺഫിഡൻസ് മുറുകെ പിടിച്ച്, അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് നിൽക്കണം. യെറ്റ് ഹി മസ്റ്റ് ഡു ദിസ് ബെസ്റ്റ് ടു yet he must do his best to see the grounds for others doubting him. അവൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് അവൻ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ ഡൗട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ആളുകൾ എന്നെ ഡൗട്ട് ചെയ്യുന്നു എന്നതും അവൻ മനസ്സിലാക്കണം. In all things he must hold on to his strength of character, morals, and to his values. Yet
he must not look too good or too wise. അവൻ എപ്പോഴും അവൻ്റെ സ്ട്രെങ്ത് ഏരിയാസ് ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത് ഏരിയാസും മോറൽസ് വാല്യൂസ് ഒക്കെ മുറുകെ പിടിച്ചു വേണം അവൻ എന്ത് ചെയ്യാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും അവൻ വല്ലാതെ നല്ലവനായിട്ടോ ഒരുപാട് വൈസ് കാര്യങ്ങൾ പറയുന്നതായിട്ടോ തോന്നരുത്. He also says that അയാൾ ഇങ്ങനെ കൂടെ പറയുന്നു that we have to face success and failure alike. നമ്മൾ സക്സസിനെയും ഫെയിലിയറിനെയും ഒരുപോലെ നമ്മൾ കാണാമെന്ന് അദ്ദേഹം പറയുന്നു. Sometimes he may even have to risk the fruits of lifetime stall, lose everything and start anew when nothing but sheer willpower remains. ജീവിതത്തിൻ്റെ മാധുര്യം അല്ലെങ്കിൽ ഫലങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അന്നേ വരെ സമ്പാദിച്ചു വെച്ച എല്ലാ സാധനങ്ങളും പണയം വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസ്സിലേക്കോ കാര്യങ്ങളിലേക്കോ ഇറങ്ങേണ്ടി വരും. അവിടെ നമുക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ തളർന്നു പോകല്ല വേണ്ടത്, നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉയർന്നു വരണം. സ്റ്റിൽ ഹി മസ്റ്റ് ഹോൾഡ് ഓൺ. വെൻ ഇറ്റ് കംസ് ടു പീപ്പിൾ ഹി മസ്റ്റ് ബി ഏബിൾ ടു വാക്ക് വിത്ത് ദ കിങ്സ് ആൻഡ് ടോക്ക് വിത്ത് ദ ക്രൗഡ്സ് ആൻഡ് ഡു നോട്ട് ലൂസ് ദ കോമൺ ടച്ച്. ഇനി ആളുകളുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവന് കിങ്സിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനും ക്രൗഡിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനും സാധിക്കണം. പക്ഷെ രണ്ടു സമയത്തും അവന് കോമൺ ടച്ച് വിട്ടുപോകരുത്, വെർച്യു നഷ്ടപ്പെട്ടു പോകരുത്. ഓൾ മെൻ ഷുഡ് ബി ഗിവൺ ദെയർ ഡ്യൂ യെറ്റ് നോ വൺ ടു മച്ച്. എല്ലാവർക്കും അവർക്ക് പരിഗണന കൊടുക്കണം, പക്ഷെ ആർക്കും കൂടുതൽ കൊടുക്കരുത്. അവരോടും ആർക്കും കൂടുതൽ വിശ്വാസം ഉണ്ടാക്കരുത്. എന്നുവെച്ചാൽ ഒരുപാട് അവനിൽ നിന്നും ആളുകൾ എക്സ്പെക്ട് ചെയ്യരുതെന്ന്. യെറ്റ് നൺ ടു മച്ച്. He should remain upright so that he won't be swayed or hurt by friends or foes. ശത്രുക്കൾക്കോ ഫ്രണ്ട്സിനോ അവനെ വേദനിപ്പിക്കാൻ സാധിക്കരുത്. Praise of strong work ethic is echoed throughout the poem. Praise of strong work ethic is echoed throughout the poem as is warning against idleness. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള വർക്ക് എത്തിക്സ് ആണ് ഈ പോയത്തിൻ്റെ അകത്ത് പറയുന്നത്. വെറുതെ ഇരിക്കുന്നതിനെ കുറിച്ച് ആളുകൾക്കുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള വാർണിംഗും കൂടെയാണത്. ദ പോയം ഓൾസോ പ്ലേസസ് ഹയർ വാല്യൂ ഓൺ ദ എബിലിറ്റി ടു ആക്ട് ദാൻ ഓൺ ദ എബിലിറ്റി ടു ഡ്രീം ആൻഡ് ഫിലോസഫൈസ്. എല്ലാ കാര്യങ്ങളെയും ഒരു ഫിലോസഫൈസ് ചെയ്ത് എല്ലാം സ്വപ്ന ലോകത്ത് നിന്നുകൊണ്ട് കാണുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടെയാണ് ഈ പോയം എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ പോയം ക്ലിപ്ലിംഗ് സ്ട്രെസ്സസ് ഓൺ ദ ആക്ഷൻ വിത്തൗട്ട് ഡിസയർ, equanimity, humility and uprightness, and stresses that we have the right to perform your actions but are not entitled to the fruits of the actions. നമുക്ക് പോയത്തിലുടനീളം അദ്ദേഹം പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ, മൂല്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ ബലം ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അവിടെ നമ്മൾ തളർന്നിരിക്കുകയല്ല വേണ്ടത്, ഈ നന്മ വിട്ടിട്ട് പോവുകയുമല്ല വേണ്ടത്. നന്മയിൽ അധിഷ്ഠമായ ജീവിതം നയിക്കുക. ഫലം എന്താവുമെന്ന് നമ്മൾ എന്ത് ചെയ്യാം? കാത്തിരുന്ന് കാണാം. ഫലം നിങ്ങളുടെ എന്താണ്? ഒരു പെർഫെക്റ്റ് സിറ്റിസൺ ആയി മാറുക എന്നുള്ളതാണ്. അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അത് വന്നു ചേരലാണ് എന്നാണ് അദ്ദേഹം പോയത്തിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് 5th ചാപ്റ്റർ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മളൊരു മാരത്തോൺ അല്ലേ ക്ലാസ്, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിനും സമ്മറീസൊക്കെ ഒന്ന് കേൾക്കുക, അതിനുള്ള ക്ഷമ കാണിക്കുക. പിന്നെന്താണ്, ഇന്നലത്തെ ഒരു റിവിഷൻ ഉണ്ടായിരുന്നു 2 മണിക്കൂർ, അത് കാണുക. കെ സിദ്ധാർത്ഥ് ബാക്കി പോസിറ്റീവായിട്ട് കാണുക. മോഡൽ എക്സാമിൻ്റെ മാർക്കൊന്നും കണക്കാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ വരാൻ പോകുന്ന എക്സാം, നാളത്തെ എക്സാം ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, വൺസ് ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റിലേക്കൊന്നും എത്തിക്കേണ്ട കാര്യങ്ങളെ, കാരണം വേറെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മാർക്ക് കൊണ്ടുപോകാൻ പറ്റണം. കൂടുതൽ കിട്ടുകയാണെങ്കിൽ 3 സബ്ജക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു 3 നമുക്ക് പഠിക്കാനൊന്നും കഴിയില്ല. വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനും റിസൾട്ടിനും ഇടയിൽ.
അപ്പോൾ അത് ഒരു സബ്ജക്റ്റൊക്കെ എടുത്തിട്ട് വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ അതിന് സയൻസ് സബ്ജക്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്സ് സബ്ജക്ട്സോ ഒക്കെ ഉപയോഗിക്കുക. ഇംഗ്ലീഷ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഏറ്റവും നല്ല മാർക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരിക്കും ഏതിനേക്കാളും, ഈ ഫസ്റ്റ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാളും. അപ്പോൾ അതിലൊന്നും ഒക്കെ നമ്മളെ പോസിറ്റീവാണ് ഈ കാര്യം, ഫസ്റ്റ് എക്സാം. സോ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് മാറി നിൽക്കണ്ട. ഇപ്പോൾ ആണ് നമ്മുടെ സമയം. പല ആളുകളുടെയും പ്രശ്നം ക്ഷമയില്ല എന്നുള്ളതാണ്. കേട്ടിരിക്കാനോ അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അല്ലേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ നമ്മളെ +2 പാസ്സായ കുട്ടികളുടെ റിസൾട്ട് കുറച്ച് വൈകിട്ടായിരുന്നു വന്നത്, +1 റിസൾട്ട് അല്ലേ. നല്ല ടൈറ്റ് വാല്യുവേഷൻ ആയിരുന്നു കേട്ടോ, ടൈറ്റ് വാല്യുവേഷൻ ആയിരുന്നു. മാർക്ക് കുറേ ആളുകൾ കുറവാണ്. ഇത്തവണയും മോഡൽ എക്സാം പബ്ലിക് എക്സാമിന് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് കുറവാണ്. അത് അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പം. കെമിസ്ട്രി ആൻഡ് ഇംഗ്ലീഷാണ് ഫോക്കസ്ഡ്. സോ അതും കൂടെ മനസ്സിൽ വെക്കുക. നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ടല്ല, കുറച്ചുകൂടെ നമ്മൾ ഉഷാറായിട്ട് പഠിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ്. ആകെ 2-3 ദിവസം കൂടെ ഉള്ളൂ ഇനി പരീക്ഷ, 2 ദിവസം കൂടെ ഉള്ളൂ അല്ലേ. ആ ദിവസം കൂടെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നിങ്ങൾക്ക് എവിടേക്ക് പോവാം, +2 ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, റിസൾട്ടിന് ശേഷമല്ലേ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. അതൊരു സാധാരണ കോവിഡ് ആയപ്പോഴാണ് കുറച്ച് ലാഗായത്. സാധാരണ അതൊരു ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളറിയും. ഓണം വെക്കേഷന് മുമ്പേ ആയിട്ടൊക്കെ നമുക്ക് റിസൾട്ട്സ് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം എക്സാം തന്നെ ലേറ്റ് ആയിട്ടാണല്ലോ, കുറച്ചുകൊണ്ട് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കാം എന്ത് വരാം, റിസൾട്ട് വരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹാഫ് ഇയർലി ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ലാബ് ഉണ്ടാവും, എല്ലാത്തിൻ്റെ ഇടയിലായിരിക്കും എക്സാമും വരുന്നുണ്ടാവും. സോ ഡോണ്ട് കീപ് തിങ്സ് ടു ദേ. അവിടേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ മാറ്റി വെക്കരുത്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഈ ചാപ്റ്റർ എന്താ നോക്കാം. Jawaharlal Nehru writes about the timely arrival of Gandhi to Indian politics in his book Discovery of India. എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാപ്റ്ററിൽ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ഒരു വരവ്, ഇന്ത്യയിലേക്കുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് കൃത്യമായിട്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഹി എംഫസൈസസ്, അദ്ദേഹം ഊന്നി പറയുന്നു, ദ ഡൈനാമിക് ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജിയുടെ ഡൈനാമിക് ലീഡർഷിപ്പിനെ കുറിച്ച് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ഹി ഡിസ്ക്രൈബ്സ് ഗാന്ധിജി ആസ് എ ബീം ഓഫ് ലൈറ്റ്. അദ്ദേഹം ഗാന്ധിജിയെ വരച്ച് കാണിക്കുന്നത് ഒരു വെളിച്ചത്തിൻ്റെ പ്രകാശ രശ്മിയെ പോലെയാണ്, അല്ലെങ്കിൽ ബീം ഓഫ് ലൈറ്റ് ആയിട്ടാണ്. ദാറ്റ് റിമൂവ്ഡ് ദ ഡാർക്ക്നെസ്. ആ വെളിച്ചം ഈ മുഴുവനും ആളുകളുടെയും ഇരുട്ടിനെ ഇല്ലാതെയാക്കി. ഓക്കെ, ഇന്ത്യക്കാർക്ക് മുഴുവനും ബാധിച്ചിരുന്ന ആ ഇരുട്ടിനെ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. നെഹ്റു തസ് മേക്സ് ദ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജിയുടെ കൃത്യമായിട്ടൊരു അസസ്മെൻറ്റ് നടത്തുകയാണ് അവിടെ നെഹ്റു. വെൻ ദ ഫസ്റ്റ് വേൾഡ് വാർ കെയിം ടു ആൻ എൻഡ്, പീപ്പിൾ എക്സ്പെക്റ്റഡ് പീസ്, റിലീഫ് ആൻഡ് പ്രോഗ്രസ്, ബട്ട് ഇറ്റ് ബ്രോട്ട് റിപ്രസീവ് റൂൾ ആൻഡ് മാർഷ്യൽ ലോ. വെൻ ഫസ്റ്റ് വേൾഡ് വാർ കെയിം ടു ആൻ എൻഡ്, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത്, ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് പീപ്പിൾ ആഗ്രഹിച്ചത് എന്താണ്? വാർ കഴിഞ്ഞാൽ ആളുകൾ ആഗ്രഹിക്കുക സമാധാനമാണ് അല്ലേ. ആളുകൾ സമാധാനം ആഗ്രഹിച്ചു, ഇന്ത്യക്കാരും ആഗ്രഹിച്ചു, റിലീഫ് ആഗ്രഹിച്ചു, പുരോഗതി ആഗ്രഹിച്ചു. ബട്ട് ഇറ്റ് ബ്രോട്ട് റിപ്രസീവ് റൂൾ ആൻഡ് മാർഷ്യൽ ലോ. എന്നാൽ ഇന്ത്യയിൽ സംഭവിച്ചത് അടിച്ചമർത്തപ്പെടുന്ന നമ്മൾ പറഞ്ഞത്, ബട്ട് ഇറ്റ് ബ്രോട്ട് റിപ്രസീവ് റൂൾ, അടിച്ചമർത്തപ്പെടുന്ന നിയമ സംവിധാനങ്ങളാണ് പിന്നീട് ഉണ്ടായത്. പീപ്പിൾ ഫെൽ ദാറ്റ് ദേ വേർ ബീങ് ഹ്യൂമിലിയേറ്റഡ്. ആളുകൾക്ക് തോന്നി അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നത് പോലെ. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ബിക്കെയിം അൺഎംപ്ലോയിഡ്. ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡായി. പീപ്പിൾ വേർ ഇൻ ഗ്രേറ്റ് കൺഫ്യൂഷൻ. ആളുകൾക്ക് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടായി. ദേ ഡിഡ് നോട്ട് നോ ഹൗ ടു ഫ്രീ ഇന്ത്യ ഫ്രം പോവർട്ടി ആൻഡ് മിസറി. അവർക്കറിയില്ലായിരുന്നു ഇന്ത്യയെ എങ്ങനെയാണ് പോവർട്ടിയിൽ നിന്നും മിസറി, ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റേണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് അറ്റ് ദിസ് ക്രിട്ടിക്കൽ പീരീഡ് ദാറ്റ് ഗാന്ധിജി കെയിം. ഇങ്ങനെ ഒരു സമയത്താണ്, ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഗാന്ധിജിയുടെ വരവ്. ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. അതൊരു പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ പോലെയാണ് ഗാന്ധിജി വന്നത്. ഇറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് ദ പവർ പീപ്പിൾ ആൻഡ് ഹി ടോട്ട് ദ ലെസൺസ് ഓഫ് ഫിയർലെസ്നെസ് ആൻഡ് വയലൻസ്. ഓക്കെ,
അദ്ദേഹം ആളുകളെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഹി ടോട്ട് ദ ലെസൺസ് ഓഫ് ഫിയർലെസ്നെസ്. ആദ്യം പഠിപ്പിക്കുന്ന കാര്യം ഫിയർലെസ്നെസ് ഉണ്ടാവുക, ഭയം വേണ്ട, ആൻഡ് നോൺ വയലൻസ്. എന്താ നോൺ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ഇല്ലാത്ത അവസ്ഥ അല്ലേ? വയലൻസ് ഇല്ലാത്ത ആ ഒരു എന്താണ് അതിന് പറയാം മലയാളത്തിൽ? നോൺ വയലൻസ്. എന്താണ് വയലൻസ് ഇല്ലാത്ത അവസ്ഥ, ആക്രമിക്കാതിരിക്കുക, ഫിയർലെസ്നെസ്, ഭയമില്ലാത്ത അവസ്ഥ. ഗാന്ധിജി വാസ് ആൻ ഓർഡിനറി മാൻ, ഹി വാസ് വൺ അമംഗ് അസ്. ഗാന്ധിജി ഒരു സാധാരണ മനുഷ്യനായിരുന്നു, നമ്മളിൽ ഒരാളായിരുന്നു. ഹി എക്സോർട്ടഡ് ദ പീപ്പിൾ ടു സ്റ്റോപ്പ് ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. ആദ്യം അദ്ദേഹം ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ ചൂഷണത്തിന് വിധേയരാവാതിരിക്കുക, നിങ്ങൾ ആളുകളെ ചൂഷണം ചെയ്യാതിരിക്കുക. ഹിസ് ടീച്ചിങ് ഇൻസ്റ്റിൽഡ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൽ പ്രതിപാദിച്ചിരുന്ന കാര്യങ്ങൾ ഒന്ന് ഫിയർലെസ്നെസ് ആണ്, മറ്റൊന്ന് ട്രൂത്ത് ആണ്. മെയിൻ ആണിക്കല്ലുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഒന്ന് ഭയം വേണ്ട, സത്യത്തെ മുറുകെ പിടിക്കുക. ഹി വർക്ക്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ കോമൺ മാൻ. അദ്ദേഹം പ്രവർത്തിച്ചത് കോമൺ മാൻ, ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. വെൻ ഗാന്ധിജി ബിക്കേം ദ ലീഡർ ഓഫ് ദ പീപ്പിൾ, ഫിയർ വാസ് ഡിസപ്പിയർഡ് ടു എ ലാർജ് എക്സ്റ്റെൻഡ്. ഗാന്ധിജി ആളുകളുടെ നേതാവായതോടു കൂടിയിട്ട് ആളുകളുടെ ഇടയിൽ നിന്നും ഭയം എന്ന് പറയുന്നത് ഒരു വലിയ തോതിൽ അങ്ങോട്ട് ഇല്ലാതെയായി. ട്രൂത്ത് ഫോളോഡ് ഫിയർലെസ്നെസ്. അങ്ങനെ ഫിയർ പോയപ്പോ, ഭയം പോയപ്പോ തുടർന്ന് വന്നത്, അല്ലെങ്കിൽ ഭയത്തിന്റെ പിറകെ വന്ന ആള് ആരാണ്? ഭയം പോയപ്പോൾ പിന്നെ വന്നത് ട്രൂത്താണ്. ആളുകളുടെ ഉള്ളിൽ സത്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി തുടങ്ങി. ഇറ്റ് വാസ് ലൈക്ക് എ സൈക്കോളജിക്കൽ ചേഞ്ച്. അതൊരു സൈക്കോളജിക്കൽ ചേഞ്ച് ആയിരുന്നു. ദർ വാസ് എ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ. അവിടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിയാക്ഷനും കൂടെ ഉണ്ടായി. പീപ്പിൾ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ബീയിങ് അണ്ടർ ഫോറിൻ റൂൾ. ആളുകൾക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായപ്പോൾ, സൈക്കോളജിക്കലായിട്ടുള്ള റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ നിന്നും ഭയം പോയി സത്യം വന്നു. സത്യം വന്നപ്പോഴാണ് ആളുകൾക്ക് ഒരു ഷെയിം ഉണ്ടാവുന്നത്. ശരിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ വന്ന ഈ അധിനിവേശക്കാരുടെ അടിമകളായി നമ്മൾ ജീവിക്കേണ്ടവരാണോ? അയ്യേ, എന്തൊരു ലജ്ജാകരമാണ് എന്നവർ ബോധ്യപ്പെട്ടു. പീപ്പിൾ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ബീയിങ് അണ്ടർ ഫോറിൻ റൂൾ. Here came a need in the minds of the people to throw away the foreign rule. അവിടെയാണ് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത്, എങ്ങനെയെങ്കിലും ഇവന്മാരെ കെട്ടുകെട്ടിക്കണം, ഈ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കണമെന്ന് അവർ ഉറപ്പിച്ചു. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ്. ഈ ലോകത്തിലെ ഇന്ത്യയിലെ 10,000-കണക്കിന് ആളുകളെ ഗാന്ധിജി എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് ചെയ്തു പല അളവിൽ. എന്ന് വെച്ചാൽ ചില ആളുകൾ കംപ്ലീറ്റ്ലി, ചില ആളുകളെ കുറച്ച്, ചില ആളുകളെ തീരെ കുറഞ്ഞ് എന്ന രീതിയിൽ പല അളവിൽ ആളുകളെ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തു, സ്വാധീനിച്ചു. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി അറ്റ് ദ സിറ്റുവേഷൻ. സം പീപ്പിൾ വർ റെഡി ടു കോംപ്രിഹെൻഡ് ദ ചേഞ്ച്. ചില ആളുകൾ അടിമുടി മാറാൻ തീരുമാനിച്ചു. അതേഴ്സ് വർ നോട്ട് റെഡി ടു ഹാവ് എ ടോട്ടൽ ചേഞ്ച്. ചില ആളുകൾ അങ്ങനെ അടിമുടിയൊന്നും മാറുന്നില്ല, ചെറിയ മാറ്റങ്ങൾക്ക് വിധേയരായി. അറ്റ് ദിസ് ടൈം ഗാന്ധിജി കെയിം വിത്ത് എ ടു ഫോൾഡ് ആക്ഷൻ. ആ സമയത്താണ് അദ്ദേഹം ഒരു ടു ഫോൾഡ് ആക്ഷനുമായിട്ട് വരുന്നത്. എന്താ ടു ഫോൾഡ് ആക്ഷൻ? ഓർമ്മയിൽ ഉണ്ടാവണേ. ടു ഫോൾഡ് ആക്ഷൻ. One was to challenge and resist the foreign rule, and the other was to fight against our social evils. ഒന്ന് നമ്മുടെ ഗാന്ധിജിയുടെ ഡബിൾ ഫോൾഡ് അല്ലെങ്കിൽ ടു ഫോൾഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ബ്രിട്ടീഷുകാരുടെ സമരം ചെയ്യുക, രണ്ട് നമുക്കിടയിലുള്ള അനാചാരങ്ങൾ, സതി പോലെയുള്ള അനാചാരങ്ങൾ, സോഷ്യൽ ഈവിൾസ്, അൺടച്ചബിലിറ്റി പോലുള്ള അനാചാരങ്ങളോട് എന്ത് ചെയ്യുക? പടപൊരുതുക. ഇതാണ് ടു ഫോൾഡ് ആക്ഷൻസ്. At this time, the fundamental objective of the Congress was to attain political freedom. എന്നാൽ ആ സമയത്ത് കോൺഗ്രസിന്റെ ഫണ്ടമെന്റൽ എയിം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫ്രീഡം എങ്ങനെ നേടാന്നുള്ളതാണ്. ഗാന്ധിജി ഡബിൾ ഫോൾഡ് ആയിരുന്നു. ഫ്രീഡം നേടലും എന്തുണ്ടായിരുന്നു? സോഷ്യൽ ഈവിൾസിനോട് ഫൈറ്റ് ചെയ്യലും ഉണ്ടായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ഗാന്ധിജീസ് ഇൻഫ്ലുവൻസ്, അങ്ങനെ ഗാന്ധിജിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് സെവറൽ പീപ്പിൾ വർ റെഡി ടു ഗിവ് അപ്പ് ദെയർ ടൈറ്റിൽസ്. ഒരുപാട് ആളുകൾ അവരുടെ ടൈറ്റിൽസ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിച്ചു. പീപ്പിൾ ഡിഡ് നോട്ട് റെസ്പെക്ട് ബ്രിട്ടീഷ് ടൈറ്റിൽസ്. ആളുകൾക്ക് ഒരു ബഹുമാനം ഇല്ലാതായി. ബ്രിട്ടീഷ് ടൈറ്റിൽസിനോടൊന്നും ആളുകൾക്ക് ഒരു കമ്പമില്ലാതെയായി. ന്യൂ വാല്യൂസ് ആൻഡ് ന്യൂ വേസ് ഓഫ് ലൈഫ് വേർ ഇംപ്ലിമെന്റഡ് വിത്തിൻ ദ പവർഫുൾ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ഒരു എന്താ പറയുക ലീഡർഷിപ്പിൽ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ പുതിയ മൂല്യങ്ങൾ, അതുപോലെ തന്നെ പുതിയ ജീവിത രീതികളും ആളുകളുടെ ഉള്ളിൽ ട്രെൻഡായിട്ട് മാറി. മെനി പീപ്പിൾ അഡോപ്റ്റഡ് സിംപ്ലർ വേസ് ആൻഡ് വോർ സിമ്പിൾ ഡ്രസ്സ്. ഒരുപാട് ആളുകൾ സിംപ്ലർ വേ ഓഫ് ലൈഫ്, പണക്കാർ പോലും വളരെ സിമ്പിളായിട്ട് വസ്ത്രം ധരിക്കുകയും വളരെ സിമ്പിൾ വേയിൽ ജീവിക്കുകയും ചെയ്തു തുടങ്ങി. ആളുകളെ, പണക്കാരെയും പാവപ്പെട്ടവരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നാണ് പറഞ്ഞത്.
Gandhiji had his own ideas and dreams of free India. ഗാന്ധിജിയുടെ ഉള്ളിൽ ഹാഡ് ഹിസ് ഓൺ ഐഡിയാസ് ആൻഡ് ഡ്രീംസ് ഓഫ് ഫ്രീ ഇന്ത്യ. ഫ്രീ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നത് ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹി സെൻഡ് വോളണ്ടിയേഴ്സ് ഫോർ ദ റീഹാബിറ്റേഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജസ്. അദ്ദേഹത്തിൻ്റെ അനുയായികളെ എവിടേക്ക് പറഞ്ഞയച്ചു? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ദീസ് മെസ്സഞ്ചേഴ്സ് ഹെൽപ്ഡ് ദ ഇന്ത്യൻസ് ടു കം ഔട്ട് ഓഫ് ദെയർ ഷെൽസ്. ഇന്ത്യക്കാരെ അവരുടെ ഷെൽസിൽ നിന്നും അവരുടെ കൊക്കൂൺസിൽ നിന്നും പൊട്ടിച്ച് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഷെല്ലിൻ്റെ അകത്തുനിന്നും പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് നമ്മുടെ മെസ്സഞ്ചേഴ്സ് അയച്ചത് കൊണ്ട് സാധിച്ചു. ഹി വാണ്ടഡ് ടു മേക്ക് ഇന്ത്യ എ പ്ലേസ് വിത്തൗട്ട് എനി ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ആൻഡ് റിജിഡ് കാസ്റ്റ് സിസ്റ്റംസ്. കാസ്റ്റ് സിസ്റ്റംസ് ഇല്ലാത്ത അതുപോലെ തന്നെ ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് ഇല്ലാത്ത ഒരു പ്രദേശമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അക്കോർഡിംഗ് ടു എം, എൻ ഐഡിയൽ ഇന്ത്യ വുഡ് ബി ഫ്രീ ഫ്രം കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. മയക്കുമരുന്നുകളോ മദ്യമോ അതുപോലെ തന്നെ അൺടച്ചബിലിറ്റിയോ ഇല്ലാത്ത ഒരിടമായിരിക്കും ഐഡിയൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. നെഹ്റു സേസ് ദാറ്റ് ഗാന്ധിജി വാസ് ട്രൂലി പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ്. നെഹ്റു പറയുന്നുണ്ട്, ഗാന്ധിജി സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹിന്ദു ഇൻഹെറിറ്റൻസ്, ഹിന്ദു പാരമ്പര്യത്തിൽ അദ്ദേഹത്തിന് പ്രൗഡായിരുന്നു. എന്താണ്, അദ്ദേഹത്തിന് അഭിമാനം ഉണ്ടായിരുന്നു. ഹി ട്രൈഡ് ടു ഗിവ് ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ വിച്ച് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ്. എന്നാൽ അദ്ദേഹം കൊടുത്തത് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അത് ഈ മുഴുവൻ എന്ന് വെച്ചാൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. ഇന്ത്യൻ കൾച്ചർ അക്കോർഡിംഗ് ടു ഗാന്ധിജി ഇസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. എല്ലാ മതങ്ങളുടെയും എല്ലാ കൾച്ചേഴ്സിൻ്റെയും ഒരു ഫ്യൂഷനാണ് ഇന്ത്യൻ ഇന്ത്യൻ കൾച്ചർ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. തസ് ഗാന്ധിജി എന്ന് വെച്ചാൽ ഒരു വിഭാഗം ആളുകളുടേത് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്നതാണ് ഗാന്ധിജി കണ്ടെത്തിയത്. Thus Gandhiji attracted the common people of India like a magnet. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും ആണ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കോമൺ പീപ്പിൾ എന്ന് വെച്ചാൽ അന്ന് വരെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളും അതുപോലെ തന്നെ ഉയർന്ന ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ മാറ്റി നിർത്തപ്പെട്ട ആളുകളും അല്ലെ നിറത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട കോമൺ പീപ്പിള്, ആ പീപ്പിള് വല്ലാണ്ട് അട്രാക്റ്റഡ് ആയി. ഇങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നു നിങ്ങളുടേത് കൂടെയാണ് ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ആളെ ഒരു മാഗ്നറ്റ് പോലെ ആളുകൾ എന്ത് ചെയ്തു, അട്രാക്ട് ചെയ്തു. ഹി വാസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. സത്യം പറഞ്ഞാൽ അദ്ദേഹം, ഈ ഗാന്ധിജി എന്ന് പറഞ്ഞ മനുഷ്യന് എന്തായിരുന്നു അറിയോ, ഇന്ത്യക്കാരുടെ പാസ്റ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും ഇടയിലുള്ള ഒരു ലിങ്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പാസ്റ്റിൽ എന്തുണ്ടായിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരുടേതായിരുന്നു അല്ലേ. ഫ്യൂച്ചറിലും ഇനി എങ്ങനെയായിരിക്കും, ഇന്ത്യക്കാരുടേതായിരിക്കും. ഇടക്കാലത്ത് ബ്രിട്ടീഷുകാർ വന്നു, ഇതിനിടയിലുള്ള ഒരു ലിങ്കാണ്. എന്ന് വെച്ചാൽ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കൂടെ കൂട്ടിയിണക്കാനുള്ള ഒരു ലിങ്കാണ് ആര്, ഗാന്ധിജി എന്നാണ് നെഹ്റു പറഞ്ഞത്. ഇനിയോ, ഹി അഫക്റ്റഡ് ദ സൈക്കോളജിക്കൽ റെവല്യൂഷൻ ഈവൻ എമംഗ് ഹിസ് ഒപ്പോണൻസ്. അദ്ദേഹം ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ ഒപ്പോണൻസിന്റെ മനസ്സിൽ പോലും, ആളുകളുടെ ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഒരു വലിയ മാനസികമായിട്ടുള്ള വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എതിരാളികളുടെ മനസ്സിൽ പോലും വലിയൊരു പരിവർത്തനം അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഹിയർ in this piece Nehru talks about the power of Gandhi very sincerely. വളരെ സിൻസിയർ ആയിട്ട് ഗാന്ധിജിയുടെ പവറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എക്സ്ട്രാക്റ്റിൽ അദ്ദേഹം സംസാരിക്കുന്നത്. We get a clear picture of Gandhiji's influence on Indian people and Indian mind. ഇന്ത്യൻ പീപ്പിളിൻ്റെയും ഇന്ത്യൻ മൈൻഡിൻ്റെയും എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു കൾച്ചറിൽ തന്നെ ഗാന്ധിജി കൊണ്ടുവന്ന ഒരു വലിയ സ്വാധീനം, ഇൻഫ്ലുവൻസ് നെഹ്റുവിനകത്ത് സംസാരിക്കുന്നുണ്ട്. We understand the fact that Gandhi was a leader not in words but in deeds and thereby occupies a place in the heart of all Indians. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗാന്ധിജി വാക്കുകളിലൂടെ മാത്രമല്ല അല്ലെങ്കിൽ വാക്കുകളിലൂടെ അല്ല ഗാന്ധിജി എന്തായത് ഒരു വലിയ സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാരുടെ ഉള്ളിൽ പിടിച്ചു പറ്റിയത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, വേർഡ്സും ഡീഡ്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട്. ഓക്കെ, നമുക്കവിടെ ചില ആളുകൾ കഴിഞ്ഞ മോഡൽ എക്സാമിനാണ് തോന്നുന്നു, ഈ മോഡൽ എക്സാമോ കഴിഞ്ഞ മോഡൽ എക്സാമിനാണോ, അപ്പോൾ അതിനകത്ത് ചില ആളുകൾ ഡെഡ് ലെവലർ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് എഴുതി. കുഴപ്പമൊന്നുമില്ല. വേർഡ്സും ഡീഡ്സും അത് ശരിക്കും നമുക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഏതാണ്, ഇതാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ,
എന്താണ്? ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? ഡൗട്ട് എന്താണ്? ഡൗട്ട് ഏതാ ഡൗട്ട് പറയൂ. ടു ഫോൾഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് 2 ആക്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഒന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നുള്ളത്, 2 നമുക്കിടയിൽ തന്നെ ഇന്ത്യക്കാർക്കിടയിൽ തന്നെയുള്ള ഈ അൺടച്ചബിലിറ്റി, അങ്ങനെയുള്ള സതി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലായിരുന്നു. കാസ്റ്റ് സിസ്റ്റംസ്, ഇതൊക്കെ ഒഴിവാക്കണം. ഇപ്പം നമ്മൾ തന്നെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരും അധികാരികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മളുടെ പാവപ്പെട്ട കൃഷിക്കാരും ഒന്നുമില്ലാത്ത കൃഷിക്കാരുടെ ഇടയിൽ നിന്നും വലിയ കരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെ? ടാക്സസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അവരെ അടിച്ചമർത്തുക, അത് ആദ്യം നിർത്തണം. എന്നാലേ നമുക്ക് ബ്രിട്ടീഷുകാരെ ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 ഫോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിട്ട് ജനറൽ ക്വസ്റ്റ്യൻ ആണ് സാധാരണ എന്ത് ചെയ്യാറ്? ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ഐഡിയാസ് ഉണ്ടെങ്കിൽ കൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എത്ര മാർക്കിന് തന്നെ ചോദ്യം? ഈ കഴിഞ്ഞ തവണ ചോദിച്ചത് 8 മാർക്കിൻ്റെ ചോദ്യം, വലിയ ചോദ്യമാണ്. ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചെന്നുണ്ടായിരുന്നു. 8 മാർക്കിൻ്റെ ചോദ്യത്താണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ അത്രയും വിശദമാക്കി പറഞ്ഞു തന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ 2nd യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, 2nd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ആൻഡൻ ഗാന്ധിക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി നെക്സ്റ്റ് 2nd യൂണിറ്റിലെ 2nd ചാപ്റ്റർ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ യൂണിറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഓക്കെ, ഗാന്ധിക്കെയും ഞാൻ ഇന്നലെ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏറ്റവും പ്രയോറിറ്റി എന്ന ചാപ്റ്റർ, 2nd പ്രയോറിറ്റി ഉള്ള ചാപ്റ്റർ, അങ്ങനെ ഓരോ യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഭാത് കുമാർ മുഖോപാധ്യായ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് പ്രഭാത് കുമാർ മുഖോപാധ്യായ. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എ സ്റ്റോറി റിട്ടൺ ബൈ PK മുഖോപാധ്യായ, പ്രഭാത് കുമാർ മുഖോപാധ്യായ. ഇറ്റ് ഈസ് എ വെരി സ്വീറ്റ് ആൻഡ് സ്മോൾ സ്റ്റോറി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ സിമ്പതി. അപ്പം നിങ്ങളിങ്ങനെ ക്ലാസ് കേട്ടിരിക്കുമ്പോഴേ ഇടയ്ക്കൊരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നടക്കുകയൊക്കെ ചെയ്യാം. ഫോണൊക്കെ അല്ല കയ്യിൽ, അപ്പോൾ ഒന്ന് ചടഞ്ഞു കൂടിയിരിക്കാണ്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവും, നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക കേട്ടോ. സ്റ്റോറി കേട്ടിരിക്കുകയല്ലേ, അങ്ങനെ സ്റ്റോറി കേട്ട് മാത്രം ഇരുന്നാൽ മതി. ഈ സെഷൻ അങ്ങനെ തന്നെയാണ്, ഈ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഗ്രാമറിൻ്റെ കാര്യങ്ങൾ ടെൻഷനേ ആവേണ്ട. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രാമർ 3 ഏരിയാസ്, കോർ ഏരിയാസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പാസീവ് വോയിസും കാര്യങ്ങളും സമയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാമെന്നുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഇങ്ങനെ ഇയർഫോണും വെച്ച് അങ്ങനെ കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ദ പ്രൈസ് ഓഫ് ഫ്ലവർ ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ PK മുഖോപാധ്യായ. പേരുകൾ ഓർത്ത് നോക്കണുണ്ടോ ഓതേഴ്സിൻ്റെ? ഇറ്റ് ഈസ് എ വെരി സ്വീറ്റ് ആൻഡ് സ്മോൾ സ്റ്റോറി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ സിമ്പതി. സിമ്പതിയുടെ മേലെയാണ് ഈ സ്റ്റോറി. ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള സ്റ്റോറിയാണ്. ആഫ്റ്റർ റീഡിങ് ഹിസ് ബുക്ക്, ദ ബുക്ക്, റീഡർ ഫൗണ്ട്സ് ദെംസെൽസ് സൈലന്റ് ഫോർ സം ടൈം ബിക്കോസ്, നല്ല വാചകങ്ങളാണ് കേട്ടോ, ഫോർ ദ സൈലന്റ് എൻവയൺമെന്റ് ബിൽഡ് ബൈ ദ സ്റ്റോറി. ദ സ്റ്റോറി ഈസ് റിയലി പ്യോഗ്നന്റ്. ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ ലിവിംഗ് ഇൻ ലണ്ടൻ. കഥയിലേക്ക് വന്നു. മിസ്റ്റർ ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ ലിവിംഗ് ഇൻ ലണ്ടൻ. Once he met an English girl in a vegetarian restaurant. ഒരിക്കൽ അദ്ദേഹം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇംഗ്ലീഷ് പെൺകുട്ടിയെ കണ്ടു. Her name was Alice Margaret Clifford. She was called Maggie. She was 13-year-old. She was working as a typist in a nearby office. അപ്പോൾ അവളുടെ ഒരു ക്യാരക്ടർ സ്കെച്ചിനുള്ള സാധനങ്ങളൊക്കെ ആയി. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്, ഷി വാസ് കോൾഡ് മാഗി, ഷി വാസ് 13-year-old, ഷി വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർബൈ ഓഫീസ്. ഷി ബിലോങ്ഡ് ടു എ പുവർ ഫാമിലി. പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായിരുന്നു. ഷി വാണ്ടഡ് ടു നോ ഇഫ് ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ. ഹെർ ബ്രദർ ഫ്രാങ്ക് വാസ് ഇൻ മിലിറ്ററി സർവീസ് ഇൻ ഇന്ത്യ. അവൾക്ക്
ഈ ഗുപ്ത എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കാരനാണോ എന്ന് അറിയണമായിരുന്നു. അവളുടെ ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്ക്, അവർക്ക് ആകെ ഒരു ബ്രദറേ ഉള്ളൂ. ആ ബ്രദർ ഫ്രാങ്ക് എന്ന് പറയുന്ന അവരുടെ ആ ബ്രദർ ഇന്ത്യയിൽ മിലിറ്ററി സർവീസിലാണ്. India was supposed to be a land of tigers, snakes and fevers. So her mother was anxious about her son. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ടുള്ളത് it was a land of tigers, snakes and fevers, അല്ലെ? പനിയുടെയും ടൈഗേഴ്സിന്റെയും സ്നേക്സിന്റെയും ഒക്കെ നാടാണ്. അതുകൊണ്ട് അവന്റെ മകനെ കുറിച്ച് അമ്മയ്ക്ക് എപ്പോഴും വ്യാകുലതയാണ്. ഗുപ്ത ഓഫേർഡ് ടു ഗോ വിത്ത് മാഗി ടു ഹർ ഹൗസ് ടു മീറ്റ് ഹർ മദർ. ഗുപ്ത ഓഫേർഡ് ടു ഗോ വിത്ത് മാഗി ടു ഹർ ഹൗസ് ടു മീറ്റ് ഹർ മദർ. നമ്മുടെ മാഗി ആവശ്യപ്പെട്ട പ്രകാരം ഗുപ്ത സമ്മതിച്ചു, നമുക്ക് പോവാം, നിന്റെ അമ്മയെ കാണാം, ഞാൻ നേരിട്ട് പറഞ്ഞോളാം. He told the mother that she need not worry about her son's safety in India. He was shown a crystal ring by Frank. ഫ്രാങ്ക് കൊടുത്തയച്ച ആ ക്രിസ്റ്റൽ റിങ് അയാൾക്ക് കാണിച്ചു കൊടുത്തു അമ്മ. The mother and the daughter wanted him to look into the crystal ring and say how Frank was. അപ്പോൾ ആ ക്രിസ്റ്റലിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ കാണാൻ പറ്റുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അതൊന്ന് ഇന്ത്യക്കാരനായ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട്, വെജിറ്റേറിയനായ നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ബട്ട് ഗുപ്ത ടോൾഡ് ദം ദാറ്റ് he could not see anything. അദ്ദേഹത്തിന് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലേറ്റർ he became close to the family. പിന്നെ അദ്ദേഹം ആ ഫാമിലിയോട് വളരെയധികം ക്ലോസ് ആയി. He took Maggie out several times. അദ്ദേഹം മാഗിയെ കൊണ്ട് ഒരുപാട് തവണ പുറത്തൊക്കെ പോയി. One day Gupta received news that Maggie's mother was not well. അങ്ങനെ ഒരു ദിവസം ഗുപ്തയ്ക്ക് ഒരു വാർത്ത കിട്ടു. ഏതാണ്? മാഗിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. He went to their house immediately. പെട്ടെന്ന് തന്നെ അയാൾ അവരുടെ വീട്ടിലേക്ക് പോയി. Maggie told him that her mother was worried about her son and hence sick. തൻ്റെ മകനെ കുറിച്ച് ഓർത്ത് വല്ലാതെ ദുഃഖിതനായ അമ്മ വല്ലാതെ അസുഖത്തിലാണ്. She wanted to gaze into the crystal again and say that her son was safe. വീണ്ടും ആ റിങ്ങിലേക്ക് നോക്കിയിട്ട് മകന് അസുഖമൊന്നുമില്ല എന്ന് പറയണമായിരുന്നു. ഗുപ്ത ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു ടെൽ സച്ച് എ ലൈ ടു ദ മദർ. ഗുപ്ത അതിനൊരു കള്ളം പറയാൻ അയാൾക്ക് മടിയൊന്നുമില്ല. ദ മദർ സൂൺ ബിക്കെയിം വെൽ. അയാൾ കളവ് പറഞ്ഞു, അമ്മയ്ക്ക് അസുഖം മാറുകയും ചെയ്തു. ലേറ്റർ ഗുപ്ത was shocked to learn that Frank had died in the war. പിന്നീട് ഗുപ്തയ്ക്ക് വല്ലാത്ത ഷോക്കായി പോയി. കാരണം ഈ പറയുന്ന ഫ്രാങ്ക് ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന വാർത്ത കേട്ടപ്പോൾ അയാൾ ആകെ ഷോക്ക്ഡായി. He had died even before the false information was given to the mother. അമ്മയോട് കണ്ടു സുഖമാണ് മകന് എന്നൊക്കെ പറഞ്ഞ ആ സമയത്തും ഈ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രാങ്ക് മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ ഗുപ്ത ഫെൽറ്റ് വെരി സാഡ് അബൌട്ട് ഇറ്റ്. ഗുപ്തയ്ക്ക് വല്ലാത്ത സാഡോ അല്ലെങ്കിൽ ഷെയിംഡോ ആയി. He was leaving for India to take up a new job. അദ്ദേഹം സിവിൽ സർവീസ് ഒക്കെ എഴുതി പാസ്സായി. അദ്ദേഹം ഇന്ത്യയിൽ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് പോവായിരുന്നു. മാഗി met him before his departure. മാഗി അയാളെ കാണാൻ വന്നു. She gave him a shilling to buy flowers and place them on her brother's grave in Punjab. ഒരു ഷെല്ലിങ്, അവളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസം പണിയെടുത്താലാണ് ഷെല്ലിങ് കിട്ടുക. ആ ഷെല്ലിങ് എന്ന് പറയുന്ന ആ ഒരു പൈസ അവൾ എന്ത് ചെയ്തു, അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ബ്രദറിന്റെ കുഴിമാടത്തിൽ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ഷി ഹാഡ് ഗോൺ ഗുപ്ത വൈപ്ഡ് ദ ടിയർ ഫ്രം ഹിസ് ഐസ്. ആ പെൺകുട്ടിയുടെ തൻ്റെ സഹോദരനോടുള്ള സ്നേഹം കണ്ടിട്ട് അയാൾ കണ്ണുനീർ തുടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് വെന്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് ഹിസ് ബാഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇവിടെ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്, മാർഗരറ്റ് ക്ലിഫോർഡ് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാറുണ്ട്. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് വേറെ ഉണ്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ചാപ്റ്റർ ഡെത്ത് ദ ലെവലർ ആണ്. ഏതാണ്? ഡെത്ത് ദ ലെവലർ ആണ്. ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് യൂണിറ്റിലുള്ള ഒരു പോയമാണ്. നമുക്ക് ആദ്യം പോയത്തിലെ ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ പോയം നോക്കാം. നോക്കാം. ഡെത്ത് ദ ലെവലർ, ജെയിംസ് ഷേർലി ആണ് നമ്മുടെ പോയറ്റ്. ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയം എഴുതിയുള്ളതാണ് ജെയിംസ് ഷേർലി ആണ്. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ഇതൊരു ഫ്യൂണറൽ സോങ് ആണ്. ഫ്യൂണറൽ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവസംസ്കാരം അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ഡെത്ത് ആണ്. ഓക്കെ, ഡെത്ത് എന്ന് പറയുന്നത് ഒരു എല്ലാത്തിനെയും ലെവൽ ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ദ ഗ്ലോറീസ്, മഹത്വം, ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്, നമ്മുടെ നാട് കൊണ്ട്, നമ്മുടെ ജന്മം കൊണ്ട്, നമ്മൾ കുടുംബം കൊണ്ട് ഒക്കെ നേടിയിട്ടുള്ള മഹത്വം ഉണ്ടല്ലോ, ആർ ഷാഡോസ്,
എല്ലാം നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, ഒന്നും കനപ്പെട്ടതല്ല, ഒന്നും വിലപിടിച്ചതല്ല. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ നമ്മുടെ ഗ്ലോറീസിനെയൊക്കെ നമ്മുടെ മഹത്വത്തെയൊക്കെ കമ്പയർ ചെയ്തിരിക്കുകയാണ്, ഷാഡോസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ ലൈന് മെറ്റഫറിന് എക്സാമ്പിളാണ്, ഓർത്തു വെക്കണം. There is no armor against fate. വിധിക്കെതിരെ ഒരു പടച്ചട്ടയുമില്ല. ആമർ, പടച്ചട്ടയുമില്ല. ഓക്കെ, death lays is icy hand on kings. മരണം അതിന്റെ തണുത്ത കൈകൾ വെക്കും ആരുടെ മേലെ? കിങ്സിന്റെ മേലെ. സെപ്ചർ ആൻഡ് ക്രൗൺ, സെപ്ചർ ആൻഡ് ക്രൗൺ, സെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് പറയുമ്പോൾ സിംബോളിക് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? രാജാവിന്റെ അധികാരങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പൊ രാജാവിന്റെ അധികാരങ്ങളിലെല്ലാം കൈകടത്തും ആര്? മരണമെന്ന് പറയുന്നത്. മസ്റ്റ് ടെമ്പിൾ ഡൗൺ, എല്ലാം തകർന്നു വീഴണം. ടംബിൾ, ഫോൾ ഡൗൺ. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്, എല്ലാം തകർന്ന് തരിപ്പണമാകും, മണ്ണിലെല്ലാം ഒരുപോലെ സമമാകും. വിത്ത് ദ പുവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്, ആരുടെ കൂടെ? ആ രാജാവും ആരുടെ കൂടെയാണ് കിടക്കുന്നത്? മണ്ണിൽ ഉറങ്ങുന്നത്. വിത്ത് ദ പുവർ, പാവപ്പെട്ട, ക്രൂക്കഡ്, ബെൻഡ് എന്നാണ് ക്രൂക്കഡ് അർത്ഥം. സൈത്ത്, അരിവാളാണ്. ആൻഡ് സ്പെയ്ഡ്, സൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? കർഷകരെയാണ്, ഓർഡിനറി പീപ്പിളിനെയാണ്, സാധാ ജനങ്ങളെയാണ്. അപ്പോൾ ക്രൗണും സെപ്ചർ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? കിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രാജാവിന്റെ സ്ഥാനവും പിന്നീട് എവിടെയാവുന്നു? ഈ പറയുന്ന പാവങ്ങളുടെ കൂടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. സം മെൻ വിത്ത് സോഡ്സ്, സം മെൻ വിത്ത് സോഡ്സ്, ചില ആളുകൾ വാളുകൾ കൊണ്ട്. മേ റീപ് ദ ഫീൽഡ്. എന്താ റീപ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാല്? വയലുകൾ കൊഴിയുന്നു എന്നർത്ഥം അല്ലെ. ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ആളുകളെ, വാറിയേഴ്സ് ആർ കമ്പയർഡ് ടു റീപ്പേഴ്സ് എന്ന് വെച്ചാൽ നിലം കൊഴിയുന്ന ആളുകളായിട്ട് വാരിയേഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തിൽ യോദ്ധാക്കള് സ്ഥലങ്ങൾ പിടിച്ചടക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഫീൽഡുകൾ റീപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ, അവർ നടുന്നു. എന്താ നടുന്നത്? ഫ്രഷ് ലോറൽസ്, വിജയ പതാകകൾ അവര് നടുന്നു. അത് മെറ്റണമിയാണ്. ലോറൽസ് എന്ന് പറയുന്നത് മെറ്റണമിയാണ്. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്, എന്നാൽ അവരുടെ കരുത്തുറ്റ ഞരമ്പുകൾ ഉണ്ടല്ലോ, അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്, അത് എന്നെന്നും നിലനിൽക്കണം. ബട്ട് എന്ന് വെച്ചാൽ എന്നൊന്നും നിലനിൽക്കത്തില്ല, അതും ഈൽഡ് എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യേണ്ടി വരും. അവരുടെ കരുത്തുറ്റ നിരമ്പുകൾ എന്ന് വെച്ചാൽ ഈ ആളുകളെ കൊന്നൊടുക്കിയിട്ട് വിജയ പതാകകൾ നാട്ടിയിട്ടുള്ള ഈ വാറിയേഴ്സും കീഴടങ്ങേണ്ടി വരും. എവിടെ? They tame but one another still, early or late, ഇന്നോ നാളെയോ. They stoop to fate, അവരും വിധിക്ക് മുമ്പിൽ തലകുനിക്കും. And must give up their murmuring breath. murmuring breath എന്ന് പറയുന്നത് ഓണോമെറ്റോപ്പി ഒക്കെ എക്സാമ്പിൾ ആണ്. ഒരു ശബ്ദവും എന്താണ് വാക്കർത്ഥവും ഒരുപോലെ വരുന്നത്. ഓണോമെറ്റോപ്പിയ, മർമറിംഗ് ബ്രീത്ത്. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ്, ഉപേക്ഷിക്കേണ്ടി വരും എല്ലാം, അവരുടെ നിശ്വാസം കണക്കെ. വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്, അവര് പെയിൽ, വിളറിയ മുഖത്തോട് കൂടിയിട്ടുള്ള ക്യാപ്റ്റീവ്സ്, പ്രിസണേഴ്സിനെ പോലെ, ക്രീപ് ടു ഡെത്ത്, ഇഴഞ്ഞിഴഞ്ഞ് മരണത്തിലേക്ക് അടക്കുന്ന സമയത്ത് അവരും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. ലാസ്റ്റ് സ്റ്റാൻസ. ദ ഗാർലൻഡ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ്ലി അച്ചീവ്മെന്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർ നേടിയ, ഈ ലോകത്ത് നേടിയ എല്ലാ അച്ചീവ്മെന്റ്സും, നേട്ടങ്ങളും. ദ ഗാർലൻഡ്സ് വിതർ, എല്ലാം വിതർ ചെയ്ത് പോകും, ഉണങ്ങിപ്പോകും. ഓൺ യുവർ ബ്രോ, നിങ്ങളുടെ നെറ്റിത്തടത്തിലുള്ള, എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ്ലി ഡിഗ്രികൾ, ഓക്കെ, നേട്ടങ്ങൾ എല്ലാം, അച്ചീവ്മെന്റ്സ് എല്ലാം നഷ്ടപ്പെടും. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി നീഡ്സ്, പിന്നീട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ വലിയ വീരഗാഥകൾ പുകഴ്ത്തി, നിങ്ങളെക്കുറിച്ച് തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ പുകഴ്ത്തി പാടാൻ ആരും ഉണ്ടാവില്ല. അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ ആൾത്താർ നൗ, ഇപ്പോൾ നിങ്ങൾ മരണമാകുന്ന ബലിപീഠത്തിലാണ്. നിങ്ങൾ മരണമാകുന്ന പേർപ്പിൾ ആൾത്താർ എന്ന് പറഞ്ഞാൽ ബലിപീഠമാണ്. സീ വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്, അവിടെ നിങ്ങൾക്ക് കാണാം വിക്ടർ വിക്ടിംസ്, ഓക്സിമറോൺ, അലിട്രേഷൻ രണ്ടുമാണ് അല്ലെ. ഓക്സിമറോൺ ആണ്, അലിട്രേഷൻ ആണ്. സീ വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിക്ടർ വിക്ടിം ബ്ലീഡ് ചെയ്യുന്നത്. വിക്ടറും ബ്ലീഡ് ചെയ്യുന്നു, വിജയും ബ്ലീഡ് ചെയ്യുന്നു, വിക്ടിമും ഇരയും ബ്ലീഡ് ചെയ്യുന്നു. രണ്ടുപേരും മരണത്തിന് കീഴടങ്ങും. ദ ഹെഡ്സ് മസ്റ്റ് കം, നിങ്ങളുടെ എല്ലാവരുടെയും തല,
യുവേഴ്സ് ഹെഡ്സ് മസ്റ്റ് കം, തല വന്നേ പറ്റൂ. എവിടെ? ടു ദ കോൾഡ് ടോംബ്. എവിടേക്കാണ് വരേണ്ടത്? ടു ദ കോൾഡ് ടോംബ്. കോൾഡ് ടോംബ് എന്ന് പറഞ്ഞാൽ തണുത്തുറച്ച ആ കുഴിമാടത്തിലേക്ക്. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ ദ ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. ഇതാണ് നമ്മുടെ മോഡൽ എക്സാമിന് വന്ന ലൈൻസ് അല്ലെ. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ഡസ്റ്റ് എന്ന് വെച്ചാൽ നീതിമാനായ ആളുകളുടെ ജീവിതം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് എന്ന് വെച്ചാൽ നീതിമാനായി ജീവിച്ച ആളുകളുടെ, നല്ല ആളുകളായി ജീവിച്ച ആളുകളുടെ സുഗന്ധമേ പിന്നീട് പരക്കുകയുള്ളൂ. ഗുഡ് മാൻസ് ഡീഡ് വിൽ ലാസ്റ്റ് ഫോർ ലോങ് ഈവൺ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഓക്കെ, അത് കാലം എത്ര കഴിഞ്ഞാലും അവരെ ആളുകൾ ഓർക്കപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് പോയം എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. നെക്സ്റ്റ് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയത്തിന്റെ ഒരു സമ്മറി നമുക്ക് വായിച്ചു നോക്കാം. ഇനി നോക്കാം. ജെയിംസ് ഷേർലി's Death the Leveler is a hauntingly philosophical poem about the death that tramples down human pride and pomp. It's pride and pomp എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരമാണ്. It presents a vividly personified picture of death as the ultimate conqueror who is showing to equality to all alike. The poet says that the glories of our blood and state are shadows, not substantial things. It also adds that there is no armor against fate. പറയുന്നു നമ്മുടെ വിധിക്കെതിരെ ഒരു പടച്ചട്ടയുമില്ല. Death lays his icy hands on all alike. മരണം അതിൻ്റെ തണുത്ത കൈകൾ എല്ലാവരെയും ഒരുപോലെ തൊടുന്നു. For death there is no partiality. ഡെത്തിന്റെ കാര്യത്തിൽ ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. The ultimate leveler comes and lays his icy hands on kings and clowns alike. ഓക്കെ, എല്ലാവരെയും ഒരുപോലെ, രാജാവാണെങ്കിലും ശരി സാധാരണക്കാരനായാലും ശരി, എല്ലാവരെയും ഒരുപോലെ തന്നെ മരണം കൊണ്ടുപോകും. The sceptre and the crown of the king fall down and lie equal in the dust with the poor peasants. Scythe and spade. Worldly victory and success too are futile before death. നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടുള്ള വിജയങ്ങളും അതുപോലെ തന്നെ സക്സസും എല്ലാം വെറുതെയാണ് മരണത്തിന് മുമ്പിൽ. They also should surrender in front of death. എല്ലാവരും മരണത്തിന് മുമ്പിൽ കീഴടങ്ങും. But ignorant people kill each other like a thoughtless beasts. പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ആളുകളെ പരസ്പരം കൊന്നുകൊണ്ടേയിരിക്കും. തോട്ട്ലെസ് ബീസ്റ്റുകളായിട്ട് എന്ന് വെച്ചാൽ ചിന്തിക്കാത്ത മൃഗങ്ങളെ പോലെ. ഏർലി ഓർ ലേറ്റ് ദേ ഓൾസോ ഷാൽ സ്റ്റൂപ്പ് ടു ഫേറ്റ്. കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴോ അവരെന്ത് ചെയ്യും? വിധിയുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരും. ഓക്കെ, ഇനി ദേ ഓൾസോ ഷാൽ ഗിവ് അപ്പ് ദെയർ മർമറിംഗ് ബ്രീത്ത് ആൻഡ് ക്രീപ് ടു ഡെത്ത്. അവരും അവരുടെ ശ്വാസമൊക്കെ പണയം വെച്ച് മരണത്തിലേക്ക് ഇരച്ചരിച്ച് പോകും. സ്ട്രെങ്ത് ആൻഡ് കറേജ് ടു ഷാൽ പാസ്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ധൈര്യവും എല്ലാം നഷ്ടപ്പെടും. വി ഓൾ ഡൈ ഹെൽപ്ലെസ് ആൻഡ് വീക്ക്. നമ്മളെല്ലാവരും മരിക്കുന്നത് ഹെൽപ്ലെസ് ആയിട്ടും വീക്ക് ആയിട്ടുമായിരിക്കും. ദ ഗാർലൻഡ്സ് ഓൺ അവർ ഹെഡ് വിതർ ആൻഡ് ലൂസ് ദെയർ ചാം ആൻഡ് വിക്ടറീസ് ദേ വൺസ് പ്രൊക്ലെയിംഡ് ആർ ഫൊർഗോട്ടൺ. നമ്മുടെ നെറ്റി തടത്തിലുള്ള നമ്മുടെ പൂക്കൾ ഈ മരിച്ചു കഴിഞ്ഞ ആളുകളുടെ നെറ്റിത്തടത്തിൽ ഒരു കിരീടം പോലെ ഒരു പൂക്കൾ വെക്കും ക്രിസ്ത്യൻസ്. അപ്പോൾ അത് തന്നെ അവിടെ പറഞ്ഞത് ശരിക്കും അതിന് ഉദ്ദേശിക്കുന്നത്, സിംബോളൈസ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നേടിയിട്ടുള്ള പേരും പെരുമയാണ്. ആ പേരും പെരുമയൊക്കെ വിതർ ചെയ്തു പോകും. പൂക്കളാണ് വിതർ ചെയ്തു പോവുക. ഓക്കെ, അതെല്ലാം വാടിപ്പോകും. ആരും തന്നെ നമ്മുടെ വിക്ടറീസിൻ്റെ കഥകളൊന്നും പിന്നീട് ഓർക്കുകയുമില്ല. We too lose our charm like pale captives who creep into death with a feeble murmur. In death's altar, victim. Okay. Here Shirley appeals to the author to think about the human actions. The central idea Shirley tries to convey is the vanity and impermanence of human life. It also tries to prove that death shows no distinction between high and low. Okay. Rich and poor and strong and weak. മരണത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. The poem also reminds us that only the good deeds done in our life will remain with us forever. നല്ല കാര്യങ്ങൾ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, അതാണ് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ആൻസർ.
ഓക്കെ, ഇറ്റ് വിൽ ക്രൗൺ അസ് ഈവൺ ആഫ്റ്റർ ഡെത്ത്. അത് നമ്മുടെ കിരീടം അണയിക്കും നമ്മുടെ മരണത്തിന് ശേഷവും. അലക്സാണ്ടറിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും അല്ലെ. അലക്സാണ്ടറിന്റെ കഥ എന്ത് ചെയ്യാം, ഇതിനകത്ത് കോട്ട് ചെയ്യാം നിങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ ലോകം മുഴുവനും ഏകദേശം എല്ലാ രാജ്യങ്ങളും കീഴടക്കിയിട്ടുള്ളൊരു അധികാരിയാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, എന്താ പറയുക, ലോകം അടക്കി വാങ്ങുന്ന രാജാക്കന്മാർ. അതിനൊരു എക്സാമ്പിളാണ് അലക്സാണ്ടർ. ഈ അലക്സാണ്ടറിനും എന്ത് സംഭവിച്ചിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. മരണത്തിന് കീഴടങ്ങി പോകുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത 3 കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അത് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് പറയാം. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ കണക്കാക്കും. സോ അതാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ അവസാനത്തെ ചാപ്റ്റർ. ദെൻ കംസ് വാട്ട്, നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ഒരു പോയമാണ്. സോ ഒരു 5 minutes ബ്രേക്ക് നമുക്ക്, അല്ലെങ്കിൽ ഒരു 2 minutes ബ്രേക്ക് നമുക്ക് എടുക്കാം. പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ, അന്നൊരു 10 മിനിറ്റ് ബ്രേക്ക് കേട്ടോ.
ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വന്നില്ലേ? സ്റ്റാർട്ട് ചെയ്യില്ലേ നമുക്ക്? അപ്പോൾ നമുക്ക് ഈ സമ്മറീസ് പെട്ടെന്നൊന്ന് തീർക്കണം. തീർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഡിസ്കോഴ്സസിലേക്ക് വരണം. ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേഗം ഈ സമ്മറീസ് തീർക്കാം. സൺറൈസ് ഓൺ ദ ഹിൽസ്. I stood up the hill upon the hills when heaven's wide arc means horizon. Heaven's wide arc എന്ന് പറഞ്ഞാൽ horizon ആണ് ഉദ്ദേശിക്കുന്നത്. H.W. Longfellow ആണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. I stood upon the hills. ഞാൻ ഇയാളൊരു കുന്നിൻ്റെ മേലെ കയറുന്നത് സൂര്യോദയം കാണുന്നത് മാത്രമാണ് ഈ പോയം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊന്ന് സ്പീഡ് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഈ പോയത്തിൻ്റെ ഒരു സമ്മറി ആദ്യം നമുക്ക് നോക്കാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പോയം വായിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. ഉച്ചയുടെ മുമ്പായിട്ട് നമുക്കിത് തീർക്കണം. സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ W.H. Longfellow is a celebration of the healing power of nature. It's a celebration of healing power of nature. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹീലിംഗ് പവർ ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ആ ഒരു ഇമ്മൻസ് പവർ ഓഫ് ഹീലിംഗ് അവർ പ്രോബ്ലംസ്, അവർ വറീസ് എല്ലാം. അതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. The poet thinks upon the morning sun shines on the woods and hills, and asks the readers to return to nature to soften their mind. അദ്ദേഹം പറയാണ്, നിങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നേച്ചറിലേക്ക് മടങ്ങുക, നിങ്ങളുടെ മനസ്സിന് ആശ്വാസം അവിടെ കിട്ടും. Throughout the poem, Longfellow compares the sun to a knight. പോയം മുഴുവനായിട്ടും പോയറ്റ് ഈ സണ്ണിനെ ഒരു നൈറ്റായിട്ടാണ്, ഒരു പടയാളിയായിട്ടാണ് കണക്കാക്കുന്നത്. ദ നേച്ചർ ടു ദ സ്വീറ്റ് ഹാർട്ട്, നേച്ചറിനെ സ്വീറ്റ് ഹാർട്ട് ആക്കിയിട്ട് ദ പ്രിൻസസ്. ദ poem opens with a description of the grand glorious returning march of the sun which the poet witnessed from the top of a hill. ഒരു സൂര്യൻ്റെ ആ ഒരു പടയാളി വളരെ എന്താ പറയുക, ഗ്രാൻഡ് ആൻഡ് ഗ്ലോറിയസ് റിട്ടേണിങ് മാർച്ച്, അയാളുടെ ആ ഒരു വലിയ ഗ്ലോറിയസ് ആയിട്ടുള്ള റിട്ടേണിങ് മാർച്ചാണ് പോയത്തിൽ ആദ്യം തന്നെ പോയറ്റ് പറയുന്നത്. അത് കുന്നിൻ ചെരുവിൽ കാണുന്ന കാഴ്ച. നേച്ചർ ദ പ്രിൻസസ്, പ്രകൃതിയാണെങ്കിലോ പ്രിൻസസ് രാജകുമാരി അല്ലേ, സ്വീറ്റ് ഹാർട്ട് ആയിട്ടുള്ള ആ ഒരു രാജകുമാരി ഹാസ് ബീൻ വെയിറ്റിംഗ് ലോങ് അണ്ടർ ക്യാപ്റ്റിവിറ്റി. ഒരുപാട് കാലമായി എന്ന് വെച്ചാൽ രാത്രി മുഴുവനും അവൾ ക്യാപ്റ്റിവിറ്റിയിലായിരുന്നു. അവൾ ആഗ്രഹിച്ച് നിന്ന ഒരു കാര്യമാണ് അവളുടെ നൈറ്റിൻ്റെ വരവ്. നൗ ദ സിറ്റി ഗേറ്റ്സ്, ഹെവൻസ് വൈഡ്സ് ആർച്ച്, ഹൊറൈസൺ ഇസ് ഗ്ലോറിയസ് വിത്ത് ദ നൈറ്റ്സ് അറൈവൽ. ഇപ്പോൾ അതാ അവിടെ മുഴുവനും ആ നാടാകെ വലിയ ആരവങ്ങളാണ്, വലിയ ഒരുക്കങ്ങളാണ്. ആരുടെ വരവാണ്? നൈറ്റ്സിൻ്റെ അറൈവലാണ്. ആരാണ്? നമ്മുടെ സണ്ണിൻ്റെ വരവാണ്. The sun's glory outshines everything else, and the clouds that have gathered midway around the wooded height now look like army overpowered in the battle. The enemy forces retreat, and rocking on the conquered fortress is left the dark pine blasted bare and cleft. കാഴ്ചകളാണ് അതിനകത്ത് മുഴുവനും പറയുന്നത്. അതിൻ്റെ മേലിൽ നിന്നും കാണുന്ന സമയത്ത് ദ എനിമി ഫോഴ്സസ് റിട്രീറ്റ്. എനിമി ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ക്ലൗഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലൗഡ്സ് എല്ലാം റിട്രീറ്റ് ചെയ്തു. സൂര്യൻ വന്നതോട് കൂടിയിട്ട് എല്ലാവരും നിഷ്പ്രഭമായി. ആൻഡ് റോക്കിംഗ് ഓൺ ദ കോൺകേർഡ് ഫോർട്രസ് ഇസ് ദ ലെഫ്റ്റ് ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ്. ആൻഡ് ഒരു കുന്നിൻ്റെ മുകളിൽ ഡാർക്ക് പൈൻ മരങ്ങൾ മാത്രമാണ് എന്ത് ക്ലഫ്റ്റിൽ ബാക്കിയാവുന്നത്. The veil of cloud is lifted from above the face of the princess nature, and the sun's first rays leaves a mellow blush on her face. ആ മറ, വെയിൽ എന്ന് പറഞ്ഞാൽ മറയാണ്, മൂടുപടം. ഇതിൻ്റെ പ്രകൃതിയുടെ മേലെ ഉണ്ടായിരുന്ന ആ മൂടുപടം ഇല്ലാതെയായി, പെട്ടെന്ന് മാഞ്ഞുപോയി. ഓക്കെ, സണ്ണിൻ്റെ വരവോട് കൂടിയിട്ട് ആ മൂടുപടം എന്തായിരുന്നു? ക്ലൗഡായിരുന്നു. പ്രകൃതിയെ കാണിക്കാതെ ഇരുന്ന, മറച്ചു വച്ചിരുന്ന ക്ലൗഡാകുന്ന മൂടുപടം ഉയർത്തപ്പെട്ടു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് ഒരു ബ്ലഷ് കൊണ്ടുവന്നു. ആര്? സൂര്യൻ. നേച്ചർ ബിഗിൻസ് ടു സ്മൈൽ ആൻഡ് ദ റിച്ച് വാലി ബിഗിൻസ് ടു ഗ്ലോ വിത്ത് ഓൾ എർ ചാം. ദ ഡിസ്റ്റന്റ് വാട്ടർ ഡാഷ് ആൻഡ് ദ കറന്റ് വേൾ ആൻഡ് ഫ്ലാഷ്, ആൻഡ് ദ ലേക്സ് പ്രിൻസസ് നേച്ചേഴ്സ് ബ്ലൂ ഐസ് with their silver beaches, and the woods bend over them like eyelashes brighten up. From the beautiful sight of the valley, the poem gradually moves on the
mesmerizing sound of that valley sent out. Nature brings to sing, and the noisy bittern cock wheels his spiral way up as his musical note. The music of the village bell echoes in the hills. The voice of the wild horn and the merry shout from the valley fill the air. Watching sunrise on the hills leaves a profound soothing effect on the poet, and the poem ends with a piece of advice to the readers. Whenever you are surrounded by sorrows of life, എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ nature's charm will never fail to leave a smile on your face. It has everything in it to keep your heart from fainting and your soul from sleep. No tears can blur the beauteous look at the nature wears for us. As far as images are connected, sunrise on the hills holds images of love, adventure, battle abound in the poem. Soft gales going forth to kiss, sun-clad wells and the mellow blush of the day evoke an atmosphere of love, whereas returning march host in the battle, overthrown and shattered lands and suggestive adventure and battle. അതാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. വേറെ ഒന്നുമില്ല, ഒരു കുന്നിൻ്റെ മേലെ അദ്ദേഹം കയറി എന്നിട്ട് ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ച, മനോഹരമായ കാഴ്ച കാണുന്നത് മാത്രമാണ് പോയത്തിൽ മുഴുവനും പറയുന്നത്. ഏറ്റവും അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോവുക? ഗോ ടു ദ നേച്ചർ. എല്ലാത്തിനും അവിടെ സൂത്തുണ്ട്, പരിഹാരമുണ്ട്, അത് ആശ്വാസമുണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ട്രിപ്പ് ഓഫ് ലീ ഹോർല. ദ ട്രിപ്പ് ഓഫ് ലീ ഹോർല. ദ ട്രിപ്പ് ഓഫ് ലീ ഹോർല എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ ഈ യൂണിറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഗി.ഡി. മോപ്പസൻ്റ് ആണ് അതിൻ്റെ ഓതർ. ദ ട്രിപ്പ് ഓഫ് ലീ ഹോർല ഇസ് അബൌട്ട് ദ ഓതേഴ്സ് റൈഡ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ. ഹിയർ ഓതർ പ്രസൻസ് ഇറ്റ് ലൈക്ക് എ ട്രാവലോഗ്. അദ്ദേഹം ഒരു ഹോട്ട് എയർ ബലൂണിൽ യാത്ര ചെയ്തതാണ് ട്രിപ്പ് ഓഫ് ലീ ഹോർല. ഇതിൽ ഓതർ പ്രസൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാവലോഗാണ്. അത് ട്രാവലോഗ് പോലെയാണ് അദ്ദേഹം, ആ ഒരു യാത്രാ വിവരണം പോലെയാണ് അദ്ദേഹം ആ ഹോട്ട് എയർ ബലൂണിലെ യാത്ര പറയുന്നത്. On July 8th, the author gets telegram from Captain Jovius to join them for balloon trip. He joins other participants for balloon trip. When he reached there, he found that people had gathered in huge numbers to see the journey of the balloon. The balloon was lying on the ground like a huge cake. ഒരു വലിയ കേക്ക് പോലെയായിരുന്നു ബലൂൺ അവിടെ കിടക്കുന്നത്. All the people were looking at the ലീ ഹോർല very anxiously. എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഈ ലീ ഹോർലനെ നോക്കി കിടക്കാണ്. ലീ ഹോർല rose up with the huge cheering and applause of the viewers. ആളുകളുടെ ഹർഷാരവം, കൈയടിച്ചുകൊണ്ടുള്ള ആ ഒരു ഇതോടുകൂടിയിട്ട് while the air balloon was in the air, they could see the entire Paris city. ആ ബലൂൺ അങ്ങനെ ഉയർന്നു മേലെ എത്തിയപ്പോൾ അവർക്ക് പാരീസ് സിറ്റി മുഴുവൻ കാണാമായിരുന്നു. ദ ബലൂൺസ് റീച്ച്ഡ് നിയർലി 2000 feet high. ഇത് നമുക്കൊരു ചിലപ്പോൾ എന്തിനു വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ലൈവ് റിപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഈ ഒരു ഭാഗം മുതൽ നിങ്ങൾ ഐഡിയ ഉണ്ടാക്കി വെക്കണം. 2000 feet ഹൈയിലെത്തി. When the participants looked down from the balloon, they could see very beautiful sights far below. When it was night, they could hear sounds of animals and birds from the village. To test whether the balloon was moving up or down, they threw cigarette papers down. മേലേക്കാണോ താഴേക്കാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ സിഗരറ്റ് പേപ്പേഴ്സ് താഴെ കിടണം, എന്നാലേ മനസ്സിലാവുള്ളൂ. If the paper went down fast, it meant that the balloon was flying up. If the paper went up, it meant that the balloon was flying down. To control the balloon, sand was kept. ബലൂണിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് മണലും കരുതിയിട്ടുണ്ടായിരുന്നു. Till the night, they floated in the air very freely and happily. By the time it was night, they could see only moon. രാത്രിയാകുമ്പോൾ അവർക്ക് ആ ആകാശത്ത് മൂണിനെ മാത്രമേ കാണുന്നുള്ളൂ. By then, it was beginning to be morning. They could see trains, streams, cows, and the whole village. By that time, the hot air balloon got trapped into a wind. പെട്ടെന്നൊരു കാറ്റിൻ്റെ അകത്ത് പിടിപ്പെട്ടു. The situation turned a little dangerous. The birds and animals showed alarming signals. Jovius took special care that the passengers do not get tense. All the crew supported Captain Jovius so that passengers will not get disturbed. Maletta, who was the first assistant of Jovius, supported him to come down. He again cut the rope and suddenly the balloon reached down. The villagers ran
towards them and helped them to come out of the balloon, which was now on the floor. The peasants helped them to reach a railway station for catching the train to Paris. They reached Paris and took train to Paris. They reached എവിടെയായിരുന്നു അവർ എത്തിയിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് തോന്നുന്നു പാരീസ് അല്ലത്, ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ബെൽജിയം. ഹെഡിങ് ടു ദേ സ്ട്രേറ്റ് ടു ബെൽജിയത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ദെൻ author concludes the travelogue with a special congratulation to Joves as he could plan and control the whole journey very cautiously. Even when there was dangerous situation, he managed the same with his willpower. Here Maupassant, author, gives the description so beautifully so that we feel that we see the journey from the beginning to the end. The narration is extremely beautiful. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഏകദേശം ഒരു ധാരണയായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ്, ഈ യൂണിറ്റിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ. ഇതിൻ്റെ അകത്തുള്ള ലൈവ് റിപ്പോർട്ടാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് ഇസ് എ ലെജൻഡ് ഓഫ് ഫിജിയൻ ഐലൻഡ്. ഇറ്റ് ടോക്സ് അബൌട്ട് വൺ റിച്വൽ ഓൺ ദ ഐലൻഡ് ഓഫ് ഫിജി. Even if the ritual appears a little strange, it is interesting and touches the heart. Long ago, in the lovely village of Namuana, on an island of Fiji, there lived a beautiful princess, Tineikobaga. She was the wife of the chief and was as kind as she was beautiful. The chief and his wife had only one daughter, Rowdyless, who often joined her mother in the water. ടിനെക്കോബാഗയുടെയും ചീഫിൻ്റെയും മകളാണ് റൗഡിലസ്. രണ്ടുപേരും അമ്മയുടെ കൂടെ മത്സ്യബന്ധനത്തിന് പോകാറുണ്ട്. സംടൈംസ് ദേ വുഡ് വെയ്ഡ് ഔട്ട് ഓൺ ദ കോറൽ റീഫ്സ്. പാറക്കെട്ടുകളുടെ ഇടയിലേക്ക് അവർ പോകാറുണ്ട്. ആൻഡ് there they would capture fish. അവിടെ നിന്നാണ് മത്സ്യത്തെ പിടിക്കാറ്. Some day they climbed the cliff beyond their village. The two women usually stayed close to the shore. But one day they waded far than usual. The day was beautiful and the fish were thick and fast in the reef. The mother and the daughter hardly noticed how far they had gone when the wind to the east of the rocky shore began to pick up. There was a large canoe filled with the fishermen from the village of Nabukelua on the far side of the island. The men had spied the women from far away, and when they spotted them, they began to come fast towards them. When the fishermen were close, they seized the princess and daughter. They quickly bound their hands and feet with the vines from the sea and tossed them into the bottom of their canoes. രണ്ടുപേരെയും പിടിച്ചു കെട്ടി എവിടേക്ക് ഇട്ടു? അവരുടെ കാനോണിലേക്ക് ഇട്ടു, തോണിയിലേക്ക് ഇട്ടു. They began paddling fast as they could towards their own village. വില്ലേജിലേക്ക് വളരെ വേഗത്തിൽ പാഡൽ ചെയ്ത് പോയി, തുഴഞ്ഞു പോയി. Tineikobaga and Rowdyless begged them to make them free. The warriors laughed at the women's tears and pleas. അവരുടെ കരച്ചിലൊന്നും കേട്ടില്ല, അപേക്ഷകളൊന്നും കേട്ടില്ല. But the gods were not pleased with the fisherman's cruelty. Suddenly the sky turned black, the wind began to howl, and the once calm sea began to churn. The fishermen fought with all the strength to keep their canoes from turning over. The waves poured over the bow and wind tossed the canoe this way and that. When they last looked out, they saw that the bodies that had once been women and turned into turtles, two giant sea turtles. They threw the turtles into the waves. The turtles slipped easily and comfortably into the water. The moment they were safely beneath the surface, the sea grew calm and wind grew still. ആ രണ്ട് സ്ത്രീകളും പെട്ടെന്ന് എന്തായി മാറിയിട്ടുണ്ടായിരുന്നു? ടേർട്ടിൽസ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. ആ ടേർട്ടിൽസിനെ അവർ പുറത്തേക്ക് എറിഞ്ഞ സമയത്ത് ആ ക്ലൈമറ്റ് എല്ലാം ഓൾമോസ്റ്റ് പ്രശ്നങ്ങളെല്ലാം തീർന്നു, വെതർ കണ്ടീഷൻ എല്ലാം ഓക്കെ ആയി. Drenched and exhausted, the fishermen of Nabukelua went home and never spoke of their disaster at the sea or their crime. Forever afterward, Tineikobaga and Rowdyless lived in the waters of that bay. എന്നാൽ ആ രണ്ട് സ്ത്രീകളും ടേർട്ടിൽസ് ആയിട്ട് ആ വെള്ളത്തിൽ തന്നെ ജീവിച്ചു.
Always they remained the turtles rescued and blessed by the gods and guarded the village of Namuana. Even today in Namuana, the women of village dressed in mourning clothes എന്ന് പറഞ്ഞാൽ black dress ധരിച്ചിട്ട് carry sacred clubs, walk to the shore. There they stand and chant to their beloved turtles. അവിടെ നിന്നാണ് ഒരു പാട്ട് പാടും. Rise to the surface so we may see you, Rowdilus and Tinekobega. As the women chant, the giant turtles rise from the surface. അവർ ആ പാട്ട് കേട്ടിട്ട് ഈ വലിയ വലിയ ടേർട്ടിൽസ് മുകളിലേക്ക് ഉയർന്നു വരാറുണ്ട്. കണ്ടാവിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. But sometimes they do not rise and the people say that whenever one from Nabukelwa is present, the turtles stay beneath the water. ചില സമയങ്ങളിൽ ഈ ആമകൾ മുകളിലേക്ക് വരൂല. അപ്പോൾ ആളുകൾ പറയും നബുക്കേലുവയിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ് അത് വരാത്തത്. For they recognize their enemies and sea turtles never forget those who have done them wrong. നല്ല ഡിസ്ക്രിപ്ഷൻ ആണത്. നെക്സ്റ്റ് ചാപ്റ്റർ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. പോയിന്റ്സ് ഓർത്തു വെക്കേണ്ട ഒരു ചാപ്റ്ററാണ്. 4th യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. Disasters are a global scenario. It is really a challenge for all humanity. Nowadays, disasters have increased both in frequency and intensity. ഇന്ന് ഈയിടെയായിട്ട് നമ്മൾ ഡിസാസ്റ്റേഴ്സ് അതിൻ്റെ ഫ്രീക്വൻസിയിലും ഇൻറ്റൻസിറ്റിയിലൊക്കെ വലിയൊരു വർധനവുണ്ടായിട്ടുണ്ട്. ദേ കോസ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി. അത് ഒരുപാട് നമ്മുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയാണ്. We can see that countries with lower human development are more vulnerable. ലോവർ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യങ്ങളിലാണ് കൂടുതലും എന്തുണ്ടാവുന്നത്, നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചൈന ആൻഡ് ബംഗ്ലാദേശ് ആർ മോസ്റ്റ് എഫക്റ്റഡ് ബൈ ഫ്ലഡ്സ്. ചൈനയിലും ബംഗ്ലാദേശിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഫ്ലഡുകൾ ഉണ്ടാവുന്നു. ഹൗഎവർ ഡ്രൗട്ട് ഇസ് മോസ്റ്റ് ഡെഡ്ലി ഓഫ് ഓൾ ഡിസാസ്റ്റേഴ്സ്. എല്ലാ ഡിസാസ്റ്റേഴ്സിലും വെച്ചിട്ട് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്രൗട്ടാണ്, വരൾച്ചയാണ്. India is vulnerable to disasters mainly due to its geographical location and geographical formation. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഫോർമേഷനും ഒക്കെ കാരണമാണ്. ദ ലോങ് കോസ്റ്റൽ ലൈൻസ്, ഇന്ത്യയുടെ ആ ഒരു പെനിൻസുലാർ കോസ്റ്റൽ ലൈൻസ്, ദ പെരിനിയൽ റിവേഴ്സ് ഓഫ് ദ നോർത്ത് എന്ന് വെച്ചാൽ കരകഴിഞ്ഞൊഴുകുന്ന എല്ലാ വർഷത്തിൽ മുഴുവനും ജലസമൃദ്ധമായി ഒഴുകുന്ന ഈ പെരിനിയൽ റിവേഴ്സ് നോർത്തിലുള്ളത്, സ്നോ ക്ലെയ്ഡ് പീക്സ്, ഹിമ തൊപ്പി ധരിച്ച് നിൽക്കുന്ന നമ്മുടെ കൊടുമുടികൾ, ഇവരെയൊക്കെയാണ് എന്തിന് കാരണം, നമുക്ക് ഈ ഡിസാസ്റ്റേഴ്സിന് കാരണം. ലീഡ് ടു ഡിസാസ്റ്റേഴ്സ്. India is affected by different kinds of disasters like landslides, floods, droughts, earthquakes, heat waves, hailstorms, cyclones, even man-made disasters like riots, കലാപങ്ങൾ, ഗ്യാസ് ലീക്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇതിന് ഒരു ഉദാഹരണം ഓർമ്മയുണ്ടാവാം. Disasters cause widespread damage, destruction and death. Disasters cause widespread damage, destruction and death. They damage lifeline support systems. അവ നശിപ്പിക്കുന്നു എന്ത്, നമ്മുടെ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റംസ്, നമ്മൾ വെള്ളം, അതുപോലെ ഇലക്ട്രിസിറ്റി, മെഡിസിൻസ്, കാര്യങ്ങളൊക്കെ. Namely communication, power supply, water supply, etc. Commercial and economic activities are badly affected. നമ്മുടെ കൊമേഴ്ഷ്യലും എക്കണോമിക് ആക്ടിവിറ്റീസിനൊക്കെ വളരെ മോശകരമായിട്ട് അത് ബാധിക്കുന്നു. Death is sometimes caused by the destruction of buildings. മരണങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണിട്ടാണ് മരണങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്. സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ്സ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്. നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ബിൽഡിംഗ്സ് കോഡ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഇംപ്ലിമെൻറ്റഡ്. State government plays a major role in disaster management. The central government also plays a facilitating role. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള്. സെൻട്രൽ ഗവൺമെൻറ് അതിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് എന്താ പറയുക ഇന്ത്യയിലുള്ളത്. റീഹാബിറ്റേഷൻ ഓഫ് വിക്ടിംസ് ഇസ് ഡൺ ത്രൂ പ്രോപ്പർ കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഈ ആളുകളെ പുനരധിവസിപ്പിക്കുക, ഇതിൻ്റെ വിക്ടിംസിനെ പുനരധിവസിപ്പിക്കുക, റീഹാബിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് അതോറിറ്റീസിൻ്റെ ഒരു കോർഡിനേഷനിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. റെസ്ക്യൂ ടീംസ് ഷുഡ് ലേൺ സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. റെസ്ക്യൂ ടീംസിന് ഒരുപാട് എന്ന് വെച്ചാൽ നമ്മുടെ റെസ്ക്യൂ ചെയ്യാൻ വരുന്ന ആളുകളില്ലേ, അവർക്ക് ഒരു നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള പ്രാക്ടീസും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ബിസൈഡ്സ് ദേ ഷുഡ് ബി വെൽ എക്യുപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജീസ്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൊടുക്കണം. അതാണ് വെൽ എക്യുപ്ഡ് എന്ന് പറയുന്നത്. അവർക്ക് വെൽ എക്യുപ്ഡ് ആയിരിക്കണം.
അതാണ് ഒരു ചാപ്റ്റർ, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ബ്രേവിംഗ് ദ ഹസാർഡ്സ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ദ സെറാങ് ഓഫ് റാണാഗഞ്ചിയാണ്. ദ സെറാങ് ഓഫ് റാണാഗഞ്ചി ഈസ് റിട്ടൺ ബൈ AJ ക്രോണിൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ദ സെറാങ് ഓഫ് റാണാഗഞ്ചി. ദ സ്റ്റോറി ദ സെറാങ് ഓഫ് റാണാഗഞ്ചി ഈസ് റിട്ടൺ ബൈ ആരാണ്? ഡോക്ടർ AJ ക്രോണിൻ. ഓക്കെ, ഈസ് അബൌട്ട്, ഈ സ്റ്റോറി അതിനെ കുറിച്ചാണ്. ഈസ് അബൌട്ട് എ സീ വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. ലിവർപൂൾ മുതൽ കൽക്കത്ത വരെയുള്ള ഒരു യാത്രയാണ്, ഒരു കപ്പൽ യാത്രയാണ് കഥ പറയുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് നടക്കുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്താണ്. ഇറ്റ് ടെൽസ് ഹൗ ദ ഓഥർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി സൈലൻ്റ്ലി ആൻഡ് ബ്രേവ്ലി. ഇതിൽ പറയുന്നത് നമ്മുടെ ഓഥറും ഹൗ ദ ഓഥർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി, ഒരു പൊട്ടൻഷ്യൽ കലാമിറ്റീനെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് ഇതിനകത്ത് പറഞ്ഞു തരുന്നത്. ആൻഡ് ബ്രേവ്ലി, സൈലൻ്റ്ലി ആൻഡ് ബ്രേവ്ലി, ഒരു വളരെ വലിയ ഒരു കലാമിറ്റിയെ ഇവരെങ്ങനെ സൈലൻ്റ് ആയിട്ട് ധീരമായിട്ട് എങ്ങനെ തരണം ചെയ്തു എന്നതാണ് ഈ സ്റ്റോറിക്ക് അത് പറഞ്ഞു തരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് കേട്ടോ. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ ഫാഷനബിൾ ലേഡീസ് റിമാർക്ക് അബൌട്ട് എ നേറ്റീവ് സീമാൻ. അതിലെ ഒരു നേറ്റീവ് സീമാനെ കളിയാക്കി കൊണ്ട് ഒരു ഫാഷനബിൾ ലേഡി ഒരു കമൻറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത് തന്നെ. ഹി വാസ് ആൻ അഗ്ലി മാൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഹെഡ്. വലിയ തലയുള്ള ചെറിയ എന്താണ് കാലുകളുള്ള ഒരു മനുഷ്യൻ, പാവ മനുഷ്യൻ്റെ ഹസൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കഥ കണ്ടിട്ടാണ് സ്ത്രീ കളിയാക്കുന്നത്. ഹി വാസ് ദ ബോട്ട്സ്വെയിൻ ഓഫ് ദ ഷിപ്പ് റാണാഗഞ്ചി. എന്ന് വെച്ചാൽ ഒരു ഫോർമാൻ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ഒരു ചെറിയ പെറ്റി ഓഫീസർ ആയിരുന്നു അദ്ദേഹം. They spoke of him as a comic creature. അവർ അയാളെ കളിയാക്കിയിട്ട് ഒരു കോമിക് ക്രിയേച്ചർ ആണെന്ന് പറഞ്ഞു. AJ ക്രോണിൻ, the physician of the ship, overheard this remark. AJ ക്രോണിൻ ആ ഷിപ്പിലെ ആരായിരുന്നു? ഫിസിഷ്യൻ ആയിരുന്നു, ഡോക്ടർ ആയിരുന്നു. ഷിപ്പിൽ ഫിസിഷ്യൻ ഉണ്ടാവും. അപ്പോൾ അയാൾ ഇത് കേട്ടു, ഇവർ കളിയാക്കി എന്ന് കേട്ടു. The ship was crowded with tourists and most of them were accompanied by their wives and families. ഷിപ്പിൽ നിറയെ ആളുകളാണ്, 1500ഓളം ആളുകളുണ്ട്. അതിനകത്തും അധികം ആളുകളും അവരുടെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൻ ദ ഷിപ്പ് ലാൻഡഡ് അറ്റ് പോർട്ട് സെയ്ദ് ദ ടൂറിസ്റ്റ് വെൻറ്റ് ഔട്ട് ഫോർ ഷോപ്പിംഗ്. പോർട്ട് സെയ്ദിൽ എത്തിയപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി ഒരുപാട് ഷോപ്പിങ്ങിനൊക്കെ പോയി. ഓൺ ദ ഫോളോയിങ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ സെറാങ്, അപ്പോൾ അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വെതറും കണ്ടീഷനും ഒക്കെ ക്ലിയർ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഓൺ ദ ഫോളോയിങ് മോർണിംഗ് സെറാങ് അപ്പിയർഡ് വിത്ത് 2 ലാസ്കേഴ്സ്. 2 ജോലിക്കാരുമായിട്ട് സെറാങ്, നമ്മുടെ ഹസൻ എന്ന് പറയുന്ന സെറാങ് അവിടേക്ക് എത്തി. ദേ വർ ഒബീവിയസ്ലി സിക്ക്. 2 പേരെയും രോഗികളാണ്, ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് 2 പേരെയും. ക്രോണിൻ ഡയഗ്നോസ്ഡ് ദാറ്റ് ദേ വർ സഫറിങ് ഫ്രം സ്മോൾ പോക്സ്. ക്രോണിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കി ഇവർ എന്താണ്, ദേ വർ സഫറിങ് ഫ്രം സ്മോൾ പോക്സ്, സ്മോൾ പോക്സിന് പിടിപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ക്രോണിൻ റിപ്പോർട്ടഡ് ദ മാറ്റർ ടു ദ ക്യാപ്റ്റനോട് കാര്യം പറഞ്ഞു. He advised the doctor to keep it a secret. അദ്ദേഹം പറഞ്ഞു, ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങളിത് സീക്രട്ടായിട്ട് വെക്കണം. He requested the doctor to arrange an isolated area for the patients. നിങ്ങൾ ആളുകളെ പരിഭ്രാന്തരാക്കരുത്, അതാരും അറിയാൻ പാടില്ല ഈ ഒരു വലിയ മഹാമാരി ഇവിടെ വന്നിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? മാത്രമല്ല എനിക്ക് കൂടുതൽ ആളുകളെ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തരാനും കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് ഒരാളെ തരാം, കാരണം ഐ ആം ഓവർലോഡഡ് ആൻഡ് അണ്ടർ എംപ്ലോയിഡ്. പക്ഷേ കുറച്ച് ആളുകൾ മാത്രമേ എനിക്ക് ജോലിക്കാരുള്ളൂ, ഇഷ്ടം പോലെ ആളുകൾ യാത്രക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹസൻ എന്ന് പറയുന്ന ഒരു സെറാങ്ങിനെ തരാം, ഓക്കെ എന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. He requested the doctor to arrange an isolated area for the patients. The Sarang helped to make a shelter on the deck. സെറാങ് ആണ് ആ ഡോക്ടറെ സഹായിച്ചത്. ഡെക്കിൽ ആരും അറിയാതെ ഏറ്റവും കപ്പലിൻ്റെ പുറം തട്ടിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട്. വിത്തിൻ ആൻ അവർ ഹി ബിൽഡ് എ ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ. ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹം വലിയൊരു ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ അവിടെ ഉണ്ടാക്കി. അനദർ മാൻ ഷോഡ് സൈൻസ് ഓഫ് സ്മോൾ ബോക്സ്. മറ്റൊരാളും വന്നു സ്മോൾ ബോക്സിൻ്റെ സിംറ്റംസ് കാണിച്ചിട്ട്. അറ്റ് ദാറ്റ് ടൈം സെറാങ് ഹസൻ ഹെൽപ്പ് ദ ഡോക്ടർ വിത്തൗട്ട് ഷോയിങ് എനി ഫിയർ. ഒരു ഭയവും കൂടാതെ. പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമായിരുന്നു. അതുപോലെ ഡ്രെഡഡ് ഡിസീസാണ്, മരണം വരെ സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു അസുഖമാണിത്. കണ്ടാൽ ഭയക്കുന്ന അസുഖമാണിത് സ്മോൾ ബോക്സ്. അത്തരം അസുഖമായിട്ട് പോലും, എല്ലാവരും പേടിക്കുന്ന അസുഖമായിട്ട് പോലും ഹസൻ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഈ ആളുകളെ പരിചരിച്ചു.
At that time, the Sarang Hassan helped the doctor without showing any fear. The next 6 or 7 men came with the signs of smallpox. പിന്നെയും 6 or 7 ആളുകൾ വന്നു. Again, Hassan took much care to treat them. Sarang sat watchful when one of the victims was in a coma state. Sarang was really from Punjab. ശരിക്കും Sarang എവിടെ നിന്നാണ്? പഞ്ചാബിൽ നിന്നാണ്. His parents had wandered to South India. It was at that time he took a seafaring life. അയാൾ ശരിക്കും പഞ്ചാബിൽ നിന്നാണ്. പിന്നെ അവരുടെ പാരൻസ് സൗത്ത് ഇന്ത്യയിലേക്ക് പോയി. അവിടെ മുതലാണ് സെറാങ് ഒരു സീഫാറിംഗ് ലൈഫ് സ്വീകരിക്കുന്നത്. He had no place on shore and remained unmarried. അയാൾക്ക് ഭൂമിയിൽ ഒരു സ്ഥലവും ഇല്ലായിരുന്നു. അയാളുടെ ലൈഫൊക്കെ അയാൾ മുഴുവൻ അൺമാരിഡ് ആയിട്ട് ജീവിക്കുകയാണ്. He had no savings. മൂപ്പരുടെ കയ്യിൽ സേവിങ്സ് ഒന്നുമില്ല. Cronin expressed his wish that he should be paid extra for this service. ക്രോണിന് ഇയാളുടെ വല്ലാത്ത അലിവ് തോന്നിയിട്ട് പറയാണ്, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഈ ചെയ്യുന്ന ജോലിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടണം. ബട്ട് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ അതിനൊന്നും അയാൾക്ക് താല്പര്യമില്ല. ഹി വാസ് ഹാപ്പി വിത്ത് വാട്ട് ഹി ഹാഡ്. അയാൾ വളരെ സന്തോഷത്തിലാണ്, എന്ന് വെച്ചാൽ തൃപ്തനാണ്. അയാളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ അദ്ദേഹം തൃപ്തനായിരുന്നു. When 2 of their patients died, Hassan himself sewed their shrouds. 2 ആളുകൾ പേഷ്യൻസ് മരിച്ചപ്പോൾ അവരുടെ ശവശരീരങ്ങൾ അയാൾ തന്നെ പൊതിഞ്ഞു. റീഡ് അലൗഡ് എ ഷോർട്ട് പാസേജ് ഫ്രം രാമായണത്തിലെ കുറച്ച് സൂക്തങ്ങളൊക്കെ അദ്ദേഹം ഉച്ചരിച്ചു. ആൻഡ് ത്രൂ ദെയർ ബോഡീസ് ഓവർ ബോർഡ്, വെള്ളത്തിലേക്ക് ശരീരം ഒഴുക്കി. ഇതെല്ലാം ചെയ്തത് ഹസൻ തന്നെയാണ്. ഇൻ ദ എൻഡ് വെൻ മോസ്റ്റ് ഓഫ് ദം ഷോഡ് സൈൻസ് ഓഫ് ഹെൽത്ത്, they appeared 3 sores in the arms of Hassan. The voyage came to an end. As Hassan was trying to unload the baggage, that lady's voice was heard again. അപ്പോൾ കൊളംബോയിലെത്തി അവർ ഈ ആളുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ആളുകളുടെയും അസുഖങ്ങളൊക്കെ മാറി എല്ലാ ആളുകളും എന്ത് ചെയ്തു, റിക്കവറിങ്ങിൻ്റെ പാത്തിലാണ്. 1-2 ആളുകളുടെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. എല്ലാവരെയും കൊളംബോയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ആക്കി. തിരിച്ച് അവിടെ നിന്നും അവർ എവിടേക്ക് യാത്ര തുടങ്ങി? കൽക്കത്തയിലേക്ക് യാത്ര തുടങ്ങി. കൽക്കത്തയിലേക്ക് യാത്ര തുടങ്ങിയ സമയത്ത് അവിടെ എത്തി. കൽക്കത്തയിലെത്തിയപ്പോൾ ബാഗേജൊക്കെ ആളുകൾക്ക് എടുത്ത് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ലേഡീസ് വോയിസ് വാസ് ഹേർഡ് അഗെയിൻ. ആ സ്ത്രീയില്ലേ, ഫാഷനബിൾ ലേഡിയില്ലേ, മിസ് ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ശബ്ദം വീണ്ടും കേട്ടു. ഷി വാസ് സർപ്രൈസ് ടു സീ ദാറ്റ് ഡേർട്ടി ക്രിയേച്ചർ. ആ ഡേർട്ടി ക്രിയേച്ചർ എന്ന് പറയുന്ന അത് ശരിക്കും ഇവിടെ ആശ്രതനെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെ കണ്ടപ്പോൾ അവൾ പിന്നെയും സർപ്രൈസ്ഡ് ആയി. ഷി ആസ്ക്ഡ് ക്രോണിൻ വേർ ഹി ആസ്ക്ഡ് ക്രോണിൻ. ആ ഡോക്ടറോട് ചോദിച്ചു അവൾ, എന്ത്, നിങ്ങൾ എവിടെയാണ് ഇയാളെ ഇതുവരെ വെച്ചത്, ഈ ഡേർട്ടി ക്രിയേച്ചറിനെ വെച്ചത്? ഡ്യൂറിങ് ദ ഹോൾ വോയേജ്, ഞാൻ ഈ യാത്രയുടെയൊക്കെ മൂപ്പരെ കണ്ടിട്ടേ ഇല്ലല്ലോ, ഇയാൾ നിങ്ങൾ എവിടെയാണ് പൂട്ടി വെച്ചത്? ഷീ ഓൾസോ ആസ്ക്ഡ് ഹിം വെദർ ഹി ഹാഡ് കെപ്റ്റ് ഹിം ഇൻ എ കേജ്. ഇയാളെ കൂട്ടിൽ വെച്ചതാണോ നിങ്ങൾ കീപ്പ് ചെയ്തത്? ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, എന്ന് വെച്ചാൽ ഒരു ആനിമലിനെ കീപ്പ് ചെയ്യുന്ന പോലെ ഒരു കൂട്ടിൻ്റെ അകത്തറ്റം ഇതിനെ കീപ്പ് ചെയ്യാമായിരുന്നു എന്ന് കളിയാക്കി ചോദിച്ചു. At this question, Cronin agreed that it was in a cage that he had kept him, but all the animals were outside the cage. പക്ഷേ ഈ ചോദ്യത്തിന് ക്രോണിൻ പറഞ്ഞ മറുപടി, വെള്ളക്കാരനായിരുന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഏത്? അതെ, ഒരു തരത്തിലൊരു കൂട്ട് തന്നെയായിരുന്നു, പക്ഷേ മൃഗങ്ങളെല്ലാം പുറത്തായിരുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞ് അതിനൊരു ചുട്ട മറുപടി കൊടുക്കുകയാണ് ക്രോണിൻ ചെയ്യുന്നത്. ഇനി ക്യാരക്ടർ സ്കെച്ച് ഓഫ് സെറാങ് ആണ്. ഞാൻ പറഞ്ഞു ഇതിനടുത്ത് ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ് സെറാങ്ങിൻ്റെ. ഹസൻ ഇസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണാഗഞ്ചി. He looks like a squat, ugly native seaman with short legs and disproportionate head. He is from the Punjab. മൂപ്പര ആരാണെന്ന് ആദ്യം പറഞ്ഞു, റാണാഗഞ്ചിയിലെ സെറാങ് ആണ്. ഇനി അയാളുടെ അപ്പിയറൻസ് ആണ് പറയുന്നത്. സ്കോട്ട്, അഗ്ലി നേറ്റീവ് സീമൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. ഹി ഈസ് ഫ്രം പഞ്ചാബ്. മൂപ്പര നാട് എവിടെയാണ്? പഞ്ചാബ്. He had been working in the ship for 40 years and has been in Ranaganji for 15 years. 40 വർഷമായി ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. റാണാഗഞ്ചി തന്നെ 15 വർഷമായി. He has no place of his own on the shore. കരയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളൊന്നുമില്ല, ആളുകളുമില്ല. He has no family, friends or relatives. He has never married. He is a Muslim. He has no money or property. He is not at all interested in such things and so he never cares to accumulate such savings. അയാൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സ്വരൂപിക്കുന്നതിൽ അദ്ദേഹത്തിനൊരു മിടുക്കും കാണിച്ചിട്ടില്ല അദ്ദേഹം. ഹി ഈസ് വെരി സിൻസിയർ ഇൻ ഡ്യൂട്ടി. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ വളരെ സിൻസിയറാണ്. ഹി നെവർ എക്സ്പെക്ട്സ് എനി റിവാർഡ് ഫോർ ഹിസ് വർക്ക്. അദ്ദേഹത്തിൻ്റെ വർക്കിന് ഒരു റിവാർഡും അദ്ദേഹം എന്ത് ചെയ്തില്ല, ആഗ്രഹിച്ചില്ല. കറേജ്, സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത് ആർ ഹിസ് അസറ്റ്സ്. അദ്ദേഹത്തിൻ്റെ
എന്താ പറയുക മുതൽക്കൂട്ടെന്ന് പറയുന്നത് കറേജ്, സെൽഫ് കൺട്രോൾ, ഫെയ്ത്ത്, ഇതൊക്കെ ആട്ടോ അയാളുടെ ക്വാളിറ്റീസ്, ട്രേഡ്സ് ഇതൊക്കെ ആട്ടോ. അപ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. കറേജ്, സെൽഫ് കൺട്രോൾ, ഫെയ്ത്ത്. He helps the doctor by assisting him in watching the patients and caring them. He helps the doctor by assisting him in watching the patients and caring them. He is ready to serve them even though it is contagious disease. അദ്ദേഹം അതൊരു പകർച്ചവ്യാധിയായ അസുഖമായിട്ട് പോലും ആ ഡോക്ടറിൻ്റെ കൂടെ നിന്നിട്ട് സെർവ് ചെയ്യുന്നു. He prays for the patients. പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. His heart feels deeply for them. He cries for them also. He is very truthful and dutiful. When the patients die, their bodies are thrown into the sea only after his prayer. He has no frenzy-like feelings for his own religion, but he advocates communal harmony through his character. The incidents in the story reveals the sympathetic as well as empathetic feelings of Hassan. അത് നല്ലൊരു സെന്റൻസ് ആണ്. The incident in the story reveals the sympathetic as well as the empathetic. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ സിമ്പത്തി തോന്നുക, അനുകമ്പ തോന്നുക. എംപത്തറ്റിക് എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായി മാറുമ്പോഴാണ് അതിനെ എംപത്തി എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് ഹസൻ്റെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി, ദ ആനിമൽസ് were all outside, hints at the character of Sarang, who is presented here as an illustration for a man with a good heart, thought and deed. ആനിമൽസ് were all outside എന്ന് പറയുന്ന ആ ഒരു വർത്തമാനം, ഡോക്ടറിൻ്റെ വർത്തമാനം, ഇത് ഹസൻ്റെ ക്യാരക്ടറിനെ ഷോ ചെയ്യിക്കുന്നതാണ്. ഏത് ഹസൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്, ഒരു മനുഷ്യൻ്റെ ഉദാഹരണമാണ്. എങ്ങനെയുള്ള മനുഷ്യന്? നല്ല ഹൃദയമുള്ള, നല്ല ചിന്തകളുള്ള, നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യന് ഉദാഹരണമാണെന്ന് പറഞ്ഞിട്ടൊക്കെ അവസാനിപ്പിച്ച നല്ലൊരു ക്യാരക്ടർ സ്കെച്ചാണിത്. പഠിക്കാം. നെക്സ്റ്റ് ഇസ് ദ wreck of Titanic. The wreck of Titanic. The Wreck of Titanic is a poem written by whom? ബെഞ്ചമിൻ പെക്കീത്ത് ആണ്. ഈ പോയത്തിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. The poem The Wreck of Titanic, written by Benjamin Peckett, is about the world's greatest tragedies at sea. ട്രാജഡീസിനെ കുറിച്ചിട്ടാണ്. Sorry. The poem Wreck of Titanic, written by Benjamin Peckett, is about world's greatest tragedies at sea. നമ്മൾ ഇതിനകത്ത് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണല്ലോ ഈ യൂണിറ്റിനകത്ത് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ട്രാജഡി ആയിട്ടുള്ള ഒരു ടൈറ്റാനിക്കിൻ്റെ wreckനെ കുറിച്ചിട്ടാണ് ഈ യൂണിറ്റ്, ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഹിയർ ദ പോയറ്റ് എക്സ്പ്രസസ് ദ പോയം വിത്ത് എ സോ ബ്യൂട്ടിഫുൾ ദാറ്റ് വി ഫീൽ എംപതി ഫോർ ദ ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിനോട് നമുക്ക് വല്ലാത്തൊരു എംപതി തോന്നുന്ന രീതിയിലാണ്, നമുക്ക് വല്ലാത്തൊരു സങ്കടം, സഹതാപം തോന്നുന്ന രീതിയിലാണ് പോയറ്റ് ഓക്കെ, പോയറ്റ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹിയർ ദ പോയറ്റ് എക്സ്പ്രസസ് ദ പോയം വിത്ത് എ സോ ബ്യൂട്ടിഫുള്ളി ദാറ്റ് വി ഫീൽ എംപതി ഫോർ ദ ഇൻസിഡൻറ്റ്. ഓൺ April 14th, വിഷുവിൻ്റെ അന്ന്, ഓൺ April 14th ആലോചിക്കാം, 1942 ദ ടൈറ്റാനിക് വിത്ത് 201 passengers, 201 passengers, അതൊരു മിസ്റ്റേക്കാണ്, 201 passengers അല്ല,
2,100 passengers ആട്ടോ, 2,000 ആണ്. 2,100 passengers and the crew collided with the iceberg and sank into the depths of Atlantic Ocean. അറ്റ്ലാന്റിക് ഓഷനിൽ എവിടേക്കാണ് സ്ഥലം ആലോചിക്കണേ? 1942 ഏപ്രിൽ 14 ടൈറ്റാനിക് വിത്ത് 2,100 പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ കൊളൈഡഡ് വിത്ത് ഐസ്ബർഗ്, ഒരു ഐസ്ബർഗിൽ വെച്ച് ഇടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് സാങ്ക് ഇൻ ടു ദ ഡെപ്സ് ഓഫ് അറ്റ്ലാന്റിക് ഓഷൻ, അറ്റ്ലാന്റിക് ഓഷനിലാണ് അത് മുങ്ങുന്നത്. ദ പോയം ഓൾസോ ബ്രിങ്സ് ഔട്ട് സം ഹീറോയിക് ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം. Poem also brings out some heroic acts of courage and heroism. Okay, the poem begins with the smooth commencement of the voyage. ആദ്യം വളരെ സ്മൂത്തായിട്ട് ഇത് യാത്ര തുടങ്ങിയതാണ് ആദ്യം പറയുന്നത്. ഷീ ലൈക്ക് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഫ്രം ലെഫ്റ്റ് സൗത്താംപ്ടൺ. സൗത്താംപ്ടൺ എന്ന് പറഞ്ഞ തുറമുഖം വളരെ സുഖകരമായിട്ട് ഒരു കവിത പോലെ ഒഴുകിപ്പോയി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. Thousands of people on the shore watched the largest and most luxurious ship on her maiden voyage. ഏറ്റവും വലിയ കപ്പൽ, ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള കപ്പൽ, അത് യാത്ര തുടങ്ങുന്നത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ കാണാൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എവ്രിബഡി ഇൻ ദ ഷിപ്പ് വാസ് ഫീലിംഗ് സേഫ് ആൻഡ് നോബഡി സ്മെൽ ഡെത്ത്. എല്ലാവരും ഇത്രയും വലിയ കപ്പലല്ലേ, ആധുനിക കപ്പലല്ലേ, വളരെ സേഫാണെന്ന് കരുതി ആരും മരണത്തെ ഭയന്നു പോലും ചെയ്തില്ല. ദ ഷിപ്പ് വാസ് ഹെയിൽഡ് ആസ് ദ ലാസ്റ്റ് വർക്ക് ഓഫ് മാൻ. At this time, nobody knew that the ghostly white mountain of ice was looming ominous. ഒരു ദുശഗുണം പോലെ, അതാണ് ലൂമിങ് ഒമിനസ് എന്ന് പറഞ്ഞാൽ. ഈ വൈറ്റ്ലി ഗോസ്റ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ്ലി വൈറ്റ് മൗണ്ടൻ ഓഫ് ഐസ് എന്ന് വെച്ചാൽ ഐസ്ബർഗ് അവിടെ നിൽക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആരും ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ആരും ബോധവാനായിരുന്നില്ല. എവ്രി വൺ സൂൺ ലേൺഡ് ദാറ്റ് ദ ഗ്രേറ്റ് ടൈറ്റാനിക് സ്ട്രക്ക് ദ ടവറിംഗ് മൗണ്ടൻ. പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി, ബോധ്യമായി, ആ വലിയ ടൈറ്റാനിക് ആ ഐസ്ബർഗിനെ ഇടിച്ചു. എവ്രി വൺ സൂൺ ലേൺ ദാറ്റ് ദ ഗ്രേറ്റ് ടൈറ്റാനിക് സ്ട്രക്ക് ദ ടവറിംഗ് മൗണ്ടൻ വാസ് സിങ്കിങ്. ഇത് ഇടിച്ചതിന് ശേഷം കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും ബോധ്യമായി. ദ റിമൈനിങ് സ്റ്റാൻസാസ് ഡിസ്ക്രൈബ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ക്യാപ്റ്റൻ സ്മിത്ത്. പിന്നീടുള്ള ആ ഒരു നെക്സ്റ്റ് പേജ് നമ്മൾ കാണുന്നത് മുഴുവനും ഏതാണ്? ഒരു ഫസ്റ്റ് 4 സ്റ്റാൻസാസ് കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റാൻസാസ് മുഴുവനും കാണുന്നത് നമ്മൾ ഏതാണ്? ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ധീരതയാണ്. ദ കമാൻഡർ ഓഫ് ഷിപ്പ് ആൻഡ് ഹിസ് ക്രൂ, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെയും ധീരതയാണ് നമ്മൾ കാണുന്നത്. ഹി എക്സോർട്ടഡ് ദ ക്രൂ ടു ബി പാട്രിയോട്ടിക്. നിങ്ങൾ രാജ്യസ്നേഹികളാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആളുകളോട്, തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് ആഹ്വാനം ചെയ്തു. ഹി ഹെൽപ്ഡ് ദ വിമൻ ആൻഡ് ചിൽഡ്രൻ ടു ഗെറ്റ് ഇൻ ടു ദ ലൈഫ് ബോട്ട്സ്. ലൈഫ് ബോട്ടുകളിലേക്ക് ആദ്യം കയറാൻ വേണ്ടിയിട്ട് സ്ത്രീകളോടും കുട്ടികളോടും ആവശ്യപ്പെട്ടു. ദ ബാൻഡ് പ്ലേഡ് ഹിം. ആ മ്യൂസിക് ബാൻഡ്, ക്രൂ മെമ്പേഴ്സിലെ മ്യൂസിക് ബാൻഡ് അവർ ദൈവസ്തുതി പാടിക്കൊണ്ടേയിരുന്നു. നിയറർ മൈ ഗോഡ് ടു തീ, നിന്നിലേക്ക് ഇതാ ഞങ്ങൾ അടുക്കുന്നു ദൈവമേ എന്ന് പറയാണ്. ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വരികയാണ് ദൈവമേ എന്ന് പറഞ്ഞാൽ അവർ മരിക്കുകയാണ്. ആൻഡ് ദേ ഓൾ വെൻറ്റ് ഡൗൺ ഇൻ ടു ദ സീ. എല്ലാവരും കടലിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. ആര്? ക്രൂ മെമ്പേഴ്സ്, ക്യാപ്റ്റൻ അടക്കം. ദ പോയറ്റ് കമ്പയർസ് ദിസ് ഇൻസിഡൻറ്റ് ടു പാട്രിയോട്ടിക് ഇൻസിഡൻസ് ഓഫ് ട്രഫാൽഗർ, അലാമോ, വാട്ടർലൂ, ദ ലൈറ്റ് ബ്രിഗേഡ് ആൻഡ് ദ ബ്രേവ് ഡീഡ്സ് ഓഫ് ജിം ബുൾസോ. ഇങ്ങനെയുള്ള കുറേ ഈ ബ്രിട്ടൻ്റെ അഭിമാന മുഹൂർത്തങ്ങൾ. ഇപ്പോൾ നമ്മൾ കാർഗിൽ വാർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബ്രിട്ടൻ്റെ കുറച്ച് ട്രഫാൽഗേഴ്സ്, അതുപോലെ തന്നെ അലാമോ, വാട്ടർലൂ യുദ്ധം, അതുപോലെ തന്നെ ദ ലൈറ്റ് ബ്രിഗേഡ്, ദ ബ്രേവ് ഡീഡ്സ് ഓഫ് ജിം ബുൾസോ എന്ന് പറയുന്ന എഞ്ചിനീയറുടെ ആ ഒരു വലിയ പ്രവർത്തനം, ബോട്ട് പറഞ്ഞ് ഒരുപാട് ആളുകളെ രക്ഷിച്ച നമ്മളെ മൊയ്തീൻ്റെ ഒക്കെ പോലെ ചെയ്ത ആ എഞ്ചിനീയറിൻ്റെ പോലെ എല്ലാം ഒരുപാട് സമാനമായ കാര്യങ്ങൾ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഓർമ്മിക്കപ്പെടുന്നു. ദിസ് പോയം ഹാസ് ഗ്രേറ്റ് റെലവൻസ് ഈവൻ ടുഡേ. ഇന്നും ഈ പോയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇറ്റ് ഗിവ്സ് ഇൻസൈറ്റ്സ് അബൌട്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ്, പാട്രിയോട്ടിസം ആൻഡ് ഷിവാൽറി. ദിസ് poem is written in simple and lucid language, but it's posterizes all the events very realistically. പക്ഷേ അതെല്ലാം പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇവൻസും വളരെ മനോഹരമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഓതർ. നെക്സ്റ്റ് വൺ ഇസ്, അതാണ് നമ്മുടെ പോയം വ്രെക്ക് ഓഫ് ടൈറ്റാനിക്. നെക്സ്റ്റ് വൺ ഇസ് ഗൂസ്ബെറീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ യൂണിറ്റിൽ എന്ന് വെച്ചാൽ 5th യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഗൂസ്ബെറീസ്. ആൻറ്റൺ ചെക്കോവ് ആണ് എഴുതിയിട്ടുള്ളത്. ആൻറ്റൺ ചെക്കോവ്സ് സ്റ്റോറി ഗൂസ്ബെറീസ് പ്രസൻസ് 2 brothers ഓഫ് എൻറ്റയർലി ഡിഫറെൻറ്റ് നേച്ചർ. 2 വ്യത്യസ്തമായുള്ള സ്വഭാവങ്ങളുള്ള ബ്രദേഴ്സിൻ്റെ
കാണിക്കുന്നു. ബ്രദേഴ്സിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇത് ഗൂസ്ബെറീസ്. ദേ ആർ ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോളായ് ഇവാനിച്ച്. ഒന്നാമത്തെ ആൾ ഇവാൻ ഇവാനിച്ച്, രണ്ടാമത്തെ ആൾ നിക്കോളായ് ഇവാനിച്ച്. ദ എൽഡർ ഇവാൻ വാസ് എ വെറ്റിനറി സർജൻ. ദ യങ്ങർ നിക്കോളായ് വാസ് എ ഗവൺമെൻറ് സർജൻ. ആരാണ്? ഗവൺമെൻറ് സെർവൻ്റ് ആണ്. ദ എൽഡർ ഇവാൻ, നമ്മുടെ സ്റ്റോറിയിൽ ആദ്യം നമ്മൾ കാണുന്ന ഇവാൻ ഇവാനിച്ച് എന്ന് പറയുന്ന ആള് ഒരു വെറ്റിനറി സർജനാണ്, ഒരു മൃഗ ഡോക്ടറാണ് അയാൾ. ഇനിയോ ദ യങ്ങർ നിക്കോളായ്, അയാളുടെ ബ്രദർ ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആണ്. സർജൻ്റ് അല്ല, സെർവൻ്റ് ആണ്, ഗവൺമെൻറ് ജീവനക്കാരനാണ്. ഇവാൻ വാസ് ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് ലൈഫ് ഹി വാസ് ലീഡിങ്. ഇവാന് വളരെ ഹാപ്പി ആയിരുന്നു അയാളുടെ ജീവിതം. വെറ്റിനറി സെർവൻ്റൊക്കെ ആയി അടിപൊളിയായി ജീവിക്കുകയാണ്. ബട്ട് നിക്കോളായ് ഓൾവേസ് ഡ്രീംഡ് ഓഫ് പീസ്ഫുൾ ലൈഫ് ഇൻ ദ കൺട്രി. പക്ഷേ നിക്കോളായ് സന്തുഷ്ടനായിരുന്നില്ല. അയാൾ ഗവൺമെൻറ് ജോലിയൊന്നും അയാൾക്ക് സന്തോഷപ്പെടുത്തുന്നില്ല. അയാൾ എപ്പോഴും ആഗ്രഹിച്ചത് ഒരു കൺട്രി ലൈഫായിരുന്നു. വില്ലേജിൽ പോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിക്കുക, ഒരു തോട്ടം ഉണ്ടാക്കുക, അവിടെ ജീവിക്കുക. He would always dream of eating out in the open air and of sleeping in the sun. When the story begins, we can see Ivan about to tell a story of his brother to his friend Bokin. കഥ തുടങ്ങുമ്പോൾ ഒരു മഴ പെയ്യാൻ പോകുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ ഇവാന് അയാളുടെ സുഹൃത്തായ സ്കൂൾ മാസ്റ്റർ ബ്രോക്കിനോട് ഒരു കഥ പറയാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. At that time the rain began to fall and the two men went to their friends Aliokin's estate. അപ്പോൾ അവിടെ പെട്ടെന്ന് മഴ പെയ്യുന്നു. രണ്ടുപേരും ഒന്ന് കയറി നിൽക്കാൻ വേണ്ടി തൊട്ടടുത്ത അലിയോക്കിൻ എന്ന് പറയുന്ന അവിടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്നു. There they saw Aliokin in a winning machine, near a winning machine പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അലിയോക്കിനെ അവിടെ കണ്ടു. He was tall and stout and looked like a professor. Aliokin was happy to see with his friends. He invited them to his house. സുഹൃത്തുക്കളെ കണ്ടതിൽ സന്തോഷിച്ചു. അലിയോക്കിൻ അവർ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. At the house, Ivan and Bokin were received by a chambermaid named Pelagia. The maid gave them towel and soap and all the three took a bath in the bathing shed. At this time, Ivan began to tell the story of his brother Nikolai. നിക്കോളായിൻ്റെ കഥ വീട്ടിലെത്തിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അയാൾ പറയാൻ തുടങ്ങുകയാണ്. In their childhood they spent their days running wild in the country. After their father's death, കുട്ടികളായിരിക്കുന്ന സമയത്ത് കൺട്രിയിൽ അവരിങ്ങനെ ഒരു പെസൻസ് ചിൽഡ്രൻ പോലെ കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. After their father's death, അച്ഛൻ്റെ മരണത്തിന് ശേഷം their life became more difficult. Their father's estate was sold to pay the debts. അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടാൻ തന്നെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് വിൽക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ സമ്പാദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ നിക്കോളായ് ഹാഡ് എ ഗുഡ് ജോബ്. ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ജോബ്. നിക്കോളായ്ക്ക് നല്ല ജോബ് ഉണ്ടായിരുന്നിട്ട് പോലും നിക്കോളായ് ഒരിക്കലും അയാളുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഹിസ് ആംബിഷൻ വാസ് ടു ഓൺ എ കൺട്രി എസ്റ്റേറ്റ്. അയാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി എസ്റ്റേറ്റ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതാണ്. Then he married a rich widow, not because of he loved her. സ്നേഹം കൊണ്ടല്ല, അയാൾ പണം ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബിഗ് എസ്റ്റേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾ ഒരു കല്യാണം കഴിച്ചു, ഒരു റിച്ച് വിഡോനെ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ വിഡോ, നിക്കോളായ് ബ്രോട്ട് ആൻ എസ്റ്റേറ്റ്. അവളുടെ മരണത്തിന് ശേഷം അയാൾ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. വേർ ഹി പ്ലാന്റഡ് 20 ഗൂസ്ബെറി ബുഷസ്. അവിടെ അയാൾ 20 ഗൂസ്ബെറി ബുഷസ് നട്ടു. വൺസ് ഇവാൻ പെയ്ഡ് എ വിസിറ്റ് ടു ഹിസ് ബ്രദേഴ്സ് എസ്റ്റേറ്റ്. അങ്ങനെ ഒരിക്കലും ഇവാൻ അയാളുടെ ബ്രദറിൻ്റെ എസ്റ്റേറ്റ് ഒരു വിസിറ്റ് നടത്തി. ഹി വാസ് നോ ലോങ്ങർ പുവർ. ഇപ്പോൾ അയാൾ ആ പണ്ടത്തെ ആളേ അല്ല, പാവപ്പെട്ടവനേ അല്ല. ഹി സോ നിക്കോളായ് ആസ് എ റിയൽ ലാൻഡ് ഓണർ. ഇന്ന് വലിയൊരു ഭൂപ്രമാണി തന്നെയാണ് അയാൾ. ഹി ഗേവ് ഗാലോൺസ് ഓഫ് വോഡ്ക ടു ദ പെസൻസ്. ഒരുപാട് ലിറ്റർ കണക്കിന് വോഡ്ക, മദ്യം പെസൻസിന് കൊടുക്കുന്ന, ഹോളിഡേയ്സിൽ പെസൻസിന് കൊടുക്കുന്ന, കൃഷിക്കാർക്ക് കൊടുക്കുന്ന ആൾ. നിക്കോളായ് ഗേവ് എ ഡെലീഷ്യസ് ഡിന്നർ ഫോർ ഹിസ് ബ്രദർ. തൻ്റെ ബ്രദറിന് ഒരു സമൃദ്ധമായ സ്വാദിഷ്ടമായ ഡിന്നർ കൊടുക്കുകയാണ്. ഹി സെർവ്സ് ഗൂസ്ബെറി ആഫ്റ്റർ ദ മീൽ. ഭക്ഷണത്തിന് ശേഷം അയാൾ ഗൂസ്ബെറീസും കൊടുക്കുന്നുണ്ട്. ഗൂസ്ബെറീസ് നെല്ലിക്ക. ഫോർ ഇവാൻ ദിസ് ടേസ്റ്റ് സോർ. ഇവാനെ സംബന്ധിച്ചിടത്തോളം അത് കയ്പുള്ളതും അൺറൈപ്പുമാണ്, അൺറൈപ്പ് പഴുക്കാത്തതുമാണ്. ബട്ട് നിക്കോളായ് ഏറ്റ് ദം കമൻറ്റിംഗ് ദാറ്റ് ദേ വർ ഡെലീഷ്യസ്. താൻ നട്ട് വളർത്തിയ, ഒരുപാട് ആഗ്രഹിച്ച് വളർത്തിയിട്ടുള്ള ആദ്യത്തെ കായ്കളാണ് ഇത്, ഈ ഗൂസ്ബെറീസ്. അത് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഡെലീഷ്യസ് ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുകയാണ്. ഇവാൻ ഫീൽസ് ഗിൽട്ട് ദാറ്റ് ഹി ടു ഹാസ് ബീൻ കണ്ടന്റ് വിത്തൗട്ട് റിയലൈസിങ് ദ ഫാക്ട് ദാറ്റ് ബിഹൈൻഡ് എവറി ഐഡിയൽ സാറ്റിസ്ഫാക്ഷൻ ദർ എക്സിസ്റ്റ് ദ പോവർട്ടി ആൻഡ് സഫറിങ്സ് ഓഫ് ദ പുവർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവാൻ ഫീൽസ് ഗിൽട്ട് ദാറ്റ്, ഇവാനിന് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്, ദാറ്റ് ഹി
ടു ഹാസ് ബീൻ കണ്ടന്റ് വിത്തൗട്ട് റിയലൈസിങ്. അയാളും ഇതുവരെ തൃപ്തിപ്പെട്ട് നിൽക്കുകയായിരുന്നു. റിയലൈസിങ്, വിത്തൗട്ട് റിയലൈസിങ്, തിരിച്ചറിയാതെ. ദ ഫാക്ട് ദാറ്റ് ബിഹൈൻഡ് എവറി ഐഡിൽ സാറ്റിസ്ഫാക്ഷൻ, എല്ലാ ഐഡിൽ സാറ്റിസ്ഫാക്ഷനും പിന്നിൽ ദർ എക്സിസ്റ്റ് ദ പോവർട്ടി ആൻഡ് സഫറിങ് ഓഫ് ദ പുവർ. പാവപ്പെട്ടവൻ്റെ കഷ്ടപ്പാടും സഫറിങ്സ് ഒക്കെ ഉണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കിയില്ല. ദ സ്റ്റോറീസ് എൻഡ് വിത്ത് ഇവാൻസ് റിക്വസ്റ്റ് ടു അലിയോക്കിൻ ടു ഡു ഗുഡ് തിങ്സ് ടു ഇൻ ലൈഫ്. ഈ കഥ അവസാനിക്കുന്നത് ഇവാൻ തൻ്റെ സുഹൃത്തായ അലിയോക്കിനോട് പറഞ്ഞിട്ടാണ്. എന്ത് പറഞ്ഞിട്ടാണ്? ഡു ഗുഡ് തിങ്സ് ഇൻ ലൈഫ്. സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തൃപ്തി വേണമെങ്കിൽ നിങ്ങൾ ശരിക്കും പാവങ്ങളെ സഹായിക്കണം. ബോക്കിൻ ആൻഡ് അലിയോക്കിൻ ഫൗണ്ട് ദ സ്റ്റോറി അൺഇൻട്രസ്റ്റിംഗ്. അലിയോക്കിൻ സുഹൃത്തുക്കൾക്ക് ഈ സ്റ്റോറി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇഫ് ദ സ്റ്റോറി വാസ് അബൌട്ട് എലഗന്റ് പീപ്പിൾ ആൻഡ് ലവ്ലി വിമൻ ദേ വുഡ് ഹാവ് ബീൻ ഹാപ്പിയർ. അവർക്ക് സ്ത്രീകളെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ത്രീകളെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ നല്ല എലഗന്റ് പീപ്പിളിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഭംഗിയുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ കഥകളായിരുന്നുവെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കഥ ഇഷ്ടപ്പെട്ടേനെ എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റൺ ചെക്കോവ് ആ സ്റ്റോറി അവിടെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അത്രയാണ് നമ്മുടെ ദ ഗൂസ്ബെറീസിൻ്റെ ഒരു സമ്മറി. നെക്സ്റ്റ് ടു സ്ലീപ്പ് എന്ന് പറയുന്ന പോയമാണ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ സ്ലീപ്പ്. ചെറിയ പോയമാണ്. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോയമാണ് ടു സ്ലീപ്പ് എന്ന് പറയുന്നത്. സോ പോയത്തിലേക്ക് വരാം. ടു സ്ലീപ്പ് ചെറിയൊരു പോയമാണ്, കുഞ്ഞു പോയമാണ്. സോണറ്റാണത് കേട്ടോ. എ ബി ബി എ സി ഡി ഇ എന്ന് പറയുന്നതാണ് അതിൻ്റെ റൈം സ്കീം. വില്യം വേർഡ്സ്വർത്ത് ആണ് എഴുതിയിട്ടുള്ള ആള്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലെഷർലി പാസ്ഡ് ബൈ വൺ ആഫ്റ്റർ വൺ. ഉറങ്ങാൻ കിടക്കാണ് വേർഡ്സ്വർത്ത്. ടു സ്ലീപ്പ് എന്ന് പറയുന്ന പോയത്തിൽ വേർഡ്സ്വർത്ത് ഉറങ്ങാൻ കിടക്കാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരും വരുന്നില്ല, ഉറക്കം മാത്രം വരുന്നില്ല. അപ്പോൾ അയാൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നേച്ചർ പോയറ്റ് എന്നറിയപ്പെടുന്ന ആളാണ്, പ്രകൃതിയുടെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ്. ആ മൂപ്പര് എപ്പോഴും എഴുതുന്ന ആരെക്കുറിച്ച് തന്നെ ആയിരിക്കും? പ്രകൃതിയെക്കുറിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് മൂപ്പര് ഓർക്കുകയാണ്. അപ്പോൾ എന്താ കാണുന്നത് നോക്കാം. ഉറങ്ങാൻ വേണ്ടിയിട്ട് മൂപ്പര് പ്രകൃതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഓർക്കുകയാണ്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ആ ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ദാറ്റ് ലെഷർലി പാസ്, സ്വതന്ത്രമായി അവരങ്ങനെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നു, ഒന്നിനു പുറകെ ഒന്നായി. ദ സൗണ്ട് ഓഫ് റെയിൻ, മഴയുടെ ശബ്ദം. ആൻഡ് ബീസ് മർമറിങ്, തേനീച്ചകളുടെ മർമരം. ദ ഫോൾ ഓഫ് റിവേഴ്സ്, നദിയുടെ വീഴ്ച എന്ന് വെച്ചാൽ വാട്ടർഫോൾസ്. വിൻസ് ആൻഡ് സീസ്. സ്മൂത്ത് ഫീൽഡ്സ്, വൈറ്റ് ഷീറ്റ്സ് ഓഫ് വാട്ടർ ആൻഡ് പ്യൂർ സ്കൈ, തെളിഞ്ഞ ആകാശവും വെള്ളക്കെട്ടുകളും ആ വയൽ വരമ്പുകളും എല്ലാം അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇങ്ങനെ കണ്ണിലിങ്ങനെ അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഫസ്റ്റ് സ്റ്റാൻസ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻസിൽ ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ടേൺസ്, എല്ലാത്തെക്കുറിച്ചും ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചു. ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ്, എന്നിട്ട് ഞാൻ അങ്ങനെ ഉറക്കം കിട്ടാതെ കിടന്നു. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡീസ് മസ്റ്റ് ഹിയർ, ദൈവമേ ഇപ്പൊ കേൾക്കാലോ അല്ലെ, അലാറത്തിന്റെ ശബ്ദം എന്ന് നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ കേൾക്കാലോ ആ പക്ഷികളുടെ കരച്ചില് അല്ലെ. മസ്റ്റ് ഹിയർ ഫസ്റ്റ് അട്ടേർഡ് ഫ്രം മൈ ഓർച്ചർഡ് ട്രീസ്, ആദ്യം അത് കേൾക്കുക എൻ്റെ പഴത്തോട്ടത്തിൽ നിന്നായിരിക്കും ഞാൻ ആദ്യം ആ കരച്ചിൽ കേൾക്കുക. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കോലി ക്രൈ, ആദ്യത്തെ കുക്കു ബേർഡിന്റെ മെലങ്കോലി ക്രൈ. സാഡ് സോങ്, കുക്കുവിന്റെ ആദ്യത്തെ സാഡ് സോങ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇത് ഇയാൾക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ്. അയാളുടെ മൂഡ് അങ്ങനെ സാഡ് ആയതുകൊണ്ടാണ് സാഡ് സോങ് എന്നല്ല. കുക്കുവിന്റെ പാട്ട് സാഡ് സോങ് അല്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റാൻസയിലും പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് വരികയാണെങ്കിൽ, മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് വരികയാണെങ്കിൽ 3 വരികളുള്ള 2 സ്റ്റാൻസ് ആണ് ഇനിയുള്ളത്. ഈവൻ ദസ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് 2 nights മോർ ഐ ലേ, കഴിഞ്ഞ രാത്രിയിലും പിന്നെയും 2 രാത്രികളും, കഴിഞ്ഞ രാത്രിയും പിന്നെയും മുമ്പേ 2 രാത്രികളും ഞാൻ ഇങ്ങനെ ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ആൻഡ് കുഡ് നോട്ട് വിൻ ദി സ്ലീപ്പ്, എനിക്ക് നിന്നെ പ്രാപിക്കാൻ പറ്റിയില്ല ഉറക്കമേ. ബൈ എനി സ്റ്റെൽത്ത്, എങ്ങനെയെങ്കിലും നീ പതുങ്ങി ശബ്ദമുണ്ടാക്കാതെ വരണം. സോ ഡു നോട്ട് ലെറ്റ് മീ വിയർ ടു നൈറ്റ് എവേ, ഇന്ന് രാത്രി ഉറക്കമില്ലാതെ എന്നെ കിടത്തരുത്. നെക്സ്റ്റ് ആൻസർ, വിതൗട്ട് thee വാട്ട് ഈസ് ദ മോർണിംഗ്സ് വെൽത്ത്, നീ ഇല്ലാതെ എന്താണ് പ്രഭാതത്തിന്റെ സൗന്ദര്യം? മോർണിംഗ്സ് വെൽത്ത്, പ്രഭാതത്തിന്റെ ബ്യൂട്ടി എന്താണ് നീ ഇല്ലാതെ? കം, വരൂ. ബ്ലെസ്ഡ് ബാരിയർ, ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറഞ്ഞാൽ ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ ആണ്, വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത് അല്ലേ, ബ്ലെസ്ഡും ബാരിയറും. ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, നീ ഒരു ബ്ലെസ്ഡ് ബാരിയർ ആണ്. ദിവസങ്ങൾക്കിടയിലുള്ള ഉറക്കം എന്ന് പറയുന്നത് ദിവസങ്ങൾക്കിടയിലുള്ള ഒരു ബ്ലെസ്ഡ് ബാരിയർ ആണ്. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്, ആൻഡ് യു ആർ ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്, നല്ല ജോയസ് ഹെൽത്തിൻ്റെ ഫ്രഷ് തോട്ട്സിൻ്റെ അമ്മയാണ് നീ.
ഈ രണ്ട് സ്റ്റാൻസയിലും പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കണ്ടീഷൻ വിത്തൗട്ട് സ്ലീപ്പാണ്. ഓക്കെ, ആദ്യത്തേതിൽ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഈ സീയിങ് സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ദാറ്റ് ഹി സീസ് ഇൻ ദ നേച്ചർ. രണ്ടാമത്തേതിൽ അദ്ദേഹം കാണുന്നത് എന്താണ്, പറയുന്നത് എന്താണ്, സ്ലീപ്പ് ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ കണ്ടീഷനെ കുറിച്ചിട്ടാണ് ഈ ലാസ്റ്റ് രണ്ട് സ്റ്റാൻസയിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി അതിനൊരു സമ്മറി നോക്കാം. To sleep is a direct address by the poet Wordsworth to the sleep that very often eludes him. അദ്ദേഹത്തെ എല്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലീപ്പിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാണ് ടു സ്ലീപ്പിലൂടെ അദ്ദേഹം. ഇറ്റ് സൗണ്ട്സ് ആസ് ഇഫ് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ആൻ ഇൻസൊമാനിക്ക ഹു നോസ് ദ ട്രൂ വാല്യൂ ഓഫ് സ്ലീപ്പ്. ഉറക്കം കിട്ടാത്ത ഒരാളുടെ വായിൽ നിന്നും വരുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു വിവരണമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. This poem has two different settings. പോയത്തിൽ രണ്ട് ഡിഫറെൻറ്റ് സെറ്റിങ്സ് ഉണ്ട്. They form a contrast to each other. In the first and second stanza, the poem is set in the poet's imagination. ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിലും പോയറ്റിൻ്റെ ഇമാജിനേഷനിൽ നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. This is a tranquil and pastoral settings. However, in the third and fourth stanzas, the setting shifts from poet's mind to reality. മൂന്നും നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും റിയാലിറ്റിയിലേക്ക് വരികയാണ്. Were he sleep that the poet is quite anxious for he is not able to sleep peacefully. To sleep consists of 14 lines in total. Generally, a poem like this, which is made up of 14 lines, is called a sonnet. സാധാരണ 14 വരികളുള്ള കവിതകളെ വിളിക്കുന്ന പേരാണ് സോണറ്റുകളെന്ന്. A sonnet is usually divided into 8 lines, a unit known as an octet, and a 6-line unit called sestet. The octet and sestet can together form a single stanza or appear as two separate stanzas. This poem is unusual because it is divided into 4 stanzas. The first and second stanza consisting of 4 lines each, and the third and fourth stanza consisting of 3 lines each. And ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞു, there is a flock of sheep that walks past the poet in single file. He is able to hear the low patter of rainfalls and also the monotonous buzzing of bees. He is also able to hear a river as it flows along the shore, the sound of the wind blowing gently, and the bubbling of the water as it reaches the sea. He can see fields which have been plowed evenly. He even can see water turning white as froth is produced on its surface due to the great speed with which it is rushing forward. He can also see an immaculate sky. The poet says that he has thought about all the aspects of the serene environment which he has described in the previous stanza one by one, and yet he is not able to fall asleep. Hence, he must come up with more strategies to bring sleep to his eyes. He anticipates that he will have to imagine hearing the sound of the melodious song of the small birds that live among the trees in his orchard. He may even have to imagine hearing the cry of the cuckoo that makes one sad and reflective. The poet reveals that all the strategies for courting sleep that he has described so far were applied by him the previous night, and yet he had lain asleep. This had also been the situation faced by him for the nights in a row before last night. Next, the poet imagines sleep to be a human figure that he is playing a game with him. He had been both silent and crafty, and yet he could not grasp a hold of sleep. പതുങ്ങി വന്നിട്ടും ഉറക്കത്തെ പിടിക്കാൻ പറ്റുന്നില്ല. Finally, he appeals to the figure of sleep to make sure that the present night is not wasted in the same way. ഇന്ന് രാത്രിയെങ്കിലും ഇതുപോലെ വേസ്റ്റഡ് ആവാതെ നീ വരണം. The poet respectfully tells sleep that morning does not have much value if one is not able to sleep the night before. He also appeals to sleep to come to him, for sleep is that which separates one day from the next, the one that gives birth to new thoughts and makes one feel healthy and fit. ആണ് ഒരു സമ്മറി. Then now next ചാപ്റ്ററിൻ്റെ പേര്
ആ യൂണിറ്റിലുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഇമെയിലൊക്കെ പറയാട്ടോ, ഇമെയിൽ അതുപോലെ റൈറ്റപ്പ്, നറേറ്റീവ്, റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ടൈം ലീവ് റിപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. സോ അത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ലൈവ് റിപ്പോർട്ടിൻ്റെ ഒരു മോഡൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തീരാനായി. ഇനിയൊരു 4 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളത് നമുക്ക് റിവ്യൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സാധനത്തിലേക്കൊക്കെ പോകാം. ഓക്കെ, ഇനി ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഈ സ്റ്റോറി ഇതൊരു എസ്സേ ആണ്. ഇറ്റ്സ് റിട്ടൺ ബൈ മാക്സ് ബീർബൂം, അല്ലേ? മാക്സ് ബീർബൂമാണ് അത് എഴുതിയിട്ടുള്ളത്. ദ എസ്സേ entitled ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് ബൈ മാക്സ് ബീർബൂം rather contradicts the popular statement a sound mind is a sound body thought through this essay. ഈ എസ്സേയിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോപ്പുലർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും കേൾക്കുന്ന എ സൗണ്ട് മൈൻഡ് നീഡ് എ സൗണ്ട് ബോഡി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ, ആ ഒരു വാക്യത്തെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ ഖണ്ഡിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. ദ റൈറ്റർ ലുക്സ് അറ്റ് ദ വാക്കിംഗ് ആസ് എ ഫിസിക്കൽ എക്സസൈസ്. റൈറ്റർ പറയുന്നു വാക്കിംഗ് ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ് വിത്ത് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. അതൊരു മറ്റൊരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ എസ്സേ ബിഗിൻസ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹി ഹാഡ് നെവർ ബീൻ ഓൺ എ വാക്കിംഗ് ട്രിപ്പ് എൻജോയിങ് ദ സിനിക് ബ്യൂട്ടി ഓഫ് നേച്ചർ. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടന്ന് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആസ് സച്ച് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് he actually had a notion if one was walking along with a talkative companion, the activity will be more appealing. The essayist shares the experience with such a companion which ultimately turned out to be an utter failure. അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ആകെ എന്തായി, അട്ടർ ഫെയിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദെൻ അപ്രീസിയേഷൻ പഠിക്കണമെന്ന് ഒരാൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്രീസിയേഷൻ അല്ല നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളിങ്ങനെ പോയം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞ പോയംസ് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അത് ജസ്റ്റ് കേട്ടാൽ തന്നെ മതി. ലൈൻസ് എന്നാണ് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ച് കാണുന്നത്. അത് നമുക്ക് പബ്ലിക് എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കാം കേട്ടോ. മോഡലിന് ചോദിച്ച ആ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്രീസിയേഷൻ വന്നിട്ടില്ല മോഡലിൽ, പക്ഷേ അപ്രീസിയേഷൻ വന്ന ഏതാണ്, അൺനോൺ പോയത്ത് നിന്നാണ്. അപ്പോൾ അൺനോൺ പോയത്തിൽ നമ്മൾ ലാസ്റ്റ് ഈ നമ്മളുടെ പോയമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഭാഗത്ത് അത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, എല്ലാത്തിൻ്റെ അപ്രീസിയേഷൻ ഇപ്പോൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. പോയം നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. പോയത്തിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്രീസിയേഷൻ എഴുതാൻ വളരെ ഈസിയാണ്. നമ്മൾ പോയം അറിയാമെങ്കിൽ നമുക്കത് എഴുതിക്കൂടെ. പോയറ്റ് ആരാണെന്ന് പറയുന്നു, പോയത്തിൻ്റെ തീം പറയുന്നു, പോയത്തിൻ്റെ ഒരു സമ്മറി പറഞ്ഞു വെക്കുക, അത്രയും മതി. പിന്നെ പോയറ്റിക് ഡിവൈസസും കാര്യങ്ങളും അറിയുന്നത് പോലെ എഴുതാം. ഇനി എവിടെ എത്തി നമ്മൾ? The essay shares his experience with such a companion which ultimately turned out to be an utter failure. His attempts go to the extent that a man's activity is sometimes hampered by the forceful physical exercise. Humorously, he poses a question why we should go for a walk. He is against the common idea of walking for walking sake. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ അയാൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെയാണ്. വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്, നടക്കാൻ വേണ്ടി നടക്കുന്നതിന് എതിരെയാണ് മൂപ്പര്. According to him, if one person walks with the intention of physical fitness alone, his purpose will definitely fail him.
The activity being purely mechanical, he could never enjoy the nature and such a man would never be creative. നടക്കാൻ വേണ്ടി നടക്കുക അല്ലെങ്കിൽ ഫിറ്റ്നസിന് വേണ്ടി മാത്രം നടക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രകൃതിയെ കാണില്ല, നിങ്ങൾ പുറത്തൊന്നും കാണില്ല, നിങ്ങളുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല. Birmu is strictly personal in his writing as it is evident in the particular essay. Towards the end of the essayist makes the reader think that any physical exercise should be harmonious process by blending brain, body and soul. The author confessed that the essay was composed while going on a walk. Essay എഴുതിയത് തന്നെ ഒരു നടത്തത്തിലാണ്. He stresses that walking is not something that can be forcefully done. നമ്മൾ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു സാധനമല്ല നടത്തം എന്ന് പറയുമ്പോൾ. Unless the person has an urge for this, it will never be fruitful task. നമുക്കൊരു ആഗ്രഹം ഇല്ലാണ്ട് അത് ചെയ്തിട്ടൊരു കാര്യമില്ല. He compromises himself by saying that in moderation it is fine for physical fitness. കുറേശ്ശൊക്കെ ആണെങ്കിൽ അത് ഫിസിക്കൽ ഫിറ്റ്നസിന് നല്ലതാണ്. In the concluding sentence of the essay, he asserts that if anybody insists him to do a physical exercise, walking, he will never go for it. ആരെങ്കിലും എന്നെ നിർബന്ധിച്ചിട്ട് നടക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് പോകില്ല എന്ന്. അത് വളരെ അവസാനിപ്പിക്കുന്ന essay. The essay is written in highly complex and thought-provoking style. His choice of words is artistic and often humorous. Although the theme is simple, it is presented in a ambiguous manner. ഒരു സിമ്പിൾ ആണെങ്കിൽ കൂടെ ambiguous മാനറിലാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അത് ഇനി മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ പോയിന്റ് ആക്കിയിട്ടും പറയാം നമുക്ക്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഔട്ട് ടു ദി ലാസ്റ്റ് യൂണിറ്റ്. യൂണിറ്റിൻ്റെ പേര് ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സൈബർ സ്പേസ് ആണ്. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് തന്നെയാണ് കേട്ടോ. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഏത് ഇൻ്റർനെറ്റ് ആണെന്നാണ്. എസ്തർ ഡൈസൺ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ സൈബർ സ്പേസ് എന്ന് പറഞ്ഞ ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. സൈബർ സ്പേസ് ഇസ് എൻ ആർട്ടിക്കിൾ റിട്ടൺ ബൈ എസ്തർ ഡൈസൺ. എസ്തർ ഡൈസൺ എന്ന് പറയുന്ന ആളാണ് സൈബർ സ്പേസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എഴുതിയത്. ഹിയർ എസ്തർ ഡൈസൺ സേസ് ദ മോഡേൺ മൈൻഡ് ഇസ് ഗോയിങ് ആഫ്റ്റർ ന്യൂസ് ഫീൽഡ്സ് ആൻഡ് ഏരിയാസ്. News fields and areas. We like make rules instead of modern minds. അപ്പോൾ എസ്തർ ഡൈസണിൽ ഈ സൈബർ സ്പേസിൽ അവർ തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയോ? അവർ പറയുന്നത് മോഡേൺ മൈൻഡ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ലവ്സ് ഫ്രോണ്ടിയേഴ്സ്, ന്യൂ ഫ്രോണ്ടിയേഴ്സ്, പുതിയ അതിർവരമ്പുകളാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്. ഫ്രോണ്ടിയേഴ്സ് എന്നുള്ളതാണ് ടെക്സ്റ്റിലെ വേർഡ്. അതാണ് ന്യൂ ഏരിയാസ് ഫീൽഡ്സ് എന്നുള്ളത് ഞാൻ നോക്കിയത്. പുതിയ അതിർവരമ്പുകൾ ആഗ്രഹിക്കുന്നവരാണ്. നിയമങ്ങൾ ഫോളോ ചെയ്യുന്നതിനും അപ്പുറം നിയമങ്ങൾ ഉണ്ടാക്കാനാണ് പുതിയ മനസ്സുകൾക്ക് ഇഷ്ടം. ഇൻ സൈബർ സ്പേസ് വി ക്യാൻ എക്സ്പീരിയൻസ് ഫ്രീഡം ആൻഡ് പ്രൈവസി. സൈബർ സ്പേസിൽ നമുക്ക് ഫ്രീഡവും അതുപോലെ തന്നെ പ്രൈവസിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ വേൾഡ് വേർ വി നീഡ് നോട്ട് വറി അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ ഭയക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഏത് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. In the past, cyberspace was a playground of computer experts and techies only. ടെക്കീസിൻ്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എക്സ്പേർട്സിൻ്റെയും ഒരു കളിത്തൊട്ടിൽ മാത്രമായിരുന്നു ഏത് സൈബർ സ്പേസ്, അല്ലെങ്കിൽ ഇടം മാത്രമായിരുന്നു സൈബർ സ്പേസ്. എന്നാൽ ഇന്ന് nowadays it is accessible for all sections of the society. സൊസൈറ്റിയിലെ എല്ലാ ആളുകൾക്കും ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റും. People of different age groups such as children, teenagers, adults visit cyberspace. എല്ലാ ആളുകളും എല്ലാ ഏജിലുള്ള ആളുകളും സൈബർ സ്പേസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. There is the threat that children might misuse the internet. എന്നാൽ നമുക്കിടയിൽ ഒരു ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ ഒരു ത്രെറ്റ് ഉണ്ട്. എന്താണത്? ചിൽഡ്രൻ മൈറ്റ് മിസ്യൂസ് ഇൻ്റർനെറ്റ്. കുട്ടികൾ ഇൻ്റർനെറ്റിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമെന്നൊരു പേടി നമുക്ക് ഉണ്ട്. എസ്തർ ഡൈസൺ കമ്പയർ സൈബർ സ്പേസ് ടു എ റിയൽ എസ്റ്റേറ്റ്. എസ്തർ ഡൈസൺ ഇവിടെ സൈബർ സ്പേസിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുത്തരം ചോദിച്ചിട്ടുണ്ട്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? റിയൽ എസ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. റിയൽ എസ്റ്റേറ്റ് comprises of the land and the building on it. റിയൽ എസ്റ്റേറ്റിൽ എന്തൊക്കെ വരുന്നത്? comprises of the land and the building on it. ലാൻഡും ബിൽഡിംഗ് ഒക്കെ ഉൾപ്പെടുന്നതാണ് റിയൽ എസ്റ്റേറ്റ്. There might be different types of buildings and land areas for different purpose. പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാവും, ലൈക്ക് സ്കൂൾസ്, ഷോപ്പിംഗ് മാൾസ്, ചർച്ച്, പാർക്സ് എക്സെട്ര. സൈബർ സ്പേസ് ഇസ് എ വെർച്വൽ ഓർ കമ്പ്യൂട്ടർ ജനറേറ്റഡ് റിയൽ എസ്റ്റേറ്റ്. സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു വിർച്വൽ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് റിയൽ എസ്റ്റേറ്റ് ആണ്.
Instead of different types of buildings in cyber world, we have various types of websites. Some are free, some has to be paid. ചിലതൊക്കെ ഫ്രീ ആണ്, ചിലതൊക്കെ പൈസ കൊടുത്താലേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെ, പൈസ കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് കയറണം, ഗെറ്റ് പെയ്ഡ് ആണ്. There are some sites good for children, whereas there are websites we must always avoid. ചിലതൊക്കെ നല്ല സൈറ്റുകളുണ്ട്, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം, ചിലതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. സം മിസ്യൂസ് ദ ഫ്രീഡം ഓൺ സൈബർ സ്പേസ്. ചില ആളുകൾ ദുരുപയോഗം ചെയ്യും സൈബർ സ്പേസിലുള്ള ഫ്രീഡം. സച്ച് മിസ്യൂസസ് ക്യാൻ മേക്ക് സൈബർ സ്പേസ് എ നാസ്റ്റി പ്ലേസ്. അതുകൊണ്ടാണ് ഈ ചില ആളുകൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സൈബർ സ്പേസിന് ഒരു മോശം സ്ഥലം എന്ന ഒരു ഘാതി ഉണ്ടാവുന്നത്. സോ ടു ബി ഗുഡ് സിറ്റിസൺ വി ഹാവ് ടു റെഗുലേറ്റ് അവർ സെൽസ്. അപ്പോൾ നല്ലൊരു നെറ്റിസൺ ആവണമെങ്കിൽ, നെറ്റ് ഉപയോഗിക്കുന്ന ഒരാളാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെല്ലാം ഒഴിവാക്കല്ല, അതിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നത് കാണണം ഇന്നത് കാണണ്ട എന്ന് ഞാൻ തന്നെ എന്ത് ചെയ്യണം, തീരുമാനിക്കുകയാണ് വേണ്ടത്. ആസ് ഇറ്റ് ഈസ് എ പ്ലേസ് വിത്ത് അൺലിമിറ്റഡ് ഫ്രീഡം വി നീഡ് ടു ഹാവ് സെൽഫ് റൂൾ ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് അണ്ടർ ദാറ്റ് എക്സ്റ്റേണൽ റൂൾ. ഇതൊരുപാട് ഫ്രീഡം, അൺലിമിറ്റഡ് ഫ്രീഡം തരുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആവശ്യം സെൽഫ് റൂളാണ്. ഓക്കെ, സെൽഫ് റൂളാണ് ആവശ്യം ഏതിനേക്കാളും, ഇൻസ്റ്റെഡ് ഓഫ് എക്സ്റ്റേണൽ റൂൾ. മൂന്നാമതൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു പുറത്തുനിന്നുള്ളൊരു വ്യക്തിയുടെ ഇടപെടലിനേക്കാളും നല്ലത്, ആ റൂൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് സെൽഫ് റൂൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ കാണേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. സൈബർ സ്പേസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 കാറ്റഗറീസ്. 3 കാറ്റഗറീസ് ആയിട്ട് സൈബർ സ്പേസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ 1, ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് 2. അപ്പോൾ പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ നിങ്ങൾക്ക് അറിയാം, ഇമെയിൽ അയക്കാം, മെസ്സേജ് ചെയ്യുക. ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ്, അതുപോലെ തന്നെ സിനിമ കാര്യങ്ങളൊക്കെ കാണുന്നത്. റിയൽ കമ്മ്യൂണിറ്റീസ്, നമ്മളെ ഗ്രൂപ്പുകൾ. ദീസ് ആർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹൂ കമ്മ്യൂണിക്കേറ്റ് എമംഗ് ദംസെൽസ്, ആസ് ഇൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് എക്സെട്ര. എസ്റ്റർ ഡൈസൺ reiterates that there are no power structures in cyberspace. Cyberspace എന്തില്ല, പവർ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ അധികാര വികേന്ദ്രണങ്ങളൊന്നുമില്ല. വലിയൊരാൾ, അയാളുടെ പ്രസിഡന്റ്, അയാളുടെ പ്രധാനമന്ത്രി, ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അല്ലെ. ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എവ്രി വൺ ക്യാൻ എൻജോയ് ഫ്രീഡം. എല്ലാവർക്കും അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാം. വെൻ ഇൻ എ ഡെമോക്രാറ്റിക് എൻവയൺമെന്റ് ദ റൂൾ ഓഫ് മെജോറിറ്റി ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആൻഡ് മൈനോറിറ്റി ഇസ് sidelined. In cyberspace, even the minorities will be given much freedom as given to the majorities. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എപ്പോഴും മെജോറിറ്റിക്കാണ് ആധിപത്യം അല്ലേ, മെജോറിറ്റി പറയുന്നതാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ പുല്ലുമില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കേൾക്കാൻ ആളില്ല. എന്നാൽ സൈബർ സ്പേസിൽ അങ്ങനെയല്ല. സൈബർ സ്പേസിൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ എന്ത് ചെയ്യാം, സംസാരിക്കാം. എല്ലാ ആളുകൾക്കും ഒരുപോലെ ലൈക്ക് കിട്ടും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എല്ലാവരെയും കേൾക്കാനും നിൽക്കാനും ഇടമുണ്ട്. Dyson concludes the article by pointing that cyberspace is never a perfect world. ശരിയാണ്, സൈബർ സ്പേസ് ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് വേൾഡ് എന്നൊന്നും പറയില്ല എന്നുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. വി ഹാവ് ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്, ഇൻഡിവിജ്വൽ ചോയ്സുകളുണ്ട്. തിരഞ്ഞെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ തിരഞ്ഞെടുത്താൽ മതി അല്ലേ. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. ദ പീപ്പിൾ ഹൂ യൂസ് ഇറ്റ് വിത്ത് ദ ഡയറക്ഷൻ, വിത്ത് discretion and wisdom can survive well in a cyber world and others might not gain good results from this world. നല്ല വിവേകവും അതുപോലെ തന്നെ വിവേചന ബുദ്ധിയോടും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അവിടെ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അല്ല, മോശമായിട്ട് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ അകത്ത് നല്ല റിസൾട്ട് അവർക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് എസ്റ്റർ ഡൈസൺ എന്ത് ചെയ്യുന്നത്, ഇവിടെ എസ്സേ അവസാനിപ്പിക്കുന്നത്. ഈ 2-3 കാര്യങ്ങൾ ഓർത്ത് നോക്കണം. പ്രൈവറ്റ് divided into 3 categories. പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ ഉണ്ട്, ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസ് ഉണ്ട്, റിയൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് സൈബർ സ്പേസിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 18ാമത്തെ ചാപ്റ്റർ വെച്ചാൽ ഈ 6th യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ, ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഈ സൊസൈറ്റി ഡെഡ് is written by ആൻഡ്രൂ മിക്കേൽ സുലിവൻ. ആൻഡ്രൂ സുലിവൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി, ആൻഡ്രൂ സുലിവൻ. ഓക്കെ, ആൻഡ്രൂ സുലിവൻ എ ബ്രിട്ടീഷ് ഓതർ, ബ്രിട്ടീഷുകാരനാണത്. ദിസ് ആർട്ടിക്കിൾ ഇസ് അബൌട്ട് ഐപോഡ് ജനറേഷൻ. ഈ ആർട്ടിക്കിളിൽ അദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്, ഐപോഡ് ജനറേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓതർ സേസ് ഹൗ മോഡേൺ ടെക്നോളജിക്കൽ ഡിവൈസസ് ഹാവ് ടേക്കൺ കൺട്രോൾ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തെ മോഡേൺ ടെക്നോളജി എങ്ങനെ കൈയടക്കിയിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ഇതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത്.
He uses colorful examples to state how technology has affected us. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ടെക്നോളജി നമ്മളെ കീഴടക്കിയിട്ടുള്ളത്. Author talks about his experience while he is walking through the streets of ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ തെരുവിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങളാണ് ഓഥർ ഇതിനകത്ത് ആദ്യം പറയുന്നത്. He could not believe about the changes happened to the city because he had already heard that New York is full of nightlife. എന്താ പറയുന്നത്? He could not believe about the changes happened in the city. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ സമൂഹത്തിൽ വന്നിട്ടുള്ളത്, ന്യൂയോർക്കിൽ വന്നിട്ടുള്ളത്. ബിക്കോസ് ഹി ഹാഡ് ഓൾറെഡി ഹേർഡ് ദ ന്യൂയോർക്ക് ഇസ് ഫുൾ ഓഫ് നൈറ്റ് ലൈഫ്. അദ്ദേഹം ഒരുപാട് കേട്ടിട്ടുണ്ട് ന്യൂയോർക്കിൽ ഫുൾ ഓഫ് നൈറ്റ് ലൈഫാണ്, ആരും ഉറങ്ങാറില്ല, ഭയങ്കര നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടിട്ടുണ്ട്. ബട്ട് ഹിയർ ഹി കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷെ ഇന്നിപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. ദ ഡേ ലൈഫ് വാസ് ഓൾസോ മച്ച് ക്വയറ്റർ ആൻഡ് മിക്സ്ചർ ഓഫ് യെൽസ്, chatter, hustle and rudeness. ഇന്ന് ഡേ ലൈഫും തികച്ചും ശാന്തമായിക്കൊണ്ടിരിക്കുന്നു ന്യൂയോർക്കിൽ. മാൻഹട്ടൻസ് ഡൗൺ ടൗൺ is a Disney-like string of malls and middle-class villages. He noticed something special in the town. There were white wires hanging down from the ears or tucked into the pockets, purses or jackets. ആളുകളുടെ എല്ലാവരുടെയും കാതുകളിൽ നിന്നും വെള്ള വയറുകൾ ഇങ്ങനെ തൂങ്ങുന്നത് അദ്ദേഹം കണ്ടു. അതെല്ലാം പോക്കറ്റുകളിലേക്കോ പേഴ്സിലേക്കോ ജാക്കറ്റിലേക്കോ തിരികെ വെച്ചിട്ടുണ്ട്. ഈച്ച് വൺ വാസ് ഇൻ എ സോൺ ഷട്ട് അസൈലം ഫോർ ഫൊർഗെറ്റിംഗ് അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം. ഓരോരുത്തരും അവരവരുടെ എന്താ പറയുക ഭ്രാന്താലയത്തിൽ അങ്ങനെ അടച്ചുപൂട്ടപ്പെട്ട ആളുകളായിട്ട് കിടക്കുകയാണ്. ഇറ്റ് ഈസ് ആൻ ഐപോഡ് വേൾഡ് ദാറ്റ് ഹി സോ ദെയർ. അതെ, ഈ ഞാൻ കാണുന്നത് ന്യൂയോർക്കിൽ ഇപ്പോൾ കാണുന്നത് ഐപോഡ് വേൾഡുകാരെയാണ്, ഐപാഡ് വേൾഡുകാരെയാണ്. ഓൾ ആർ ഇൻ ദെയർ ഓൺ കൊക്കൂൺസ്. എല്ലാവരും ഓരോരോ ഷെല്ലുകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. നോ സൗണ്ട് ഇസ് ഹേർഡ് ബൈ ദം എക്സെപ്റ്റ് ദെയർ മ്യൂസിക്. അവരുടെ മ്യൂസിക് അല്ലാതെ മറ്റൊരു ശബ്ദവും അവർ കേൾക്കുന്നില്ല. ഈവൺ ഇഫ് സംവൺ സേസ് എക്സ്ക്യൂസ് മീ, ആരെങ്കിലും അവരോട് എക്സ്ക്യൂസ് മീ എന്നോ ഹലോ എന്നോ പറയുകയാണെങ്കിൽ ദർ ഇസ് നോ റെസ്പോൺസ്. ആരും അതിനോട് പ്രതികരിക്കുന്നില്ല. ദ ഓഥർ ഇസ് ഓൾസോ വൺ എമംഗ് ദം. ഓഥറും അവരിൽ ഒരാളാണ് ഇപ്പോൾ. ഹി ഈസ് ഓൾസോ ഹാവിംഗ് ദ വൈറ്റ് വയേഴ്സ് പീപ്പിംഗ് ഔട്ട് ഓഫ് ഹിസ് ഇയേഴ്സ്. He is also having the white wires peeping out of his ears. ഓഥറും ഒരു ഐപോഡ് വാങ്ങി, വെള്ള വയർ അദ്ദേഹത്തിന്റെ കാതുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ട്. He says that he started with a Walkman, then an MP3 player and at last iPod won over him. ആദ്യം അദ്ദേഹം തുടങ്ങിയത് ഒരു വാക്മാനിലായിരുന്നു, പിന്നെ അദ്ദേഹം ഒരു MP3 പ്ലെയർ വാങ്ങി, പിന്നെ അദ്ദേഹം അവസാനം ഏതില് ഐപോഡ് അദ്ദേഹത്തിന്റെ മനം കവർന്നു. വൺസ് ഐപാഡ് കേട്ടോ. വൺസ് ഇറ്റ് വാസ് എ ഐപോഡാണ്, ഐപോഡ് ജനറേഷൻ. വൺസ് ഇറ്റ് വാസ് എ മ്യൂസിക്കൽ ഡൈവേർഷൻ ഫോർ ഹിം. ഒരിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിരുന്നു, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരു സാധനമായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഹാസ് ബിക്കം എ കമ്പൾസീവ് ഒബ്സഷൻ. ഇന്നത് നിർബന്ധമായിട്ടും കേൾക്കേണ്ട ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. നൗ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഇസ് ഡോണ്ട് ആസ്ക്, ഡോണ്ട് ഹോവർ ഹിയർ, ഡോണ്ട് ഒബ്സർവ്, ജസ്റ്റ് ട്യൂൺ ഇൻ ആൻഡ് ട്യൂൺ ഔട്ട്. ഇന്ന് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായെന്ന് വെച്ചാൽ, നിങ്ങൾ ആരോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്, ആരുടെയൊന്നും പാട്ട് കേൾക്കാൻ നിൽക്കരുത്, ആരെയും നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ചെയ്യരുത്. ജസ്റ്റ് ട്യൂൺ ഇൻ ആൻഡ് ട്യൂൺ ഔട്ട്. പാട്ട് കേൾക്കുക, പോവുക. ടെക്നോളജി ഹാസ് ഗിവൺ അസ് എ യൂണിവേഴ്സ് എൻറ്റയർലി ഫോർ അവർ സെൽഫ്. ടെക്നോളജി ശരിക്കും നമുക്ക് ഒരു പ്രപഞ്ചം തന്നെ തന്നിരിക്കുന്നു നമുക്ക് ഉപയോഗിക്കാൻ. ബിക്കോസ് ദ എൻറ്റയർ വേൾഡ് ഇസ് ഇൻ അവർ ഫിംഗർ ടിപ്സ്. ഇറ്റ് ഹാസ് ബിക്കം എ സൊസൈറ്റി വിതൗട്ട് എനി സോഷ്യൽ എലമെൻറ്റ്സ്. ഇന്നത് ഒരു സൊസൈറ്റി ആയി മാറിയിരിക്കുന്നു, ഒരു സോഷ്യൽ എലമെൻസും ഇല്ലാത്ത സൊസൈറ്റി. Earlier we had homes where we want to relax, then we did not walk around like a hermit crabs. Either music was limited to the living room and it was shared experience. പണ്ട് മ്യൂസിക് ലിവിംഗ് റൂമിൽ ഉള്ളതായിരുന്നു, എല്ലാവരും ഒരുമിച്ച് കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു, ഷെയർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ദാറ്റ് ബ്രോട്ട് പീപ്പിൾ ടുഗെദർ. അത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നൗ മ്യൂസിക് ഹാസ് ബിക്കം എ പേഴ്സണൽ സീക്രട്ട്. ഇന്ന് മ്യൂസിക് എന്താണ്, ഒരു പേഴ്സണൽ സീക്രട്ട് മാത്രമാണ്. The author is telling that we are missing many things in life because of this. ഇതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്ന് ഓഥർ പറയുന്നു. The funny conversations, the chattering, sound of the child, which may take us to our childhood. നമ്മൾ സുഹൃത്തുക്കൾക്കിടയിലുള്ള സംസാരങ്ങൾ,
അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടിയുടെ കരച്ചിൽ, ആ കുട്ടിയുടെ കരച്ചിൽ ചിലപ്പോൾ നമ്മുടെ ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകാം, നൊസ്റ്റാൾജിയയിലേക്ക് കൊണ്ടുപോകാം, ചൈൽഡ്ഹുഡിൻ്റെ കാര്യങ്ങൾ. ദ സോങ്സ്, പാട്ടുകൾ, ദ ലാഫ്റ്റർ ഓഫ് ദ അതേഴ്സ് എക്സെട്ര. മറ്റുള്ളവരുടെ ചിരി, കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഈവൻ ബോർഡം ആസ് ഇറ്റ്സ് യൂസസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബോറടിക്കില്ലേ പാട്ട് കേട്ടില്ലെങ്കിൽ? ബോർഡത്തിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. വി ആർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് ഔട്ട് അവർ ഓൺ മെത്തേഡ്സ് ഓഫ് ഓവർകമ്മിങ് ദിസ് ബോർഡം. അങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തന്നെ കണ്ടുപിടിക്കും അതിനെ ഓവർകം ചെയ്യാനുള്ള. ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുമെന്നർത്ഥം. ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഹി സേസ് ദാറ്റ് വെൻ ഹി വെൻറ്റ് ഫോർ എ ട്രിപ്പ്, and അവസാനം അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു ട്രിപ്പ് പോയ സമയത്ത് ഹി ലെഫ്റ്റ് ഔട്ട് ഹിസ് ഐപോഡ് ബിഹൈൻഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ഐപോഡ് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വെച്ചിട്ട് പോയി. തോട്ട് ഹി വാസ് വറീഡ് അറ്റ് ഫസ്റ്റ്, ലേറ്റർ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്. ആദ്യം അദ്ദേഹം ഭയന്നുപോയി, അയ്യോ യാത്ര പോയപ്പോൾ ഈ ഐപോഡ് എടുക്കാതെ എങ്ങനെയാ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുക. പക്ഷെ പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞു ദാറ്റ് ഹി ക്യാൻ എൻജോയ് ദ റിതംസ് ഓഫ് അതേഴ്സ് അഗെയിൻ. മറ്റുള്ളവരുടെ റിതം, താളങ്ങളൊക്കെ ഞാൻ പിന്നെയും കണ്ടുപിടിക്കുന്നു. The sounds of aeroplane, the opinion of taxi drivers, etc. He wonderfully noticed how all are connected to each other. അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കുന്നു എല്ലാവരും എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. He concludes his essay by opening a world around us. He admits how he himself was addicted to iPod and the Apple products and the dislike he had for the way technology has had on itself. ആണ് നമ്മുടെ എന്താണ് ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൻ്റെ പേര് നോട്ട്സോ. നോട്ട്സ് നിങ്ങൾക്ക് ആപ്പ് വഴി തരും കേട്ടോ. സ്ലൈഡ്സ് തരും. ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ തീർക്കുന്ന തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ നേരം വൈകിയത്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ, കോൺസെപ്ഷണൽ ഫ്രൂട്ട്. ഈ കോൺസെപ്ഷണൽ ഫ്രൂട്ട് എന്ന മീനിങ് ഭാവനയിലെ കനി അല്ലെങ്കിൽ നമ്മൾ ഇമാജിനറി ഫ്രൂട്ട് എന്നൊക്കെയാണ്. തെയ്സ ഫ്രാങ്ക് ആണ് അത് എഴുതിയിട്ടുള്ള ആൾ. തെയ്സ ഫ്രാങ്ക്, കോൺസെപ്ഷണൽ ഫ്രൂട്ട് ഇസ് എ ഡീപ്ലി ടച്ചിങ് സ്റ്റോറി ദാറ്റ് ലീവ്സ് എ പാങ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. ആളുകളുടെ മനസ്സിലൊരു വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കഥയാണത്. ഇറ്റ് ടെൽസ് അബൌട്ട് എ caring father, ഒരു കെയറിംഗ് ഫാദറിനെ കുറിച്ചാണ് ഈ സ്റ്റോറി. ഹു ഡെസ്പറേറ്റ്ലി ഹോപ്സ് ദാറ്റ് ടെക്നോളജി വിൽ ഹെൽപ്പ് ഹിം ടു മേക്ക് ലൈഫ് ഹാപ്പിയർ ഫോർ ഹിസ് മെൻ്റലി ചലഞ്ച്ഡ് ഡോട്ടർ. തൻ്റെ മെൻ്റലി ചലഞ്ച്ഡ് ഡോട്ടറായിട്ടുള്ള, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള തൻ്റെ ഡോട്ടറിന് അവളുടെ ലൈഫ് കുറച്ചുകൂടെ ഹാപ്പിയർ ആക്കാൻ ഈ ടെക്നോളജി സാധിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഗ്രറ്റ ഈസ് എ മെൻ്റലി ചലഞ്ച്ഡ് ഗേൾ ഓഫ് 16. 16 വയസ്സുള്ള ഒരു മെൻ്റലി ചലഞ്ച്ഡ് ഗേളാണ് ഗ്രറ്റ എന്ന് പറയുന്ന പെൺകുട്ടി. Her father wants to show her a website where she could create a house of her own. സ്വന്തമായി വീടുണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കാൻ അച്ഛൻ ഉദ്ദേശിക്കുന്നു. This idea evokes only a cold response from her mother and brother who do not care much about Greta's happiness. ഗ്രറ്റയുടെ സന്തോഷത്തെക്കുറിച്ച് വലിയ എന്താ പറയുക ശ്രദ്ധിക്കാത്ത അമ്മയും ബ്രദറും അത് മൈൻഡ് ചെയ്യുന്നില്ല, അച്ഛൻ പറയുന്ന കാര്യം മൈൻഡ് ചെയ്യുന്നില്ല. The father creates a street called Greta Street and ഹൗസ് കോൾഡ് ഗ്രറ്റാസ് ഹൗസ്. അച്ഛനൊരു ആ വെബ്സൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഗ്രറ്റാ സ്ട്രീറ്റും ഗ്രറ്റാസ് ഹൗസൊക്കെ ഉണ്ടാക്കും. ഹി ടെൽസ് ഹർ ദാറ്റ് ഷീ കുഡ് ഫിൽ ഹെർ ഹൗസ് വിത്ത് എനിത്തിങ് ഷീ വാണ്ട്. തനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയുക അവൾക്ക് അതിനകത്ത് ഫിൽ ചെയ്യാമെന്നും അദ്ദേഹം പറയുന്നു. ഗ്രറ്റ വാണ്ട്സ് എ ബൗൾ ഇൻ എവ്രി റൂം വിത്ത് പീച്ചസ് ഇൻ ഇറ്റ്. എല്ലാ റൂമിലും പീച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കനിയാണ് അല്ലേ, ഒരു ഫ്രൂട്ടാണ്. ആ പീച്ചസ് നിറയ്ക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ ക്രിയേറ്റ്സ് എ കിച്ചൺ ആൻഡ് ടെൽസ് ഹർ ടു ക്ലിക്ക് ദ ബൗൾ ടു സീ ദ മാജിക്. ഗ്രറ്റ ക്ലിക്സ് ദ ബൗൾ ആൻഡ് ദ വേർഡ് പീച്ചസ് അപ്പിയർ. ഗ്രറ്റ ബൗൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ വരുന്നത്? പീച്ച് എന്ന വാക്കാണ് വരുന്നത്. ബട്ട് ഗ്രറ്റ ഈസ് ഡിസപ്പോയിൻറ്റഡ്. ഗ്രറ്റ അത് കണ്ടപ്പോൾ നിരാശപ്പെട്ടു. ഷി വാണ്ട്സ് ദ റിയൽ ഫ്രൂട്ട്. അവൾക്ക് ശരിക്കുള്ള ഫ്രൂട്ടാണ് വേണ്ടത്.
ഷീ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ലൈക്ക് ദം വെൻ ദേ ആർ നോട്ട് റിയൽ. ആളുകൾക്ക് ഇത് റിയൽ അല്ലാത്ത ഈ സാധനത്തോട് എന്തിനാണ് ഇങ്ങനെ ഭ്രമം? ഗെയിമൊക്കെ കളിക്കുമ്പോഴും ഇത് റിയൽ അല്ലാന്ന് ആളുകൾക്ക് അറിയാം, എന്നിട്ടും എന്തിനാണ് ആളുകൾ ഈ അഡിക്റ്റഡ് ആവുന്നത് ഇതിനോട്, അല്ലേ? വീഡിയോസ് കാണുമ്പോൾ ഇത് റിയൽ അല്ലാന്ന് അറിയാം, എന്നിട്ടും ആളുകൾ എന്തിനോട് ഇത് അഡിക്റ്റ് ആവുന്നത് എന്നാണ് ഓതർ ഇതിനകത്ത് ശരിക്കും നമ്മോട് ചോദിക്കുന്നത്. ദ ഫാദർ നൗ ക്രിയേറ്റ്സ് other rooms. ഫാദർ അടുത്ത മുറികൾ ഉണ്ടാക്കി. Just when he is about to create a bathroom, Greta reminds him that it is not a real house and people won't use it. ഗ്രറ്റ അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ്, ബാത്റൂം വേണ്ട അച്ഛാ, കാരണം റിയൽ ഹൗസ് അല്ലല്ലോ, ആളുകൾ അത് ഉപയോഗിക്കില്ല എന്ന് പറയുന്നു. ഇൻഫാക്ട് ദേ കുഡ് ക്രിയേറ്റ് എനിത്തിങ് ബട്ട് ദേ മേക്ക് നോ സെൻസ് ടു ഗ്രറ്റ. അത് അവർക്ക് എന്തും ഉണ്ടാക്കാനുള്ളൊരു ഇടമാണ്, പക്ഷേ അതൊന്നും ഗ്രറ്റയ്ക്ക് ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല. സിൻസ് ദേ ആർ നോട്ട് റിയൽ, കാരണം അതെന്തല്ലാത്തതുകൊണ്ട്, റിയൽ അല്ലാത്തതുകൊണ്ട്, അല്ലേ? Finally, she gets bored of the unreal world of computers and leaves to help her mother. ആ കമ്പ്യൂട്ടേഴ്സിൻ്റെ അൺറിയൽ വേൾഡിൽ ബോറടിച്ചിട്ട് അവൾ എന്ത് ചെയ്യാണ്, അമ്മയുടെ അടുത്തേക്ക് പോവാണ്. The story ends with the father hoping for a better tomorrow for a differently abled daughter. തൻ്റെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മകൾക്ക് ഒരു നല്ല നാളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛൻ. ഇതാണ് കഥ അവസാനിക്കുന്നത്. He hopes that she would have a house with a orchard and real fruits to put in real blue bowls. അവൾ ആഗ്രഹിക്കുന്ന നിറത്തിലുള്ള കർട്ടനുകളുള്ള, റൂമുകളുള്ള, പീച്ചസ് ഉള്ള, ഫ്രൂട്ട്സ് ഉള്ള, ബൗളുകളുള്ള ഒരു വീട് തൻ്റെ മകൾക്ക് നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അച്ഛൻ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ സ്റ്റോറി കഴിയുമ്പോൾ അത്രയാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ നമ്മളവിടെ നിർത്തുകയാണ്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മുഴുവനും, ഈ ടെക്സ്റ്റിൻ്റെ മുഴുവനും ഒരു ഡീറ്റെയിൽഡ് സമ്മറി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ സ്റ്റോറീസ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും ഇത് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ചാപ്റ്റേഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്കോഴ്സസ് പറയലാണ്. ഇമെയിൽ, ലെറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ എങ്ങനെ എഴുതണം, അതിനെങ്ങനെയൊക്കെ മാർക്ക് കിട്ടും എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സെഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഗ്രാമറും കൂടെ കുറിച്ച് പറയണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. നമുക്കൊരു 45 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, 45 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. താങ്ക് യു.